ഓക്കെ, നമുക്ക് ഓൾറെഡി മനസ്സിലായി വെക്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ആരോ ആണ്. ആൻഡ് നമുക്ക് ഇതിനെ ന്യൂമറിക്കലി നമ്പേഴ്സിന്റെ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അതായത് സപ്പോസ് എൻ്റെ ഒരു വെക്ടർ ഉണ്ട്, ഇതാണ് വെക്ടർ എ. ആ വെക്ടർ എനെ എനിക്ക് ബേസിക്കലി ഇങ്ങനെ എഴുതാം, ഈ ഫോമിൽ എഴുതാം. റൈറ്റ്, എന്താണ് ഐയും ജെയും കെയും? ഐയും ജെയും കെയും എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് എൻ്റെ ഒരു എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. എക്സ് ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ആണ് ഐ, വൈ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ആണ് ജെ, ഇസഡ് ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ആണ് കെ. റൈറ്റ്, ആൻഡ് ഈ ഐന്റെ കൂടെയുള്ള ഈ കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാണ് നമ്മുടെ ഐ യൂണിറ്റ് വെക്ടർ എങ്കിൽ ഇതാണ് നമ്മുടെ വെക്ടർ എ എങ്കിൽ ഈ ലെങ്ത് ആണ് ബേസിക്കലി ആ കോയിഫിഷ്യന്റ്, അതായത് എ എക്സ്. റൈറ്റ്, നമ്മൾ ആ എ എക്സിനെ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ കമ്പോണന്റ് ഓഫ് വെക്ടർ എ അലോങ് ഐ ഡയറക്ഷൻ, അല്ലെങ്കിൽ സിംപ്ലി നമ്മുടെ വെക്ടർ എയുടെ എക്സ് കമ്പോണന്റ്. നമ്മൾ ഈ എ വൈനെ വിളിക്കുന്ന പേരാണ് കമ്പോണന്റ് ഓഫ് വെക്ടർ എ അലോങ് ജെ ഡയറക്ഷൻ, അല്ലെങ്കിൽ വൈ കമ്പോണന്റ് ഓഫ് വെക്ടർ എ. നമ്മൾ ഈ ഇസഡിനെ വിളിക്കുന്ന പേരാണ് കമ്പോണന്റ് ഓഫ് വെക്ടർ എ along k direction, അല്ലെങ്കിൽ സിംപ്ലി z component of vector a. ഓക്കെ, റൈറ്റ്. ആൻഡ് ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, റൈറ്റ്, ബേസിക്കലി നമ്മുടെ ഒരു വെക്ടർ ഉണ്ട് ആൻഡ് എൻ്റെ കുറച്ച് യൂണിറ്റ് വെക്ടേഴ്സ് ഉണ്ട് ഐ ജെ കെ. ഈ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ വെക്ടറിനെ കൺസ്ട്രക്ട് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്ന ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് ഈ നമുക്ക് ഈ എക്സ്പ്രഷനിൽ തന്നെ വളരെ ഒബ്വിയസ് ആണ്. അതായത് നമ്മുടെ 3 ഡയമെൻഷണൽ സ്പേസിലെ ഏതൊരു വെക്ടറിനെയും എനിക്ക് ഐന്റെ കൂടെ സം നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക, ആൻഡ് ജെയിന്റെ കൂടെ സം നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക, കെയുടെ കൂടെ സം നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. എനിക്ക് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം. അതായത് ഏതൊരു വെക്ടറിനെയും ഈ ഐന്റെയും ജെയുടെയും കെയുടെയും കൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എനിക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ ഐനെയും ജെയിനെയും കെയിനെയും നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ബേസിസ് വെക്ടേഴ്സ് എന്ന. ഓക്കെ, ബേസിസ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ്. ഓക്കെ, നമ്മൾ ഇതിന്റെ മൾട്ടിപ്പിൾസും ആൻഡ് അതിന്റെ കോമ്പിനേഷനും ആയിട്ടാണ് ബാക്കിയുള്ള എല്ലാ വെക്ടേഴ്സിനെയും നമ്മൾ ആക്ച്വലി എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റത്തെ സംഭവം. ഓക്കെ, സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ സംസാരിക്കുന്നത് മുഴുവൻ 2 ഡയമെൻഷണൽ വെക്ടേഴ്സിനെ പറ്റിയാണ്. 2 ഡയമെൻഷണൽ വെക്ടേഴ്സിൽ ഈ വെക്ടർ അഡീഷന്റെ കോണ്ടെക്സ്റ്റിലൊക്കെ എന്താണോ സംഭവിക്കാൻ പോകുന്നത് എക്സാക്ട്ലി അത് തന്നെയായിരിക്കും 3 ഡയമെൻഷനിലോട്ട് സംഭവിക്കാൻ പോകുന്നത്. ബിക്കോസ് നമുക്ക് ഓൾറെഡി അറിയാം, എൻ്റെ ഒരു 2 ഡയമെൻഷണൽ പ്ലെയിനിൽ ഒരു വെക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഐഡിയനെ ജനറലൈസ് ചെയ്യണമെങ്കിൽ ഞാൻ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു കമ്പോണന്റും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി. റൈറ്റ്, പ്ലെയിനിന് പെർപെൻഡിക്കുലർ കമ്പോണന്റ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആക്ച്വലി എന്താ ചെയ്യുന്നത്? ഒരു വെക്ടറിന്റെ കൂടെ ഞാൻ അവിടെ എക്സ്ട്രാ ഒരു വെക്ടറാണ് ആഡ് ചെയ്യുന്നത്. റൈറ്റ്, സോ എനിക്ക് ട്രയാങ്കുലർ ലോ ഇവിടെ വർക്ക് ആവും. സോ എക്സാക്ട്ലി ഈ 2 ഡയമെൻഷനിലെ റൂൾസ് തന്നെ നമുക്ക് 3 ഡയമെൻഷനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. വൺസ് എൻ്റെ ഒരു 2 ഡയമെൻഷണൽ വെക്ടർ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു വെക്ടറും കൂടെ ആഡ് ചെയ്യുമ്പോൾ ആക്ച്വലി 2 ഡയമെൻഷനിലെ ലോ തന്നെ നമുക്ക് കിട്ടുന്നത് 3 ഡയമെൻഷനിലെ വെക്ടറാണ്. ഓക്കെ, സോ എനിക്കിവിടെ വരയ്ക്കാനുള്ള കൺവീനിയൻസിനായിട്ട് ഞാൻ സംസാരിക്കുന്ന എക്സാമ്പിൾസിൽ ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് 2 ഡയമെൻഷണൽ എക്സാമ്പിൾസ് ആയിരിക്കും. ഓക്കെ, റൈറ്റ്, ശരി. എങ്കിൽ നമുക്ക് എന്തായാലും പറയാം, സപ്പോസ് എൻ്റെ ഒരു വെക്ടർ ഉണ്ട്. ഓക്കെ, ആ വെക്ടറാണ് വെക്ടർ എ. അത് തന്നെ വെക്ടർ എ ഈസ് ഈക്വൽ ടു AXI പ്ലസ് AYJ. റൈറ്റ്, ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം. ഐ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ആണ്, ജെ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ AX എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ്, ബിക്കോസ് ഇതാണ് നമ്മുടെ വെക്ടർ. AX എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ്. AY എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ ലെങ്ത് ആണ്, അതായത് Y ഡയറക്ഷനുള്ള നമ്മുടെ വെക്ടറിന്റെ കമ്പോണന്റ്, അല്ലെങ്കിൽ നമ്മുടെ വെക്ടറിനെ Y ഡയറക്ഷനിലോട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ലെങ്ത്, അതാണ് ബേസിക്കലി AY. ഓക്കെ, ഇനി ജസ്റ്റ് ഒരു കാര്യം തിങ്ക് ചെയ്യുക. സപ്പോസ് ഞാൻ എന്റെ കോർഡിനേറ്റ് സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അതായത് ഇനിഷ്യലി എന്റെ കോർഡിനേറ്റ് സിസ്റ്റം ഇതായിരുന്നു എന്റെ ബേസിസ് വെക്ടേഴ്സ്. അതായത് ഇതാണ് എന്റെ ഐ, ഇതാണ് എന്റെ ജെ. ഇനി ഞാൻ മാറ്റുന്നു. സപ്പോസ് എന്റെ കോർഡിനേറ്റ് സിസ്റ്റം ഇതാണെന്ന് വെച്ചു. അതായത് മുമ്പത്തെ കോർഡിനേറ്റ് സിസ്റ്റമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ സ്ലൈറ്റ്ലി റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റഡ് കോർഡിനേറ്റ് സിസ്റ്റം ആണ് എന്റെ ന്യൂ കോർഡിനേറ്റ് സിസ്റ്റം. എങ്കിൽ എന്തൊക്കെ വ്യത്യാസം വന്നേ? എന്റെ ബേസിസ് വെക്ടേഴ്സ് മാറി. ഓക്കെ, അതായത് ഇപ്പോ എന്റെ പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ബേസിസ് വെക്ടേഴ്സ് ആയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് ഇതാണ് എന്റെ പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ എക്സ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. ഓക്കെ, അതെന്തായാലും പഴയ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ എക്സ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ഇന്ന് ഡിഫറൻറ്റ് ആണ്, ബിക്കോസ് പഴയത് ഇതാണ്, പുതിയത് എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഞാൻ അതിനെ പുതിയൊരു നെയിം കൊടുത്ത് വിളിക്കാൻ പോവാണ്. പുതിയ നെയിമാണ് ഐ ഡാഷ്. റൈറ്റ്, ഓക്കെ. ആൻഡ് എന്റെ പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ വൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, വൈ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ഇതാണ്. ഞാൻ അതിനെ ജെ ഡാഷ് എന്നാ വിളിക്കുന്നത്. ഓക്കെ, ജെ ഡാഷ്. എങ്കിൽ ക്വസ്റ്റ്യൻ, ഈ പുതിയ കോർഡിനേറ്റ്സിന്റെ പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഞാൻ ഇതേ വെക്ടറിനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരുമോ? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. റൈറ്റ്, ഇതാണ് എന്റെ വെക്ടർ. റൈറ്റ്, നമ്മുടെ പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ കോണ്ടെക്സ്റ്റിലാണ് ഞാൻ പറയുന്നതെങ്കിൽ എനിക്ക് പറയാം, നമ്മുടെ ഈ വെക്ടറിന് ഈ ഡയറക്ഷനിൽ ഒരു കമ്പോണന്റ് ഉണ്ട്. ഈ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് നമുക്ക് എങ്ങനെയാ കിട്ടുന്നത്? സിമ്പിൾ, ഞാൻ എന്ത് ചെയ്യുക, ഈ വെക്ടറിനെ ഞാൻ ആ ഡയറക്ഷനിലോട്ട് പ്രൊജക്ട് ചെയ്യുക, അതായത് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക 90 ഡിഗ്രി. സോ ഇതാണ് നമ്മുടെ ഓൾറെഡി നമ്മുടെ ഉണ്ടായിരുന്ന വെക്ടറിന്റെ പുതിയ എക്സ് കോർഡിനേറ്റിലുള്ള കമ്പോണന്റ്. നമുക്ക് എന്തായാലും മനസ്സിലായി, ഈ ലെങ്ത്തും
ഈ ലെങ്ത്തും ഡിഫറൻ്റ് ആണ്. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഇനി അടുത്തത് ഇതാണ് നമ്മുടെ വെക്ടർ. ഈ വെക്ടറിന്റെ പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ y ഡയറക്ഷനിലുള്ള കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാണ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ എനിക്ക് എന്തായാലും എഴുതാം നമ്മുടെ ഓൾഡ് വെക്ടർ, അതായത് നമ്മൾ ഓൾറെഡി ഉള്ള നമ്മുടെ ഉണ്ടായിരുന്ന ഇതേ വെക്ടറിനെ ഞാൻ പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ടേമിൽ എഴുതുമ്പോൾ റൈറ്റ് ഞാൻ ഇങ്ങനെ ആയിരിക്കും എഴുതുന്നത്, സം എ എക്സ് ഡാഷ്. ഓക്കെ, എ എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത് ഈ ലെങ്ത് ആണ്. ഓക്കെ, പ്ലസ് എ വൈ ഡാഷ്. എ വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ ലെങ്ത് ആണ്. ഇനി നമുക്ക് ഓൾറെഡി അറിയാം എ എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ പഴയ എ എക്സ് ഇതാണ്, ഇത് രണ്ടും ഡിഫറൻ്റ് ആണ്. റൈറ്റ്. ആൻഡ് നമ്മുടെ എ വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ എ വൈ ഇതായിരുന്നു, ഇത് രണ്ടും ഡിഫറൻ്റ് ആണ്. ഓക്കെ, പക്ഷേ അതായത് ഈ നമ്പറും ഡിഫറൻ്റ് ആണ്. ഒബ്വിയസ്ലി എന്റെ ബേസിസ് വെക്ടേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് സെയിം വെക്ടർ, അതായത് ഈ വെക്ടറിന് തന്നെയാണ്. അതായത് ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം കണ്ടു. ഓക്കെ, അതായത് എൻ്റെ ഒരു വെക്ടർ ഉണ്ട്, റൈറ്റ്. ഈ വെക്ടറിന് ഒരു റെപ്രസെന്റേഷൻ ഉണ്ട്, ആ റെപ്രസെന്റേഷൻ ആണ് ഇത്. സപ്പോസ് ഞാൻ എൻ്റെ കോർഡിനേറ്റ് സിസ്റ്റം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ റെപ്രസെന്റേഷൻ മാറും, റൈറ്റ്. അതായത് മുമ്പത്തെ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ 2i + 3j എന്ന് പറയുന്ന വെക്ടർ മറ്റൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ അതേ വെക്ടറിന്റെ റെപ്രസെന്റേഷൻ വേറെ സെറ്റ് ഓഫ് നമ്പേഴ്സ് ആയിരിക്കാം. ഓക്കെ, അതായത് ചിലപ്പോൾ ഇവിടെ 1i + 8j എന്നാവാം. ഓക്കെ, ഇനി നമുക്ക് ആലോചിച്ച് നോക്കാം ഇവിടെ ആക്ച്വലി എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസ് വന്നേ. ബിക്കോസ് എന്റെ പഴയ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ബേസിസ് വെക്ടേഴ്സ് ഐയും ചെയ്യുമായിരുന്നു, പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ബേസിസ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i ഡാഷും j ഡാഷും ആയിരുന്നു. എന്റെ ബേസിസ് വെക്ടേഴ്സ് മാറി, അതുകൊണ്ടാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്പോണൻസ് മാറിയത്. സോ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കി, വെക്ടർ കമ്പോണൻസ്, അതായത് എൻ്റെ ഒരു വെക്ടർ ഉണ്ട്, ആ വെക്ടറിന്റെ കമ്പോണൻസ് ഡിപ്പെൻഡ്സ് ഓൺ ബേസിസ് വെക്ടേഴ്സ്. ഓക്കെ, റൈറ്റ്. അതായത് ഞാൻ എൻ്റെ ബേസിസ് വെക്ടേഴ്സ് മാറ്റിക്കഴിഞ്ഞാൽ എൻ്റെ വെക്ടേഴ്സിന്റെ കമ്പോണൻസ് മാറും. ഓക്കെ, ഇത് തിങ്ക് ചെയ്താൽ വളരെ ഒബ്വിയസ് ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ എപ്പോഴും ഈ കോർഡിനേറ്റ് സിസ്റ്റം മാത്രമാണ് നമ്മുടെ മനസ്സിൽ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ വല്ലാതെ ബ്രെയിൻ വാഷ്ഡ് ആയി പോകും. ഓക്കെ, സോ നമുക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എനിക്ക് ഒരേ വെക്ടറിനെ തന്നെ പല കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എനിക്ക് പല പല റെപ്രസെന്റേഷൻസിലൂടെ എനിക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ ഇതെല്ലാം ബേസിക്കലി ഒരേ വെക്ടറാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബ്സ്ട്രാക്ട് ഒബ്ജക്റ്റ് ആണ്, അത് ബേസിക്കലി ഒരു ആരോ ആണ്. ഓക്കെ, ഞാനൊരു പർട്ടിക്കുലർ ബേസിസ് വെക്ടേഴ്സ് ഞാൻ ഫിക്സ് ചെയ്താൽ ഓക്കെ, അണ്ടർ ദാറ്റ് ബേസിസ് വെക്ടേഴ്സ് ഈ വെക്ടറിന് ഒരു പർട്ടിക്കുലർ റെപ്രസെന്റേഷൻ ഉണ്ട്. അതായത് എന്റെ ബേസിസ് വെക്ടർ ഐയും ചെയ്യുവാണെങ്കിൽ അണ്ടർ ദാറ്റ് ബേസിസ് വെക്ടേഴ്സ് അതിന്റെ കമ്പോണൻസ്, അതിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ AX AY എന്ന് പറയുന്ന ഒരു പെയർ ഓഫ് നമ്പർ ആണ്. ആൻഡ് എന്റെ ബേസിസ് വെക്ടേഴ്സ് I ഡാഷ് J ഡാഷ് ആണെങ്കിൽ അണ്ടർ ദാറ്റ് ബേസിസ് വെക്ടർ എന്റെ സെയിം വെക്ടറിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന പെയർ ഓഫ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ AX ഡാഷ് AY ഡാഷ് ആണ്. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് ഈ പോയിന്റ് മനസ്സിലായി, വെക്ടർ കമ്പോണൻസ് ഡിപ്പെൻഡ്സ് ഓൺ ബേസിസ് വെക്ടേഴ്സ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്കിനി അടുത്ത കുറച്ച് കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കാം. ഓക്കെ, സപ്പോസ് എൻ്റെ ഒരു വെക്ടർ ഉണ്ട്. ഓക്കെ, സപ്പോസ് എൻ്റെ ഉള്ള വെക്ടറാണ് വെക്ടർ A equal to 4i plus 2j. റൈറ്റ്, ഇതൊരു വെക്ടറാണ്. ഓക്കെ, റൈറ്റ്. ഇനി ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്, ഞാൻ പുതിയ ഒരു ബേസിസ് വെക്ടർ ഞാൻ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. അതായത് എൻ്റെ പുതിയ ബേസിസ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ് i ഡാഷ്. i ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 times i ആൻഡ് j ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് j തന്നെ. ഓക്കെ, എങ്കിൽ നമുക്ക് നോക്കാം വിത്ത് റെസ്പെക്ട് ടു ദിസ് ബേസിസ് നമ്മുടെ ഈ വെക്ടറിന്റെ കമ്പോണൻസ് എങ്ങനെയായിരിക്കും എന്ന്. സിമ്പിൾ. ഓക്കെ, എനിക്ക് എങ്ങനെ എഴുതാം? ഓക്കെ, എനിക്ക് ഈ വെക്ടർ എനെ ഓക്കെ, എനിക്ക് ഈ 4ന് എന്തായാലും 2 times 2 എന്ന് എഴുതാം. അതിലൊരു 2 times i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i ഡാഷ് ആണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ 2i ഡാഷ് പ്ലസ് നമ്മുടെ j എന്ന് പറഞ്ഞാൽ j ഡാഷ് തന്നെ എന്ന് വെച്ചാൽ 2j ഡാഷ്. സോ നമുക്കിവിടെ ഒരു കാര്യം മനസ്സിലായി. ഓക്കെ, ഞാനിവിടെ ഒരു എക്സാമ്പിളാണ് കാണിച്ചത്. അതായത് ഞാൻ എൻ്റെ ബേസിസ് വെക്ടർ മാറ്റിയപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വെക്ടറിന്റെ കമ്പോണന്റ് മാറി. ഓക്കെ, അതൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം. പക്ഷേ ഇപ്പൊ ഞാൻ എടുത്ത ബേസിസ് വെക്ടറിന് ഒരു പ്രത്യേകതയുണ്ട്. ഓക്കെ, മുമ്പത്തെ കേസിൽ ഞാൻ കൺസിഡർ ചെയ്ത ബേസിസ് വെക്ടർ, അതായത് ഈ ഐയും ജെയും ആൻഡ് i ഡാഷും j ഡാഷും, ഇവർ 4 പേരും യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. ഓക്കെ, അതായത് i ഡാഷും j ഡാഷും ആക്ച്വലി മാഗ്നിറ്റ്യൂഡ് 1 ഉള്ള വെക്ടേഴ്സ് ആയിരുന്നു. റൈറ്റ്. ഓക്കെ, റൈറ്റ്. ഇനി ഞാനൊരു പേര് പറയാൻ വിട്ടുപോയി. അത്തരത്തിലുള്ള യൂണിറ്റ് വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഓർത്തോ നോർമൽ ബേസിസ്. എന്ന് വെച്ചാൽ അവർ പരസ്പരം പെർപെൻഡിക്കുലർ ആണ് ആ ബേസിസ് ആൻഡ് അവരുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അത്തരത്തിലുള്ള ബേസിസ് വെക്ടേഴ്സിനെ വിളിക്കുന്നതാണ് ഓർത്തോ നോർമൽ ബേസിസ്. അതായത് നമ്മൾ മുമ്പത്തെ കോണ്ടെക്സ്റ്റിൽ ഞാൻ ഈ വെക്ടേഴ്സിനെ, അതായത് ആ സെയിം വെക്ടറിനെ ഞാൻ എക്സ്പ്രസ് ചെയ്തിരുന്നത് ഓർത്തോ നോർമൽ ബേസിസിലായിരുന്നു. ഞാൻ ഡിഫറെന്റ് പെയർ ഓഫ് ഓർത്തോ നോർമൽ ബേസിസ് എടുത്തപ്പോൾ എനിക്ക് ഡിഫറെന്റ് പെയർ ഓഫ്
നമ്പേഴ്സ് ആണ് കിട്ടിയത്. സോ ഡിഫറെന്റ് റെപ്രസെന്റേഷൻ ആണ് കിട്ടിയത്. പക്ഷെ ഇപ്പൊ എന്റെ ഈ ഐ ഡാഷിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണോ? അല്ല, ബിക്കോസ് ഐ ഡാഷ് എന്ന് പറഞ്ഞാൽ 2i ആണ്. ഓക്കെ, അതായത് ഞാൻ ഇപ്പൊ കൺസിഡർ ചെയ്തേക്കുന്ന യൂണിറ്റ് വെക്ടേഴ്സ്, അതായത് ഐ ഡാഷും ജെ ഡാഷും, റൈറ്റ്, ഇവർ പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, റൈറ്റ്, പക്ഷേ അവരുടെ മാഗ്നിറ്റ്യൂഡ് 1 അല്ല. റൈറ്റ്, അതുകൊണ്ട് നമ്മൾ ഈ ബേസിസിനെ നമ്മൾ ഓർത്തോ നോർമൽ എന്ന് വിളിക്കത്തില്ല. ബിക്കോസ് നമ്മൾ ആ നോർമൽ എന്ന ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 എന്നാണ്. ഓക്കെ, ഓർത്തോ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെർപെൻഡിക്കുലർ ആണെന്നാണ്. റൈറ്റ്, അപ്പൊ ഒരു ഓർത്തോ പെർപെൻഡിക്കുലർ ആണ്, പക്ഷെ ഒരു നോർമൽ അല്ല. അതുകൊണ്ട് നമ്മൾ ഇത്തരം ബേസിസിനെ നമ്മൾ ഓർത്തോഗണൽ ബേസിസ് എന്ന് വിളിക്കുന്നത്. ഓർത്തോ നോർമൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കൺസ്ട്രെയിൻഡ് ആണ്, മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കണം. ഓക്കെ, റൈറ്റ്, അതായത് നമുക്ക് മനസ്സിലായി എനിക്കൊരു വെക്ടറിനെ എക്സ്പ്രസ് ചെയ്യാൻ ഓർത്തോ നോർമൽ ബേസിസിനെ വേണമെന്നില്ല, എനിക്ക് ഓർത്തോഗണൽ ബേസിസിൽ എക്സ്പാൻഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ എന്റെ യൂണിറ്റ് വെക്ടേഴ്സ് മാറ്റുന്നതിനനുസരിച്ച്, ബേസിസ് വെക്ടേഴ്സ് മാറ്റുന്നതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്പോണൻസ് മാറും. സെയിം വെക്ടർ ആണ്, ഡിഫറെന്റ് കോർഡിനേറ്റ് സിസ്റ്റം, ഡിഫറെന്റ് കമ്പോണൻസ്, റൈറ്റ്, ഡിഫറെന്റ് റെപ്രസെന്റേഷൻസ്. ഇനി ആക്ച്വലി എനിക്ക് ഓർത്തോഗണൽ ബേസിസ് തന്നെ വേണമെന്ന് പോലും ഇല്ല. റൈറ്റ്, എനിക്ക് കുറച്ചും കൂടെ ജനറൽ ആയിട്ട് തിങ്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് സപ്പോസ് എൻ്റെ ഒരു വെക്ടർ ഉണ്ട്, ഇതാണ് ഒരു വെക്ടർ. ഈ വെക്ടറിനെ എനിക്ക് റൈറ്റ്, സപ്പോസ് ഈ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ആണ്. ഓക്കെ, നമ്മുടെ ഈ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ആണ് ഐ ഡബിൾ ഡാഷ്, ആൻഡ് ഈ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ആണ് ജെ ഡബിൾ ഡാഷ്. ഇവിടെ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. ഞാൻ രണ്ട് ബേസിസ് വെക്ടേഴ്സ് ഡിഫൈൻ ചെയ്തേക്കുക. ഈ രണ്ട് ബേസിസ് വെക്ടേഴ്സും പെർപെൻഡിക്കുലറും അല്ല ആൻഡ് മാഗ്നിറ്റ്യൂഡ് 1 അല്ല. പക്ഷെ എനിക്ക് ഈ രണ്ട് ബേസിസ് വെക്ടറിന്റെ ടേംസിൽ എനിക്ക് ഈ വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെയാ? ഓക്കെ, നമുക്കറിയാം പാരലോഗ്രാം ലോ അനുസരിച്ച്. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുക. ഞാനൊരു പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുക. റൈറ്റ്, ഓക്കെ, എനിക്ക് എന്തായാലും എഴുതാം ദിസ് വെക്ടർ ഈക്വൽ ടു ദിസ് വെക്ടർ പ്ലസ് ദിസ് വെക്ടർ. ഓക്കെ, റൈറ്റ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ ഈ വെക്ടർ പ്ലസ് ഈ വെക്ടർ, പാരലോഗ്രാം ലോ അനുസരിച്ചാലും ട്രയാങ്കുലർ ലോ അനുസരിച്ചാണെങ്കിലും. ഓക്കെ, റൈറ്റ്, ഈ വെക്ടർ പ്ലസ് ഈ വെക്ടർ ആണ് ബേസിക്കലി ഈ വെക്ടർ. ഓക്കെ, ഇനി എന്താ ഈ വെക്ടർ? ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി, അതായത് ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഓക്കെ സം നമ്പർ ഹാഷ്. ഓക്കെ, സം നമ്പർ ഹാഷ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാ ഈ ലെങ്ത് ആണ് ടൈംസ് ഐ ഡാഷ്, ഐ ഡബിൾ ഡാഷ് പ്ലസ് ഈ വെക്ടർ, അതായത് ഈ വെക്ടർ. ഓക്കെ, ഈ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എക്സാക്ട്ലി ജെ ഡാഷ് അല്ല, സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. സോ അതിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ ഞാൻ സ്റ്റാർ എന്ന് വിളിക്കുക. സ്റ്റാർ ജെ ഡാഷ്. ഓക്കെ, ജെ ഡബിൾ ഡാഷ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഇവിടെ ഈ രണ്ട് ബേസിസ് വെക്ടേഴ്സും പെർപെൻഡിക്കുലറും അല്ല ആൻഡ് മാഗ്നിറ്റ്യൂഡ് 1 അല്ല, എന്നാലും നമുക്ക് അതിനെ ബേസിസ് വെക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ എന്റെ കമ്പോണൻസ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, റൈറ്റ്, ആക്ച്വലി ഇത്തരം ബേസിസ് വെക്ടേഴ്സിൽ വർക്ക് ചെയ്യാൻ മുമ്പത്തെ ബേസിസ് വെക്ടേഴ്സിന്റെ അത്ര ഈസി അല്ല. നമുക്കത് മനസ്സിലാവും എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകുമ്പോൾ. എസ്പെഷ്യലി നമ്മുടെ ബേസിസ് വെക്ടേഴ്സ് ഓർത്തോ നോർമൽ ബേസിസ് ആണെങ്കിൽ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും നമ്മൾ അതൊരു ഡീൽ ചെയ്യാൻ. ഓക്കെ, പക്ഷെ എന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു അബ്സ്ട്രാക്ട് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതിന്റെ ഒരു ഡയറക്ഷൻ ഉണ്ട്, അത് ബേസിക്കലി ഒരു ആരോ ആണ്. എനിക്ക് ഡിഫറെന്റ് കോർഡിനേറ്റ് സിസ്റ്റംസ് കൺസിഡർ ചെയ്യാം. ഡിപ്പെൻഡിങ് ഓൺ മൈ ബേസിസ് എനിക്ക് ഡിഫറെന്റ് കമ്പോണൻസ് ആയും കിട്ടുന്നത്. കമ്പോണൻസ് ഡിഫറെന്റ് ആണെങ്കിൽ ഫോർ സെയിം വെക്ടർ ഡിഫറെന്റ് കമ്പോണൻസ് ആണെങ്കിൽ അവരുടെ ആ ഓരോ പെയർ ഓഫ് കമ്പോണൻസും ആക്ച്വലി റെപ്രസെന്റ് ചെയ്യുന്നത് ഡിഫറെന്റ് കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള, അതായത് ഡിഫറെന്റ് ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെയിം വെക്ടറിന്റെ റെപ്രസെന്റേഷൻസ് ആണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ആലോചിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം, സപ്പോസ് ഇപ്പൊ എൻ്റെ ഒരു വെക്ടർ ഉണ്ട്, വെക്ടർ എ. ഈ വെക്ടറിന്റെ കമ്പോണൻസ് ആണ് AXI AYJ പ്ലസ് AZK. റൈറ്റ്, ഇപ്പൊ എനിക്ക് എന്തായാലും മനസ്സിലായി ഇതിന്റെ ഈ കമ്പോണൻസിന്റെ ബേസിസ് വെക്ടേഴ്സ് മാറ്റുന്നതിനനുസരിച്ച് മാറും. അതായത് ഒരേ വെക്ടറിന്റെ കമ്പോണൻസ് ഡിഫറെന്റ് ബേസിസ് വെക്ടേഴ്സിൽ ഡിഫറെന്റ് ആയിരിക്കും. എങ്കിലും എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഞാൻ എന്റെ ബേസിസ് വെക്ടേഴ്സ് മാറ്റുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഞാൻ എന്റെ കോർഡിനേറ്റ് സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഒരു വെക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മാറാത്ത നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമുക്ക് അങ്ങനെ തിങ്ക് ചെയ്യാലോ. ബിക്കോസ് ഇതെല്ലാം ഒരു വെക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സ് ആണ്. റൈറ്റ്, ഓക്കെ, എന്റെ കോർഡിനേറ്റ് സിസ്റ്റം മാറ്റുന്നതിനനുസരിച്ച് ഈ നമ്പേഴ്സ് മാറും. എങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഞാനൊരു വെക്ടർ കൺസിഡർ ചെയ്താൽ ഓക്കെ ആ വെക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഏതൊക്കെ നമ്പേഴ്സ് ആണ് ഞാൻ എന്റെ കോർഡിനേറ്റ് സിസ്റ്റം മാറ്റിയാലും മാറാത്തത്? ഓക്കെ, റൈറ്റ്, വൺ ഒബ്വിയസ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞാൽ വെക്ടറിന്റെ ലെങ്ത്. ഓക്കെ, വെക്ടറിന്റെ ലെങ്ത് ആക്ച്വലി ഞാനിപ്പോ ഈ ഫസ്റ്റ്
ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് ഞാൻ നോക്കിയാലും എന്റെ കോർഡിനേറ്റ് സിസ്റ്റം ചെയ്താലും ചേഞ്ച് ചെയ്താലും വെക്ടറിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ വെക്ടറിന്റെ ലെങ്ത് തന്നെയാണ്. അതായത് ഞാൻ ഇങ്ങനെ നോക്കിയാലും ഞാൻ കുറച്ച് ചരിഞ്ഞ് നോക്കിയാലും ഒരു ലൈൻ്റെ ലെങ്ത് തന്നെയാണല്ലോ, റൈറ്റ്? സോ അതൊരു അബ്സല്യൂട്ട് ഫാക്ട് ആണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം, ഓക്കെ, ഒരു വെക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നമ്പർ, ഓക്കെ, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ, അതൊരു ഇൻവേരിയന്റ് ക്വാണ്ടിറ്റി ആണ്. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല? എന്റെ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല, റൈറ്റ്? ഓക്കെ, റൈറ്റ്. ഇനി എനിക്ക് പറയാം, സപ്പോസ് എൻ്റെ രണ്ട് വെക്ടേഴ്സ് ഉണ്ടെന്ന് വെച്ചു, ഇതൊരു വെക്ടറാണ്, ഇത് വേറൊരു വെക്ടറാണ്. ഈ രണ്ട് വെക്ടേഴ്സിനോടുള്ള ആംഗിൾ അത് എന്റെ കോർഡിനേറ്റ് സിസ്റ്റം പറഞ്ഞതനുസരിച്ച് മാറാൻ പാടില്ല, ഓക്കെ, ബിക്കോസ് അതെല്ലാം അബ്സല്യൂട്ട് ട്രൂത്ത് ആണ് ഒരു തരത്തില്, റൈറ്റ്? ഞാൻ എന്റെ ഏത് കോർഡിനേറ്റ് സിസ്റ്റം എടുത്താലും രണ്ട് വെക്ടേഴ്സിനോടുള്ള ആംഗിൾ തന്നെ, അത് ഡിഫറൻറ്റ് ആവാൻ പാടില്ല. സോ എനിക്ക് മനസ്സിലായി ആംഗിൾ, ഓക്കെ. സോ ഈ പാരാമീറ്റേഴ്സ് എല്ലാം ബേസിക്കലി ഒരു വെക്ടർ എന്ന് പറയുന്ന അബ്സ്ട്രാക്ട് ഒബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചില ഇൻട്രിൻസിക് ആയിട്ടുള്ള ചില ക്വാണ്ടിറ്റീസ് ആണ്, ഓക്കെ. അവരെന്തായാലും നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം അനുസരിച്ച് മാറും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഓക്കെ, റൈറ്റ്? നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താണ് വെക്ടേഴ്സ്, എന്താണ് സ്കെയിലേഴ്സ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും, ഓക്കെ. പ്രോബബ്ലി അത് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും, ഓക്കെ. സോ അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ആക്ച്വലി സ്കെയിലേഴ്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ബേസിക്കലി സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കോർഡിനേറ്റ് സിസ്റ്റം മാറിയാലും മാറാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ ഇൻറ്റ്യൂഷൻ വെച്ച് തിങ്ക് ചെയ്യാം. നമുക്കറിയാം മാസ് ഒരു സ്കെയിലർ ആണ്. ഒന്നാലോചിച്ചോക്കെ, ഞാൻ എന്റെ കോർഡിനേറ്റ് സിസ്റ്റം മാറിയെന്ന് പറഞ്ഞിട്ട് ഒരു സാധനത്തിന്റെ മാസ് മാറാൻ പാടില്ല, റൈറ്റ്? ഓക്കെ. ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്, ഞാൻ എന്റെ കോർഡിനേറ്റ് സിസ്റ്റം മാറ്റിയാലും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ആണ്. ബിക്കോസ് ഞാൻ ഒരു നൂല് ഒരു പോയിന്റ് മറ്റേ പോയിന്റ് ഇട്ട് ആ നൂലിന്റെ ലെങ്ത് ആണ് ബേസിക്കലി, അതെനിക്ക് മെഷർ ചെയ്യാം. അതിന്റെ കോർഡിനേറ്റ് സിസ്റ്റം മാറിയെന്ന് പറഞ്ഞിട്ട് മാറാൻ പാടില്ല, ഓക്കെ, റൈറ്റ്? സോ നമുക്കപ്പോൾ എന്താ സ്കെയിലേഴ്സ് എന്ന് മനസ്സിലായി, ഓക്കെ. സ്കെയിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കോർഡിനേറ്റ് സിസ്റ്റം ചേഞ്ച് ചെയ്താലും ചേഞ്ച് ചെയ്യാതിരിക്കുന്ന ചില നമ്പേഴ്സ് ആണ് ബേസിക്കലി സ്കെയിലേഴ്സ്. ഇതിന്റെ കറക്റ്റ് മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ഒക്കെ നമ്മൾ പ്രോബബ്ലി നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഓക്കെ, റൈറ്റ്? അപ്പോൾ നമുക്കെങ്കിൽ അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ, അതായത് സ്കെയിലേഴ്സ് അസോസിയേറ്റഡ് വിത്ത് എ വെക്ടർ, ഓക്കെ. അപ്പോൾ അതാണ് നമുക്ക് ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത്. സോ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ഇൻട്രസ്റ്റിംഗ് ഉള്ള റിസൾട്ട് ഫോം ചെയ്യണം. സോ അതിനായിട്ട്, റൈറ്റ്, സപ്പോസ് എന്റെ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ഇതാണ് വെക്ടർ എ ആൻഡ് ഇതാണ് വെക്ടർ ബി. ആൻഡ് നമ്മുടെ ഈ രണ്ട് വെക്ടേഴ്സിന്റെ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റയാണ്, ഓക്കെ, റൈറ്റ്? ആൻഡ് ഈ രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇതാ, ഓക്കെ, റൈറ്റ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി വെക്ടർ എ പ്ലസ് ബി ആണ്. ഇതാണ് വെക്ടർ എ പ്ലസ് ബി, റൈറ്റ്? എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് എനിക്ക് വെക്ടർ എ അറിയാം, വെക്ടർ ബി അറിയാം, അതിന്റെ മാഗ്നിറ്റ്യൂഡ്സ് അറിയാം, അതിന്റെ ഇവർക്കിടയ്ക്കുള്ള ആംഗിൾ അറിയാം. എങ്കിൽ നമുക്ക് എന്തായാലും അറിയാം മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി, അതായത് ഈ വെക്ടറിന്റെ ലെങ്ത് ഫിക്സഡ് ആണ്. സോ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഓക്കെ, സിമ്പിൾ. നമുക്ക് എന്തായാലും ആലോചിക്കാം. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി, ഓക്കെ. നമുക്ക് ആ ലെങ്ത് വേണ്ടത്. സോ നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന്. കുറെ സ്ട്രാറ്റജീസ് ഉണ്ട്, ഓക്കെ. സോ നമുക്ക് അങ്ങോട്ട് കുറച്ചുകൂടി യൂസ്ഫുൾ ആവുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ പറയാൻ പോകുന്നത്, റൈറ്റ്? അതായത് സപ്പോസ് ഇതാണ് നമ്മുടെ വെക്ടർ ബി, റൈറ്റ്? എനിക്ക് ഈ വെക്ടർ ബിനെ എന്തായാലും എനിക്ക് എങ്ങനെ എഴുതാം? ദേ ഈ വെക്ടർ പ്ലസ് ഈ വെക്ടർ എന്നെനിക്ക് എഴുതാം. രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഞാൻ ഈ വെക്ടർ ബിനെ ഈ രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കിടക്കുന്ന സാധനത്തിന് എനിക്ക് കംപ്ലീറ്റ്ലി മറന്നു കളയാം. ബിക്കോസ് ഇതിനകത്തുള്ള എല്ലാ ഇൻഫർമേഷനും ഈ രണ്ട് സാധനത്തിനകത്തുണ്ട്, റൈറ്റ്? ഞാൻ എന്തിനാ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഞാൻ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്കിൽ എന്റെ ഈ ഡയറക്ഷനുള്ള ടോട്ടൽ വെക്ടർ എന്ന് പറഞ്ഞാൽ ഈ വെക്ടർ എയും ആൻഡ് ഈ വെക്ടർ ബിക്ക് ഈ ഡയറക്ഷണൽ കമ്പോണന്റ് ഇല്ലേ, അതിന്റെ രണ്ടിന്റെ സമ്മായിരിക്കും ഇത്. ആൻഡ് ഈ ഡയറക്ഷനിൽ എനിക്ക് വെക്ടർ കിട്ടി. ഈ രണ്ട് വെക്ടേഴ്സും ആക്ച്വലി പെർപെൻഡിക്കുലർ ആണ്. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവർക്കിടയ്ക്കുള്ള മാഗ്നിറ്റ്യൂഡ് ഓടിക്കാൻ ഈസിയാണ്. നമുക്ക് മനസ്സിലാവും, ജസ്റ്റ് പൈതഗോറസ് തിയറം മാത്രമേ ഉള്ളൂ, റൈറ്റ്? ഓക്കെ. സോ നമ്മുടെ ഈ ആംഗിളിന്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ പ്രോബ്ലത്തിൽ നിന്ന് പോകും, ഓക്കെ. സോ അപ്പൊ നമുക്ക് ആദ്യം ഈ വെക്ടർ ബിയുടെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് എന്താ നോക്കാം, ഓക്കെ. അതറിയാനായിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് ഡ്രോ ചെയ്ത് നോക്കാം. ഇതാണ് വെക്ടർ ബി, റൈറ്റ്? ഇതാണ് നമ്മുടെ ലൈൻ, ഈ ആംഗിൾ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്ത് എനിക്ക് എന്തായാലും അറിയാൻ പറ്റും ഇതാണ് വെക്ടർ ബി എങ്കിൽ, ഓക്കെ, ഇത് ഇതിന്റെ അഡ്ജസന്റ് സൈഡ് ആണ്. അഡ്ജസന്റ് സൈഡ് ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് ഇൻറ്റു കോസ് തീറ്റ, ഓക്കെ. ഇത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് ഇൻറ്റു സൈൻ തീറ്റ, ഓക്കെ, റൈറ്റ്? സോ എനിക്കിപ്പോ കിട്ടിയ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട്, അതായത് എന്റെ ഒരു വെക്ടർ ബി ഉണ്ട്. ആ വെക്ടർ ബി ആയിട്ട് ഈ ലൈൻ മേക്ക് ചെയ്ത് പോകുന്ന ആംഗിൾ തീറ്റയാണ്. എങ്കിൽ വെക്ടർ ബിയുടെ ആ ലൈനിൽ കൂടെയുള്ള കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ബി കോസ് തീറ്റയാണ്, റൈറ്റ്? ഞാനിപ്പോ ഈ പ്രൂഫ് പറഞ്ഞപ്പോൾ ഇത് എക്സ് ആക്സസ് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തിട്ടില്ല. അതായത് ഞാൻ ഇൻ ജനറലി ഞാൻ ആക്ച്വലി സംസാരിച്ചത്. അതായത് ഫോർ എക്സാമ്പിൾ സപ്പോസ് ഇതാണ് എന്റെ വെക്ടർ ബി, ഓക്കെ. ആൻഡ് ഇതൊരു ആർബിറ്ററി ലൈനാണ്. എനിക്കറിയേണ്ടത് ഈ വെക്ടർ ബിയുടെ, അതായത് ഈ ആർബിട്രറി ലൈനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ എനിക്കറിയേണ്ടത് ആ വെക്ടർ ബിയുടെ ആ ലൈനിൽ കൂടെയുള്ള കമ്പോണന്റ് അറിയണം. അതായത് എനിക്കിത് ഈ ലെങ്ത് അറിയണം, പെർപെൻഡിക്കുലർ ഈ ലെങ്ത്, റൈറ്റ്? ഈ ലെങ്ത് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? വെക്ടർ ബി ടൈംസ് കോസ് തീറ്റ, അതാണ് ആക്ച്വലി ആ ലെങ്ത്, ഓക്കെ. സോ എനിക്ക് വേറെ റിസൾട്ടും കിട്ടി. എൻ്റെ ഒരു വെക്ടർ ഉണ്ട്, എൻ്റെ ഒരു ആർബിട്രറി ലൈൻ ഉണ്ട്, ഇവർക്കിടയ്ക്കുള്ള ആംഗിൾ തീറ്റ. എങ്കിൽ ആ വെക്ടറിന്റെ ആ ഡയറക്ഷനിലെ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ബി കോസ് തീറ്റ, ഓക്കെ. എങ്കിൽ നമുക്ക് വെറുതെ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കാം, ഓക്കെ, റൈറ്റ്? സപ്പോസ്
ഇതൊരു ആർബിറ്ററി ലൈനാണ്. ഓക്കെ, ഈ വെക്ടർ ബിയുടെ ഈ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞ സെയിം റൂൾ അനുസരിച്ച് വെക്ടർ ബി ടൈംസ് കോസ് ഓഫ് ദിസ് ആംഗിൾ, റൈറ്റ്? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. വെക്ടർ ബി ടൈംസ് കോസ് ഓഫ് ദിസ് ആംഗിൾ. ഓക്കെ, ആ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 മൈനസ് തീറ്റയാണ്. റൈറ്റ്, ഇനി നമുക്ക് ഓൾറെഡി അറിയാം കോസ് 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയാണ്, എന്ന് വെച്ചാൽ ബേസിക്കലി ബി സൈൻ തീറ്റയാണ്. അതാണ് ഈ കിടക്കുന്നത്. സോ നമ്മൾ വെരിഫൈ ചെയ്തു. ഓക്കെ, റൈറ്റ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതാണ് വെക്ടർ ബി എങ്കിൽ വെക്ടർ ബിയുടെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ബി കോസ് തീറ്റയാണ്. ആൻഡ് ഈ കമ്പോണന്റ്, അതായത് ഈ കമ്പോണന്റ് അതെന്ന് പറഞ്ഞാൽ ബി സൈൻ തീറ്റയാണ്. അതായത് ബി കോസ് തീറ്റയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ബി സൈൻ തീറ്റയാണ്. ഓക്കെ, റൈറ്റ്. അപ്പൊ എന്തായാലും എനിക്ക് ഈ ഡയഗ്രത്തിനെ എനിക്ക് ഇക്വലന്റ്ലി എനിക്ക് റീഡ്രോ ചെയ്യാം. എങ്ങനെ? എനിക്ക് പറയാം, ഈ ഫിഗർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇപ്പോ ഇതാണ്. ഓക്കെ, അതായത് ഇവിടെ എ ഉണ്ട് ആൻഡ് ഈ വെക്ടർ ബിയുടെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് ഇവിടെ വരും. എന്ന് വെച്ചാൽ ഇവിടെയുള്ള ടോട്ടൽ വെക്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എ പ്ലസ് ബി കോസ് തീറ്റയാണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ടോട്ടൽ വെക്ടർ. റൈറ്റ്, ഇവിടുത്തെ ടോട്ടൽ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സൈൻ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ രണ്ട് വെക്ടറിന്റെയും റിസൾട്ടന്റ് ആണ് ബേസിക്കലി ഈ രണ്ട് വെക്ടറിന്റെയും റിസൾട്ടന്റ്, അതായത് ഈ സാധനത്തിന്റെ ആ സാധനം, അതായത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് അത് തന്നെയാണ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ ഈ രണ്ട് സാധനത്തിന്റെ റിസൾട്ട് എങ്ങനെ കണ്ടുപിടിക്കും? ജസ്റ്റ് ഇവിടെ പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്ത് നോക്കുക. പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇതാണ് റിസൾട്ടന്റ്. ഓക്കെ, റൈറ്റ്. ആൻഡ് അതെന്ന് പറഞ്ഞാൽ എന്തോ ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ. ഓക്കെ, ബിക്കോസ് നമുക്കിപ്പോ ആംഗിളിന്റെ കോംപ്ലിക്കേഷൻ ഇല്ല, 90 ഡിഗ്രി ആയി. സോ പൈതഗോറസ് തിയറം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം, ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി, ഓക്കെ, അതിന്റെ സ്ക്വയർ ഈക്വൽ ടു, ഓക്കെ, എ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് ബി സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. ഓക്കെ, ഞാൻ അതിനെ സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഒരു എ സ്ക്വയർ ടേം ഉണ്ട് പ്ലസ് ഒരു 2ab ടേം ഉണ്ട്. സോ 2ab കോസ് തീറ്റ പ്ലസ്, ഇനി ജസ്റ്റ് ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ടേം ഉണ്ട്, ഇവിടെ ഒരു ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ടേം ഉണ്ട്. രണ്ടിൽ നിന്ന് എനിക്ക് ബി സ്ക്വയർ കോമൺ എടുക്കാം. ബാക്കി ബ്രാക്കറ്റിനകത്ത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ, പക്ഷെ നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. എന്ന് വെച്ചാൽ ഈ ടേം ജസ്റ്റ് ബി സ്ക്വയർ. ഓക്കെ, എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. റൈറ്റ്. സോ അത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. അതായത് എനിക്കിപ്പോൾ കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാ, എൻ്റെ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, ഇതൊരു വെക്ടർ ആൻഡ് ഇത് വേറൊരു വെക്ടർ എ ബി, അവർക്കിടയ്ക്കുള്ള ആംഗിൾ തീറ്റ. എങ്കിൽ ഈ രണ്ട് വെക്ടറിന്റെയും റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. നമുക്ക് വേണമെങ്കിൽ വെറുതെ ചെക്ക് ചെയ്ത് നോക്കാം ഈ റിസൾട്ട് ട്രൂ ആണോ എന്ന്. സപ്പോസ് എയും ബിയും പെർപെൻഡിക്കുലർ ആണെന്ന് വെച്ചോ, അതായത് എയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവർക്കിടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം, എയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇത് കോസ് 90 എന്ന് പറഞ്ഞാൽ എത്ര? 0. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. പെർഫെക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കേസ് നോക്കാം. സപ്പോസ് എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ 0 ആണ്, എന്ന് വെച്ചാൽ എ ഇങ്ങോട്ടാണ് ആൻഡ് ബിയും ഇങ്ങോട്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ആണ്, ബിക്കോസ് രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. സോ ഞാൻ ഇതിന്റെ ആൻസർ എ പ്ലസ് ബി എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോ എ വെക്ടർ പ്ലസ് ബി വെക്ടർ, ഞാൻ മാഗ്നിറ്റ്യൂഡ് എ പ്ലസ് ബി എന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് കിട്ടുമോ നോക്കാം. സപ്പോസ് ഇവർ രണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അവർക്കിടയ്ക്കുള്ള ആംഗിൾ 0 ആണ്. ആംഗിൾ 0 ആണെങ്കിൽ ഇവിടെ കോസ് 0 വരും. കോസ് 0 വന്നു കഴിഞ്ഞാൽ കോസ് 0 1 ആണ്. എങ്കിൽ ഇത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. എന്ന് വെച്ചാൽ ഈ ഫുൾ ടേം എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആവും. ആൻഡ് ഈ റൂട്ടും കൂടെ വരുമ്പോൾ റൂട്ടും സ്ക്വയറും പോവും. സോ ആൻസർ എ പ്ലസ് ബി നമ്മുടെ എക്സ്പെക്ടേഷൻ ആണ്. റൈറ്റ്. ഇനി സപ്പോസ് ഈ രണ്ട് വെക്ടറും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് വെച്ചോ, അതായത് ഇതാണ് എ ആൻഡ് ഇതാണ് ബി. ഓക്കെ, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവർക്കിടയ്ക്കുള്ള ആംഗിൾ 180 ഡിഗ്രിയാണ്, ബിക്കോസ് ഇങ്ങനെ ഇരിക്കുന്നെങ്കിലാണ് 0 ഡിഗ്രി. റൈറ്റ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരണമെങ്കിൽ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ഇങ്ങനെ വരണം. എന്ന് വെച്ചാൽ ആംഗിൾ 180 ഡിഗ്രി ആവണം. ഓക്കെ, സോ ഞാൻ അവിടെ 180 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ എന്താണ്? എ മൈനസ് ബി ആണ്, ബിക്കോസ് എ ഇങ്ങോട്ടും ബി ഇങ്ങോട്ടും. സോ സബ്ട്രാക്ട് ചെയ്തു പോകും. അതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ. ട്രൂ ആണോ നോക്കാം. തീറ്റ 180 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ കോസ് 180 വരും. കോസ് 180 എന്ന് പറഞ്ഞാൽ ബേസിക്കലി -1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. ഓക്കെ, എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എ മൈനസ് ബി ഹോൾ സ്ക്വയർ. എന്ന് വെച്ചാൽ ഈ ഹോൾ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ വിത്ത് എ റൂട്ട് എന്ന് വെച്ചാൽ എ മൈനസ് ബി. ഓക്കെ, എങ്കിൽ അപ്പൊ ഇപ്പൊ നമുക്ക് മനസ്സിലായി എൻ്റെ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതൊരു വെക്ടറാണ് ആൻഡ് ഇത് വേറൊരു വെക്ടറാണ്. ഇതാണ് എ, ഇതാണ് ബി,
ഇവർക്കിടയ്ക്കുള്ള ആംഗിൾ തീറ്റ. ഓക്കെ, എനിക്ക് ഇപ്പൊ കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വെക്ടറിന്റെയും സം, അതായത് എ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇപ്പൊ എൻ്റെ ഉള്ളത്. എങ്ങനെ എനിക്ക് വേറെ ക്വസ്റ്റൻ ചോദിക്കാം, എനിക്ക് എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് വേണം. എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിൾ, ജസ്റ്റ് ഈ ഫിഗർ അനുസരിച്ച് നോക്കുക എന്താണ് എ മൈനസ് ബി എന്ന്. എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വെക്ടർ എയുടെ കൂടെ മൈനസ് ബി ആഡ് ചെയ്യണം. മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഏതാ? ഇതാ, ബിക്കോസ് ഇതാണ് ബി, സോ ഇതാണ് മൈനസ് ബി. എന്ന് വെച്ചാൽ ഞാൻ ബേസിക്കലി ആവശ്യപ്പെടുന്നത് വെക്ടർ എയുടെയും മൈനസ് ബിയുടെയും സമ്മാണ്. അതാണ് എ മൈനസ് ബി. എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടത് ഓക്കെ, ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. ഇതാണ് എ മൈനസ് ബി. ഓക്കെ, സോ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, ജസ്റ്റ് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. റൈറ്റ്, അതായത് ഓക്കെ, എനിക്ക് ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. എന്ത് വ്യത്യാസമാണ് വരുന്നത്? ഇപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. മുമ്പാണെങ്കിൽ എക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ ഇതാ. ഓക്കെ, പക്ഷെ ഇപ്പൊ ജസ്റ്റ് ആലോചിക്കുക, ഇപ്പൊ നമ്മുടെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, അത് മൈനസ് ബി ആണ്. പക്ഷേ ഇതാണ് വെക്ടർ എ, എന്റെ രണ്ടാമത്തെ വെക്ടർ ഇതാണ്, ആൻഡ് ഇവർക്കിടയ്ക്കുള്ള ആംഗിൾ ഇതാണ്. സോ എ മൈനസ് ബി വേണമെങ്കിൽ ഞാൻ തീറ്റയ്ക്ക് പകരം ഈ ആംഗിൾ കൊടുത്താൽ മതി ഈ ഇക്വേഷനകത്ത്. ഓക്കെ, റൈറ്റ്, ശരി. എങ്കിൽ ഈ ആംഗിൾ എത്രയാ? ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ബിക്കോസ് ഇത് ഇത്രയും 180 ഡിഗ്രിയാ. ഇത് എത്രയാ? തീറ്റ. എന്ന് വെച്ചാൽ ഇവിടെ കോസ് 180 പ്ലസ് തീറ്റ. റൈറ്റ്, അതായത് ഇവിടെ കോസ് 180 പ്ലസ് തീറ്റ. ഇനി ബാക്കി ജസ്റ്റ് ട്രിഗണോമെട്രിയാ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, കോസ് 180 പ്ലസ് തീറ്റ. ഓക്കെ, കോസ് എ പ്ലസ് ബി വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. ഞാൻ എക്സ്പാൻഡ് ചെയ്ത് നോക്കുക, നമുക്ക് ആക്ച്വലി കിട്ടാൻ പോകുന്നത് മൈനസ് കോസ് തീറ്റ എന്നായിരിക്കും. റൈറ്റ്, എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ മൈനസ് 2b കോസ് തീറ്റ. റൈറ്റ്, അത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പഴയ നമ്മുടെ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, സപ്പോസ് എൻ്റെ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. റൈറ്റ്, എനിക്ക് അറിയേണ്ടത് ഈ രണ്ട് വെക്ടേഴ്സും യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന സ്കെയിലേഴ്സ് ഏതൊക്കെയാണെന്നാണ്. എന്താണ് സ്കെയിലേഴ്സ്? ഞാൻ എൻ്റെ കോർഡിനേറ്റ് സിസ്റ്റം ചേഞ്ച് ചെയ്താലും ചേഞ്ച് ചെയ്യാതിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? റൈറ്റ്, ഓക്കെ, ചേഞ്ച് ചെയ്യാതിരിക്കുന്ന നമ്പേഴ്സ്, ഈ രണ്ട് വെക്ടേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എനിക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, റൈറ്റ്, നമുക്ക് ജസ്റ്റ് വെറുതെ നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. റൈറ്റ്, എനിക്ക് എന്തായാലും ഒന്നാമത്തെ കാര്യം എനിക്ക് എന്തറിയാം? മാഗ്നിറ്റ്യൂഡ് ഓഫ്, അതായത് ലെങ്ത് ഓഫ് ഈ ഓരോ വെക്ടറിന്റെയും, അതായത് ലെങ്ത് ഓഫ് എ, അതെന്തായാലും എൻ്റെ കോർഡിനേറ്റ് സിസ്റ്റം മാറുന്നതനുസരിച്ച് മാറത്തില്ല. അടുത്തത് ലെങ്ത് ഓഫ് ബി, അത് മാറില്ല. ഓക്കെ, ഇനി എ പ്ലസ് ബി, ഈ രണ്ട് വെക്ടറും ആഡ് ചെയ്ത് ഞാൻ ഉണ്ടാക്കുന്ന വെക്ടർ, അതിന്റെ ലെങ്ത് മാറില്ല, ബിക്കോസ് അതൊരു വെക്ടറിന്റെ ലെങ്ത് ആണ്. എ മൈനസ് ബി, അതിന്റെ മാറത്തില്ല. 2a പ്ലസ് 5b, ഓക്കെ, ഞാൻ വെറുതെ എഴുതാം, 2a പ്ലസ് 5b, ഇതൊരു വെക്ടറാണ്, അതിന്റെ ലെങ്ത് ബേസിക്കലി വെക്ടറിന്റെ ലെങ്ത് ആണ്. എന്റെ കോർഡിനേറ്റ് സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് മാറില്ല, കമ്പോണൻസ് ഒക്കെ മാറും, പക്ഷെ കോർഡിനേറ്റ് സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഈ വെക്ടറിന്റെ ലെങ്ത് മാറില്ല. റൈറ്റ്, സോ എനിക്ക് മനസ്സിലായി ഇൻ ജനറൽ ഞാൻ ഒരു വെക്ടർ എഴുതുവാണ്, അതായത് ഈ വെക്ടർ, അതായത് ആൽഫ എ പ്ലസ് ബീറ്റ ബി. ഓക്കെ, ആൽഫയും ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ജനറൽ രണ്ട് റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, റൈറ്റ്, അതായത് ഇൻ ജനറൽ ഞാൻ ഏത് ആൽഫയും ബീറ്റയും ചൂസ് ചെയ്താലും എനിക്ക് ഈ കിട്ടുന്ന വെക്ടർ, റൈറ്റ്, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഫിക്സഡ് ആയിരിക്കും. ആൻഡ് ഇത് ഒരു സ്കെയിലർ ആണ്, ബിക്കോസ് കോർഡിനേറ്റ് സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നതിന് ചേഞ്ച് ചെയ്യില്ല. ആക്ച്വലി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിന്റെ ജനറൽ ഫോമാണ്, ബിക്കോസ് ബീറ്റയുടെ വാല്യൂ 0 ആണെങ്കിൽ എനിക്ക് ഇതായിരിക്കും കിട്ടാൻ പോകുന്നത്. ആൽഫയുടെ വാല്യൂ 0 ആണെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന ഇതായിരിക്കും. ആൽഫയുടെ വാല്യൂ 2ഉം ബീറ്റയുടെ വാല്യൂ 5ഉം ആണെങ്കിൽ എനിക്ക് ഈ വെക്ടർ കിട്ടും. ഓക്കെ, ആൽഫയുടെ വാല്യൂ 1ഉം ബീറ്റയുടെ വാല്യൂ -1 ആണെങ്കിൽ എനിക്ക് എ മൈനസ് ബി കിട്ടും, രണ്ടും പ്ലസ് ആണെങ്കിൽ എനിക്ക് എ പ്ലസ് ബി കിട്ടും. ഓക്കെ, സോ അപ്പൊ ഇതാണ് രണ്ട് വെക്ടർ യൂസ് ചെയ്ത് എനിക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന മോസ്റ്റ് ജനറൽ ആയിട്ടുള്ള സ്കെയിലർ. ഓക്കെ, എങ്കിൽ നമുക്ക് തിങ്ക് ചെയ്യാം, ഈ ഫോമിലുള്ള സ്കെയിലേഴ്സ് മാത്രമേ ഉള്ളൂ? അതായത് എനിക്ക് രണ്ട് വെക്ടർ വെച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന സ്കെയിലേഴ്സിന്റെ മോസ്റ്റ് ജനറൽ ഫോം ഇതാണോ? ഈ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത വേറെ ഏതെങ്കിലും സ്കെയിലേഴ്സ് ഉണ്ടോ? ഓക്കെ, രണ്ട് വെക്ടേഴ്സ് വെച്ച് എനിക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ഉണ്ടെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് ആവും. ഓക്കെ, നമുക്ക് വെറുതെ ജസ്റ്റ് ആലോചിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം ഇതാണ് വെക്ടർ എ, ഇതാണ് വെക്ടർ ബി. റൈറ്റ്, ഈ രണ്ട് വെക്ടറിന്റെയും റിസൾട്ട് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഏതാണ്?
ഇതാണ്. ഓക്കെ, അതാണ് ആക്ച്വലി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി അതിന്റെ ലെങ്ത്. നമുക്ക് ഓൾറെഡി അറിയാം മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു റൂട്ട് എ സ്ക്വയർ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ പ്ലസ് 2 മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കോസ് തീറ്റ. റൈറ്റ്, തീറ്റ എന്ന് പറഞ്ഞാൽ ഇവർക്കിടയ്ക്കുള്ള ആംഗിൾ ആണ്. ഇനി ജസ്റ്റ് ഒന്ന് നോക്കുക, നമുക്ക് എന്തായാലും അറിയാം ഞാൻ ഈ രണ്ട് വെക്ടേഴ്സ് കൺസിഡർ ചെയ്താൽ എ സ്ക്വയർ അതൊരു സ്കെയിലർ ആണ്, ബി സ്ക്വയർ അതൊരു സ്കെയിലർ ആണ് ബിക്കോസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി അതും ഒരു സ്കെയിലർ ആണ്. സോ ഈ നമ്പർ കോർഡിനേറ്റ് സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല, ഈ നമ്പർ കോർഡിനേറ്റ് സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല, ഈ നമ്പറും കോർഡിനേറ്റ് സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല, എങ്കിൽ ഈ കിടക്കുന്ന നമ്പറും കോർഡിനേറ്റ് സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യരുത്. ഓക്കെ, റൈറ്റ്. സോ ഞാൻ പുതിയൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ഞാൻ കണ്ടെത്തി. ഓക്കെ, എന്തായാലും നമുക്കൊരു കാര്യം അറിയാം, ഇതിന് എന്തായാലും ഈ ഫോമിൽ എഴുതാൻ പറ്റില്ല. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി നമ്മൾ കണ്ടെത്തിയ പുതിയൊരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ് രണ്ട് വെക്ടേഴ്സ് യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ടൈംസ് കോസ് തീറ്റ. ഓക്കെ, റൈറ്റ്. ഞാൻ ഇതിനെ സിംബോളിക്കലി ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, എ ഡോട്ട് ബി, ബിക്കോസ് ഇത് രണ്ട് വെക്ടർ യൂസ് ചെയ്ത് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കെയിലർ ആയിരുന്നു ആൻഡ് അത്ര ഒബ്വിയസ് അല്ലാത്തൊരു സ്കെയിലറാണ്. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി രണ്ട് വെക്ടർ യൂസ് ചെയ്ത് എനിക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കെയിലറാണ്. ആ രണ്ട് വെക്ടേഴ്സിന്റെയും ഡോട്ട് പ്രോഡക്റ്റ്, നമ്മൾ ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫസ്റ്റ് വെക്ടർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് സെക്കൻഡ് വെക്ടർ ഇൻറ്റു കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പറയാം, ഓക്കെ, ഈ ഡിസ്ക്രിപ്ഷൻ എനിക്ക് യൂസ് ചെയ്യണമെങ്കിൽ ആക്ച്വലി വെക്ടർ എനിക്ക് ആരോയുടെ സ്ട്രക്ചർ കിട്ടണം, റൈറ്റ്. കാര്യം എങ്കിൽ മാത്രമേ എനിക്ക് ലെങ്ത് ഓഫ് എ ലെങ്ത് ഓഫ് ബി ടൈംസ് ആംഗിൾ ബിറ്റ്വീൻ ദം എന്ന് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് വേറെ പ്രശ്നം എത്തിക്കാം, സപ്പോസ് എന്റെ വെക്ടേഴ്സ് കമ്പോണന്റ് ഫോമിലാണ് ഉള്ളത്, അതായത് സപ്പോസ് എന്റെ വെക്ടർ എ എന്ന് പറയുന്നത് എ എക്സ് ഐ പ്ലസ് എ വൈ ജെ ആൻഡ് വെക്ടർ ബി എന്ന് പറയുന്നത് ബി എക്സ് ഐ പ്ലസ് ബി വൈ ജെ, ഈ ഫോമിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും, അതായത് ഇവർക്കിടയ്ക്കുള്ള അതായത് ഈ ഡെഫിനേഷൻ ഇക്വലന്റ് ആയിട്ടുള്ള കമ്പോണന്റ് വേർഷൻ എങ്ങനെ കണ്ടെത്തും? ഓക്കെ, നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. സപ്പോസ് എന്റെ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, ഇതാണ് നമ്മുടെ വെക്ടർ എ. ഓക്കെ, ഇതാണ് വെക്ടർ എ ആൻഡ് ഇതാണ് വെക്ടർ ബി. ഓക്കെ, ആൻഡ് വെക്ടർ എക്കും നമ്മുടെ എക്സ് ആക്സിനോടൊക്കെയുള്ള ആംഗിൾ ആണ് ആൽഫ, വെക്ടർ ബിക്കും നമ്മുടെ എക്സ് ആക്സിനോടൊക്കെയുള്ള ആംഗിൾ ആണ് ബീറ്റ, റൈറ്റ്. ആൻഡ് അങ്ങനെയാണെങ്കിൽ വെക്ടർ എക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്, അതാണ് നമ്മുടെ തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ആക്ച്വലി ബീറ്റ മൈനസ് ആൽഫയാണ്. എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് എ ഡോട്ട് ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കോസ് തീറ്റ. കോസ് തീറ്റ എന്നാൽ നമ്മുടെ ഈ കോണ്ടെക്സ്റ്റിൽ ബീറ്റ മൈനസ് ആൽഫയാണ്. ഓക്കെ, റൈറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാം, ഓക്കെ, ഞാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് എനെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിനെ ജസ്റ്റ് എ ബി എന്ന് എഴുതാം. ഇനി തൊട്ട് എ ബി കോസ് ബീറ്റ മൈനസ് ആൽഫ കോസ് എ മൈനസ് ബിയുടെ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ കോസ് ബീറ്റ കോസ് ആൽഫ പ്ലസ് സൈൻ ബീറ്റ സൈൻ ആൽഫ. ഓക്കെ, റൈറ്റ്. ഇനി ഞാൻ ഇന്ന് സ്ലൈറ്റ്ലി ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോകണം. എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഓക്കെ, എനിക്ക് ബി കോസ് ബീറ്റ എ കോസ് ആൽഫ എനിക്ക് അങ്ങനെ എഴുതാമല്ലോ അകത്തോട്ട് കയറ്റുമ്പോൾ, റൈറ്റ്. അല്ലെങ്കിൽ എനിക്ക് അടുത്ത സ്ഥാനത്തിന് എനിക്ക് ഓക്കെ ബി സൈൻ ബീറ്റ എ സൈൻ ആൽഫ, റൈറ്റ്. ഓക്കെ, ഇനി എന്തുവാ ഇത്? ജസ്റ്റ് നമ്മുടെ ഫിഗർ നോക്കുക. എന്താ ബി കോസ് ബീറ്റ? ഇതാണ് ബി. ബി കോസ് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെക്ടറിന്റെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ്, ബിക്കോസ് ഈ ആംഗിൾ ആണ് ബീറ്റ, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് എന്നാൽ ബി കോസ് ബീറ്റ, റൈറ്റ്. അപ്പൊ ഈ വെക്ടർ ബിയുടെ എക്സ് ഡയറക്ഷനിലെ കമ്പോണന്റിനാണ് നമ്മൾ ബി എക്സ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. സോ എന്ന് വെച്ചാൽ ഈ സാധനം ബി എക്സ് ആണ്. ഇനി എ കോസ് ആൽഫയോ? എ കോസ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എ എക്സ് ആക്സിന് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ. എങ്കിൽ എ കോസ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ എയുടെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ്. ഓക്കെ, സോ എ കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എ എക്സ് ആണ്. എങ്കിൽ എനിക്ക് എഴുതാം ഈ എൻറ്റയർ സാധനം എന്ന് പറഞ്ഞാൽ എ എക്സ് ബി എക്സ് പ്ലസ് ആൻഡ് ബി സൈൻ ബീറ്റ, ഇതാണ് ബി. ബിയുടെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് വെർട്ടിക്കൽ കമ്പോണന്റ് അതാണ് ആക്ച്വലി ബി സൈൻ ബീറ്റ, ബിക്കോസ് ബി എക്സ് ആക്സിന് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ ബീറ്റ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സാധനം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ബി വൈ ആണ്. ഓക്കെ, സിമിലർലി എ സൈൻ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബേസിക്കലി എയുടെ വൈ കമ്പോണന്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എ വൈ ആണ്. സോ ഇത് എ വൈ ബി വൈ. സോ എ വൈ ബി വൈ. ഓക്കെ, അപ്പൊ നമുക്ക് പിക്ചർ മനസ്സിലായി. സപ്പോസ് എൻ്റെ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, ആ രണ്ട് വെക്ടേഴ്സ് കമ്പോണന്റ് ഫോമിൽ തരുവാണെങ്കിൽ അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഡോട്ട് പ്രോഡക്റ്റിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? കറസ്പോണ്ടിങ് കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുക. റൈറ്റ്, അതായത് എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ. ഇനി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് 3 ഡയമെൻഷനിൽ ആണെങ്കിൽ ഇവിടെ എന്ത് വ്യത്യാസമായിരിക്കും വരുന്നത്? ഇവിടെ എക്സ്ട്രാ ഒരു എ ഇസഡ് കെ വരും, ഇവിടെ എക്സ്ട്രാ ഒരു ബി ഇസഡ് കെ വരും. എങ്കിൽ ഇവിടെ എക്സ്ട്രാ വരാൻ പോകുന്ന ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇസഡ് ബി ഇസഡ് ഇതായിരിക്കും. ഓക്കെ, സോ ഇപ്പൊ എൻ്റെ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ആ രണ്ട് വെക്ടേഴ്സ് യൂസ് ചെയ്ത് എനിക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന പുതിയ ഒരു ഫാൻസി ആയിട്ടുള്ള ഒരു സ്കെയിലർ ഞാൻ ഇൻവെന്റ് ചെയ്തു. അതാണ് ബേസിക്കലി എ ബി കോസ് തീറ്റ. റൈറ്റ്, അതിന്റെ കമ്പോണന്റ് ഫോം ഞാൻ ഉണ്ടാക്കി. ഓക്കെ, ഇനി എനിക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഈ സ്കെയിലർ മാത്രമേ ഉള്ളൂ, എനിക്ക് ഇനിയും ഫാൻസി ആയിട്ടുള്ള എന്തെങ്കിലും സ്കെയിലേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഞാനൊന്ന് തിങ്ക് ചെയ്താൽ മനസ്സിലാവും പറ്റും. ഓക്കെ, ജസ്റ്റ് വെറുതെ ഒന്ന് തിങ്ക് ചെയ്യുക. റൈറ്റ്, അതായത് സപ്പോസ് ഇതൊരു കോർഡിനേറ്റ് സിസ്റ്റം ആണ്. ഓക്കെ, ആൻഡ് ആക്ച്വലി ഇതാണ് നമ്മുടെ രണ്ട് വെക്ടർ. ഇതാണ് വെക്ടർ എ ആൻഡ് ഇതാണ് വെക്ടർ ബി. ഓക്കെ, ആൻഡ് ഇതാണ് ഇവിടെ കിടക്കുന്ന ആംഗിൾ. ഓക്കെ, ഒന്ന് ആലോചിച്ച് നമുക്ക് എന്തായാലും അറിയാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ മാറില്ല, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി മാറില്ല, ആൻഡ് ഇവർക്കിടക്കുള്ള ആംഗിളും ഞാൻ എന്റെ കോർഡിനേറ്റ് സിസ്റ്റം മാറ്റുന്നതനുസരിച്ച് മാറില്ല. എങ്കിലൊന്ന് ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് നോക്കുക. സപ്പോസ് ഞാൻ ഈ രണ്ട് വെക്ടേഴ്സിനെയും യൂസ് ചെയ്തുകൊണ്ട് ഞാനൊരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുകയാണ്. ഓക്കെ, സപ്പോസ് ഇതൊരു പാരലോഗ്രാം ആണ്. ഓക്കെ, റൈറ്റ്, ഈ പാരലോഗ്രത്തിന്റെ ഏരിയ അതും എന്റെ കോർഡിനേറ്റ് സിസ്റ്റം മാറുന്നതനുസരിച്ച് മാറില്ലല്ലോ. റൈറ്റ്, ബിക്കോസ് എന്റെ കോർഡിനേറ്റ് സിസ്റ്റം മാറുന്നതിനനുസരിച്ച് രണ്ട് വെക്ടേഴ്സിന്റെ ലെങ്ത്തും മാറില്ല, ആൻഡ് അവർക്കിടക്കുള്ള ആംഗിളും മാറില്ല. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഫിക്സഡ് ആണെങ്കിൽ, അതായത് ഈ 3 ക്വാണ്ടിറ്റിയും ഫിക്സഡ് ആണെങ്കിൽ അത് ഫോം ചെയ്യുന്ന പാരലോഗ്രാത്തിന്റെ ഏരിയയും ഫിക്സഡ് ആയിരിക്കും. എങ്കിൽ നമുക്ക് പറയാം ഈ പാരലോഗ്രാത്തിന്റെ ഏരിയയും എന്റെ കോർഡിനേറ്റ് സിസ്റ്റം മാറുന്നതനുസരിച്ച് മാറില്ല. സോ അതും ഒരു സ്കെയിലർ ആണ്. ഓക്കെ, റൈറ്റ്, സോ നമുക്ക് അതിന് എക്സ്പ്രഷൻ എഴുതാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ പാരലോഗ്രാത്തിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും പറയാം ഒരു പാരലോഗ്രാത്തിന്റെ ഏരിയ ഓൾറെഡി നമുക്ക് ആ റിസൾട്ട് അറിയാം. ഒരു പാരലോഗ്രാത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബേസിന്റെ ലെങ്ത് ഇൻറ്റു അതിന്റെ ഹൈറ്റ് ആണ്. ഓക്കെ, അതായത് ഞാൻ എന്ത് ചെയ്താൽ മതി? ഞാൻ ഈ എയുടെ കൂടെ ഞാൻ ഈ ലെങ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, റൈറ്റ്, ഇനി ആ ലെങ്ത് അങ്ങനെ കണ്ടുപിടിക്കും? ഈസി, ബിക്കോസ് ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണത്. ഓപ്പോസിറ്റ് സൈഡ് ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് ഇൻറ്റു സൈൻ തീറ്റ. സോ ഇത് ബി സൈൻ തീറ്റ. എങ്കിൽ ആ പാരലോഗ്രാത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എ ടൈംസ് ബി സൈൻ തീറ്റ. സോ ഞാൻ പുതിയൊരു സ്കെയിലർ കണ്ടുപിടിച്ചു. റൈറ്റ്, അതായത് എന്റെ ന്യൂ സ്കെയിലർ. ഓക്കെ, ഞാൻ ഇതിന് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പേര് കൊടുക്കുന്നില്ല. പേര് കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ഹാഷ് എന്ന് വിളിക്കാൻ പോവാ. ഓക്കെ, സോ ഹാഷ് എന്റെ ന്യൂ സ്കെയിലർ ഈക്വൽ ടു എ ബി സൈൻ തീറ്റ. ഇത് പുതിയൊരു സ്കെയിലറാണ് ഞാൻ കണ്ടെത്തിയ. ഓക്കെ, റൈറ്റ്, എങ്കിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, റൈറ്റ്, ഇതൊരു പുതിയൊരു സ്കെയിലറാണ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്. എങ്കിൽ നമുക്ക് ഇനി ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോണന്റ് ഫോമിൽ ഇത് എങ്ങനെ ഇരിക്കും എന്നാ. കമ്പോണന്റ് ഫോമിൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പത്തെ സെയിം സ്ട്രക്ചർ നമുക്കൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കാം. കമ്പോണന്റ് ഫോമിൽ എങ്ങനെ ഇരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, റൈറ്റ്, ഇതാണ് നമ്മുടെ സെയിം മുമ്പത്തെ ഡയഗ്രാം. പക്ഷെ ഞാൻ ഇപ്പൊ കണ്ടുപിടിക്കാൻ ഇൻട്രസ്റ്റഡ് എന്താണ് എ ബി സൈൻ തീറ്റ എന്ന് നമുക്ക് നോക്കാം. എ ബി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ, ഓക്കെ, എ ബി സൈൻ ബീറ്റ മൈനസ് ആൽഫ. ഓക്കെ, സെയിം എക്സ്പാൻഷൻ മുമ്പത്തെ പോലെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എനിക്ക് കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു എ ബി സൈൻ, ഓക്കെ, സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. അപ്പൊ സൈൻ ബീറ്റ കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ബീറ്റ. ഓക്കെ, റൈറ്റ്, എങ്കിൽ ഞാൻ ഇതിന് മുമ്പത്തെ പോലെ ഞാൻ അകത്തോട്ട് കൊണ്ടുപോകുന്നു. ഞാനിത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. സോ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു റൈറ്റ്, എനിക്ക് എഴുതാം ബി സൈൻ ബീറ്റ എ കോസ് ആൽഫ മൈനസ് എ സൈൻ ആൽഫ ബി കോസ് ബീറ്റ. റൈറ്റ്, ഓക്കെ, ഇനി ജസ്റ്റ് ഓരോന്നും എന്താണെന്ന് നോക്കുക. ബി സൈൻ ബീറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിയുടെ വൈ കമ്പോണന്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് എഴുതാം ആ സാധനം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ബി വൈ ആണ്. ഓക്കെ, റൈറ്റ്, സോ ഞാനതിനെ ഓക്കെ ബി വൈ. അടുത്തത് എ കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ വെക്ടർ എയുടെ എക്സ് കമ്പോണന്റ് ആണ്. സോ അത് ബേസിക്കലി എ എക്സ് ആണ്. മൈനസ് എ സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ ബേസിക്കലി വെക്ടർ ആറിന്റെ വെക്ടർ എയുടെ വൈ കമ്പോണന്റ് ആണ്. സോ അത് എ വൈ. ഓക്കെ, അടുത്തത് ബി കോസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ വെക്ടർ ബിയുടെ എക്സ് കമ്പോണന്റ് ആണ്. സോ അത് ബി എക്സ് ആണ്.
bx. സോ ഞാൻ കണ്ടെത്തിയ പുതിയ സ്കെയിലർ, ഓക്കെ റൈറ്റ്, പുതിയൊരു സ്കെയിലർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്റെ കമ്പോണന്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇതാണ്. ഓക്കെ ഗുഡ് റൈറ്റ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം ഇതിന്റെ ഡീറ്റെയിൽസിനെ പറ്റി. ഫസ്റ്റ് പോയിന്റ്, എന്റെ കോർഡിനേറ്റ് സിസ്റ്റം മാറ്റുന്നതിനനുസരിച്ച് ഞാൻ ആദ്യം കണ്ടുപിടിച്ച ഡോട്ട് പ്രോഡക്റ്റ് എന്ന് ഞാൻ വിളിച്ച ആ സ്കെയിലർ അത് മാറില്ല, ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ച ഈ സ്കെയിലർ മാറില്ല, റൈറ്റ്. അപ്പൊ ഇതൊരു സ്കെയിലർ തന്നെയാണ്, ഓക്കെ റൈറ്റ്. പക്ഷെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് മനസ്സിലാവും ഇതിനെ നമുക്ക് ആക്ച്വലി ഓക്കെ റൈറ്റ് സ്കെയിലർ എന്ന് പറയുന്ന ആ ഒരു സാധനത്തിനകത്ത് പെടുത്താൻ പറ്റത്തില്ല. ബിക്കോസ് ആക്ച്വലി സ്കെയിലേഴ്സിന് വേണ്ട ചില മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, മറ്റു ചില മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതൊക്കെ ആക്ച്വലി എന്റെ ഫൈൻ ഡീറ്റെയിൽസ് ആണ്, റൈറ്റ്. ഓക്കെ, അത്തരം റീസൺസ് കാരണം നമ്മൾ ഇതിനെ നമ്മൾ സ്കെയിലർ എന്ന് വിളിക്കത്തില്ല, ഇതൊരു പ്രോപ്പർ സ്കെയിലർ അല്ല, നമ്മൾ ഇതിനൊരു സ്യൂഡോ സ്കെയിലർ എന്നാണ് വിളിക്കുന്നത്, റൈറ്റ്. സോ എന്റെ റീസൺ എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. തൽക്കാലത്തേക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഐഡിയ അനുസരിച്ച് കോർഡിനേറ്റ് സിസ്റ്റം മാറുന്നതിനനുസരിച്ച് ഈ ക്വാണ്ടിറ്റി മാറത്തില്ല, സോ ഇതൊരു സ്കെയിലർ തന്നെയാണ്, ഓക്കെ. പക്ഷെ ചില പ്രത്യേക കാരണങ്ങളാൽ നമ്മൾ ഇതിനെ ഒരു പ്രോപ്പർ സ്കെയിലർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. സോ അതാണ് ഫസ്റ്റത്തെ പോയിന്റ്. ഇനി ആക്ച്വലി നമ്മൾ 3 ഡയമെൻഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ റൈറ്റ്, നമ്മൾ ഇൻസ്പയർ ചെയ്ത് നമ്മൾ എക്സ്ട്രാ ടേം എഴുതിയതാ, അതുപോലെ ഇവിടെ ഇൻസ്പയർ ചെയ്ത് എക്സ്ട്രാ ടേം എഴുതാനുള്ള ധൈര്യം എനിക്കില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ടേംസ് എല്ലാം കണ്ടോ വളരെ മിക്സ്ഡ് അപ്പ് ആയിട്ടാണ് കിടക്കുന്നത്. സോ എനിക്ക് 3 ഡയമെൻഷനിലെ നെക്സ്റ്റ് ടേം എനിക്ക് ഗസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ആക്ച്വലി റൈറ്റ് ഞാൻ 3 ഡയമെൻഷന് ആണ് ഞാൻ തിങ്ക് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ സാധനത്തിന്റെ ഏരിയ ആണല്ലോ ഞാൻ ഈ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്, അതിന് എനിക്കൊരു സ്കെയിലർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് 3 ഡയമെൻഷനിൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്കൊരു വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. വെക്ടറിന്റെ ബേസിക് ഡെഫിനിഷൻ ആലോചിക്കുക, മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷനുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി. 3 ഡയമെൻഷനിൽ ഞാൻ ഒരു ഏരിയ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയനെ റെപ്രസെന്റ് ചെയ്യാൻ എനിക്ക് മാഗ്നിറ്റ്യൂഡും വേണം, ഡയറക്ഷനും വേണം. കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് 3 ഡയമെൻഷനിൽ എനിക്ക് ഒരു യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള പല പല ഏരിയാസ് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇത് ഒരു യൂണിറ്റ് ഏരിയ ഉള്ള ഒരു ഏരിയയാണ്, ഇത് ഒരു യൂണിറ്റ് ഏരിയ ഉള്ള വേറൊരു ഏരിയയാണ്, ഇത് ഒരു യൂണിറ്റ് ഏരിയ ഉള്ള വേറൊരു ഏരിയയാണ്, റൈറ്റ്. ഇതിന്റെ എല്ലാത്തിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ഇതിന്റെ എല്ലാത്തിന്റെ ഓറിയന്റേഷൻ ഡിഫറന്റ് ആണ്, റൈറ്റ്. ഈ ഓറിയന്റേഷനെ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു യൂണിറ്റ് വെക്ടർ കൺസിഡർ ചെയ്യണം. ആ യൂണിറ്റ് വെക്ടർ എങ്ങനെ കൺസിഡർ ചെയ്യാം? ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ. ബിക്കോസ് ഞാൻ ഏരിയക്ക് പെർപെൻഡിക്കുലർ ഒരു വെക്ടർ കൺസിഡർ ചെയ്താൽ ആ വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന വേറെ ഒരു ഏരിയാസും ഇല്ല, റൈറ്റ്. അതായത് ഒരു ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാനൊരു വെക്ടർ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വെക്ടർ യുണീക്ക് ആയിട്ട് നമ്മുടെ ഏരിയയുടെ ഓറിയന്റേഷനെ സ്പെസിഫൈ ചെയ്യും. സോ നമുക്ക് മനസ്സിലായി 3 ഡയമെൻഷനിലാണെങ്കിൽ എനിക്ക് ഏരിയനെ സ്പെസിഫൈ ചെയ്യാൻ എനിക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡും വേണം, അതായത് അതിന്റെ എമൗണ്ടും വേണം, അതിന്റെ ഓറിയന്റേഷൻ റെപ്രസെന്റ് ചെയ്യാൻ ഒരു യൂണിറ്റ് വെക്ടറും വേണം. സോ 3 ഡയമെൻഷണൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതിനൊരു വെക്ടറിന്റെ സ്റ്റാറ്റസ് ആവുള്ളത്, റൈറ്റ്. സോ 3 ഡയമെൻഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്പോസിബിൾ, നമുക്ക് ഇതിനൊരു സ്കെയിലർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, അതിനൊരു വെക്ടറിന്റെ രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. പക്ഷേ 2 ഡയമെൻഷനിലാണെങ്കിൽ അവിടെ ആക്ച്വലി ഓറിയന്റേഷൻ എന്നൊരു കോൺസെപ്റ്റ് ഇല്ല, ബിക്കോസ് 2 ഡയമെൻഷൻ ഇറ്റ് സെൽഫ് അതൊരു പ്ലെയിൻ ആണ്. സോ അവിടെ ഓറിയന്റേഷൻ എന്നൊരു കോൺസെപ്റ്റ് അവിടെ ഇല്ല, ഓക്കെ. സോ നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ സാധനത്തിന് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. സോ അത് ഏതോ ഒരു തരത്തിലുള്ള സ്കെയിലർ ആണ്, ഓക്കെ. ആൻഡ് ഡ്യൂ ടു സം അൺനോൺ റീസൺ, ഇപ്പൊ നമുക്കറിയില്ല ആ റീസൺ കാരണം, നമ്മൾ അടുത്ത ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യത്തുള്ളൂ. ആ റീസൺ കാരണം നമുക്ക് ഇതിനൊരു സ്യൂഡോ സ്കെയിലർ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിലുള്ള സ്കെയിലറിന്റെ ഒരു സ്റ്റാറ്റസ് ഇതിന് കൊടുക്കത്തുമില്ല. അപ്പൊ നമുക്കിനി സ്കെയിലർ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നോക്കാം. ഒന്നാമത്തത് എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ബി ഡോട്ട് എ തന്നെ, ഒബ്വിയസ്. ബിക്കോസ് അതിന്റെ കമ്പോണന്റ് ഫോം തന്നെ ജസ്റ്റ് നോക്കുക. നമ്മൾ എ ഡോട്ട് ബി ബി ഡോട്ട് എ എടുക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഓർഡർ മാറ്റത്തേ ഉള്ളൂ. അതായത് എ എക്സ് ബി എക്സ് എന്ന് പറഞ്ഞിട്ട് ബി എക്സ് എ എക്സ് ആവും, ബേസിക്കലി സെയിം ആണ്. സോ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ബി ഡോട്ട് എ ആണ്, ഓക്കെ റൈറ്റ്. ഇനി അടുത്തത് ഓക്കെ, സപ്പോസ് എൻ്റെ 2 വെക്ടർ ഉണ്ട്, അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെന്ന് വെച്ചോ. ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം എയും ബിയും പെർപെൻഡിക്കുലർ ആണെന്ന്. കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം എ ബി കോസ് തീറ്റ, എ 0 അല്ല ബി 0 അല്ല എന്ന് വെച്ചാൽ കോസ് തീറ്റ 0. കോസ് തീറ്റ 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതായത് 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്, ഓക്കെ. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്, റൈറ്റ്. എങ്കിൽ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില പ്രോപ്പർട്ടീസ് എഴുതാം. നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ യൂണിറ്റ് വെക്ടേഴ്സ് ഐ ജെ കെ, റൈറ്റ്. അവർ തമ്മിൽ നമുക്ക് റിലേഷൻഷിപ്പ് എഴുതാം. എന്താണ് നോക്കാം. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും, ഓക്കെ. എങ്കിൽ നമുക്ക് എന്തായാലും എഴുതാം, ഓക്കെ, ഐ ഡോട്ട് ജെ ഈക്വൽ ടു ജെ ഡോട്ട് കെ ഈക്വൽ ടു കെ ഡോട്ട് ഐ, ഇതെല്ലാം 0 ആണ്, ഓക്കെ. ബിക്കോസ് അവരെല്ലാവരും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. ആൻഡ് എങ്കിൽ ഐ ഡോട്ട് ഐ ജെ ഡോട്ട് ജെ കെ ഡോട്ട് കെ ഇതോ, റൈറ്റ്, അതെല്ലാം ബേസിക്കലി 1 ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് ഐ ഡോട്ട് ഐ കാൽക്കുലേറ്റ് ചെയ്താൽ എനിക്ക് കിട്ടാൻ പോകുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ടൈംസ് കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ബേസിക്കലി 1 യൂണിറ്റ് വെക്ടർ. സോ 1 into 1 ടൈംസ് കോസ് 0. കോസ് 0 എന്ന് പറഞ്ഞാൽ ബേസിക്കലി 1 ആണ്. സോ ഇത് 1 ആണ്. സെയിം സ്റ്റോറി തന്നെയാണ് ജെ ഡോട്ട് ജെയിലും കെ ഡോട്ട് കെയിലും. സോ എനിക്ക് എഴുതാം ജെ ഡോട്ട് ജെ കെ ഡോട്ട് കെ
ഈക്വൽ ടു 1. ഓക്കെ, റൈറ്റ്. എങ്കിൽ എനിക്ക് അതിനകത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. സപ്പോസ് എൻ്റെ ഒരു വെക്ടർ ഉണ്ട്, വെക്ടർ എ. വെക്ടർ എന് എനിക്ക് എന്തായാലും എഴുതാം AXI AYJ AZK. വെറുതെ തിങ്ക് ചെയ്യുക, എന്താണ് വെക്ടർ എ ഡോട്ട് ഐ? ഞാൻ വെക്ടർ എനെ ഞാൻ ഐ കൊണ്ട് തന്നെ ഡോട്ട് ചെയ്യുന്നു. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നത്. എനിക്ക് വെക്ടർ എ ഡോട്ട് ഐ. ഓക്കെ, റൈറ്റ്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഈ ഓവറോൾ സാധനത്തിനെ ഞാൻ ഐ കൊണ്ട് ഡോട്ട് ചെയ്യും. അപ്പൊ ഈ ഡോട്ട് ഐ അകത്തോട്ട് വരും. അകത്തോട്ട് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ അത് കെ ഡോട്ട് ഐ എന്നാവും, ഇവിടെ വരുമ്പോൾ അത് ജെ ഡോട്ട് ഐ എന്നാവും, ഇവിടെ വരുമ്പോൾ ഐ ഡോട്ട് ഐ എന്നാവും. റൈറ്റ്? ഓക്കെ. ഐ ഡോട്ട് ഐ എന്ന് പറയുന്ന ടേം എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ AX. ജെ ഡോട്ട് ഐ എന്ന് പറയുന്ന ടേം എന്ന് പറഞ്ഞാൽ 0 ആണ്. ആൻഡ് കെ ഡോട്ട് ഐ എന്ന് പറഞ്ഞ ടേം എന്ന് പറഞ്ഞാൽ അതും 0 ആണ്. എന്ന് വെച്ചാൽ ഈ സാധനം റെഡ്യൂസ് ടു AX. അതായത് എന്ന് വെച്ചാൽ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയ റിസൾട്ട് കിട്ടി. അതായത് ഞാൻ വെക്ടർ എനെ ഞാൻ ഐ കൊണ്ട് ഡോട്ട് ചെയ്തപ്പോൾ എനിക്ക് ഐ ഡയറക്ഷനുള്ള കമ്പോണന്റ് കിട്ടി. ഓക്കെ, സെയിം സ്റ്റോറിയാണ് അടുത്ത കാര്യങ്ങളിലല്ല. അതായത് എനിക്ക് വെക്ടർ എനെ ഞാൻ ജെ കൊണ്ട് ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ജെ ഡയറക്ഷനുള്ള കമ്പോണന്റ് കിട്ടും. സോ വെക്ടർ എനെ ഞാൻ കെ കൊണ്ട് ഡോട്ട് ചെയ്താൽ എനിക്ക് ഇസഡ് ഡയറക്ഷനുള്ള കമ്പോണന്റ് കിട്ടും. ഓക്കെ, എങ്കിൽ എനിക്ക് വെക്ടർ എനെ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ എഴുതാം. എങ്ങനെയാ? എനിക്ക് എഴുതാം വെക്ടർ എ ഈക്വൽ ടു, ഓക്കെ, റൈറ്റ്, AXന് എനിക്ക് എങ്ങനെ എഴുതാം? എ ഡോട്ട് ഐ ടൈംസ് ഐ പ്ലസ് ഞാനിപ്പോൾ എഴുതിയത് ഈ AXനെ ഞാൻ ഈ ഫോമിൽ എഴുതി ഇതിന് പകരം, റൈറ്റ്, പ്ലസ് എ ഡോട്ട് ജെ പ്ലസ് എ ഡോട്ട് കെ, റൈറ്റ്? ഓക്കെ, ശരി. അപ്പൊ ചോദിക്കാം, ഇങ്ങനെ എഴുതിയോണ്ടപ്പോൾ നമുക്ക് എന്താ പ്രത്യേകിച്ച് കിട്ടിയേ? ആക്ച്വലി ഇതൊരു ബ്യൂട്ടിഫുൾ വേ ആണ് ഒരു വെക്ടറിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ചില തരത്തിൽ നോക്കിയാൽ യൂസ്ലെസ് ആണ്, പക്ഷെ ഇത് വളരെ ഭംഗിയുള്ള ഒരു ഫോമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് നമ്മൾ ഒരു വെക്ടറിനെ കമ്പോണൻസിന്റെ ഫോമിൽ എഴുതുമ്പോൾ, റൈറ്റ്, അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഞാൻ എൻ്റെ കോർഡിനേറ്റ് സിസ്റ്റം ഏതാണെന്ന് സ്പെസിഫൈ ചെയ്യണം. കാര്യം എങ്കിൽ മാത്രമേ എനിക്ക് കമ്പോണൻസ് എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ, റൈറ്റ്? പക്ഷെ ഇപ്പം നമ്മൾ ഏതോ ഒരു തരത്തിൽ, ഓക്കെ, ആ വെക്ടറിനെ നമ്മൾ കോർഡിനേറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് എഴുതിയിരിക്കുക. അതായത് ഈ ഫോം ഇറസ്പെക്റ്റീവ് ഓഫ് അവർ കോർഡിനേറ്റ് സിസ്റ്റം ട്രൂ ആണ്, റൈറ്റ്? അതായത് സപ്പോസ് ഇപ്പൊ ഈ എന്റെ കോർഡിനേറ്റ് സിസ്റ്റം I ഡാഷ് J ഡാഷ് K ഡാഷ് ആണെന്ന് വെച്ചോ, അപ്പോൾ ഈ ഫോം ട്രൂ ആണ്. അതായത് ഞാൻ എഴുതും എ ഡോട്ട് ഐ ഡാഷ് പ്ലസ് എ ഡോട്ട് J ഡാഷ് എ ഡോട്ട് K ഡാഷ്. അപ്പോഴും ഈ സ്ട്രക്ചർ എക്സാക്ട്ലി അതുപോലെ കീപ്പ് ചെയ്യുന്നത്. ഞാൻ വേറൊരു സെറ്റ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അപ്പോഴും ഇതായിരിക്കും. ഓക്കെ, സോ ഇത് ഒരു തരത്തിലൊരു കോർഡിനേറ്റ് ഇൻഡിപെൻഡന്റ് ഫോം ഓഫ് വേ ഓഫ് റൈറ്റിംഗ് എ വെക്ടർ ആണ്, റൈറ്റ്? ഓക്കെ, ശരി. എങ്ങനെ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാം, ഇത് എന്തുകൊണ്ട് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്? എനിക്ക് എല്ലാ സിനാരിയോസിലും ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ല. ഈ കണ്ടീഷൻസ് ട്രൂ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റിയേ. അതായത് എന്റെ കറസ്പോണ്ടിങ് കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ബേസിസ് വെക്ടേഴ്സ്, ഓക്കെ, സെയിം ബേസിസ് വെക്ടർ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ 1ഉം ഡിഫറൻറ്റ് ബേസിസ് വെക്ടർ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ 0ഉം കിട്ടുന്നത് കൊണ്ടാണ് ഈ ഐഡന്റിറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എങ്ങനെ എഴുതാൻ പറ്റിയത്, റൈറ്റ്? അതായത് എനിക്ക് ഇതുപോലെ എഴുതാൻ പറ്റണമെങ്കിൽ, അതായത് ഈ റിലേഷൻസ് ഒക്കെ എനിക്ക് ഇതുപോലെ തന്നെ എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, എന്റെ ബേസിസ് വെക്ടേഴ്സ് ഓർത്തോ നോർമൽ ബേസസ് ആയിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ എനിക്ക് ഈ ഒരു സ്ട്രക്ചറിൽ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, റൈറ്റ്. സോ അതൊരു ഇൻട്രസ്റ്റിംഗ് ഉള്ള പോയിന്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റം സപ്പോസ് ഐയും ജെയും, ഓക്കെ, അവർക്കിടയിൽ ആംഗിൾ 45 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും I ഡോട്ട് ജെ, റൈറ്റ്, അത് 0 ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഈ പ്രോസസ്സ് ഞാൻ ഇവിടെ ഐ കൊണ്ട് ഡോട്ട് ചെയ്തപ്പോൾ ഇവിടെ I ഡോട്ട് ജെ വരുമല്ലോ, അതൊരിക്കലും 0 ആയിരിക്കില്ല. അതായത് ഈ ടേം പോവില്ല. അതായത് എനിക്ക് ഒരിക്കലും എ ഡോട്ട് ഐനെ AX എന്ന് കിട്ടില്ല. ബിക്കോസ് AY J ഡോട്ട് ഐയുടെ ടേം കൂടെ വരും. ബിക്കോസ് J ഡോട്ട് ഐ 0 അല്ലല്ലോ ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ. സോ നമുക്ക് മനസ്സിലായി ഓർത്തോ നോർമൽ ബേസിസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്ട്രക്ചറിൽ നമുക്ക് എഴുതാൻ പറ്റൂ. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇനി നമുക്ക് വേറൊരു സംഭവം എഴുതാം. അതായത് സപ്പോസ് ഇതൊരു വെക്ടർ ആണ്, ഓക്കെ, വെക്ടർ എ, ആൻഡ് ഇതൊരു ആർബിറ്ററി ലൈൻ ആണ്, ഓക്കെ, ആൻഡ് ആ ലൈനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് സപ്പോസ് ഇ. ഓക്കെ, എനിക്ക് ഈ വെക്ടറിന്റെ ആ ലൈനിൽ കൂടെയുള്ള കമ്പോണന്റ് വേണം. അതായത് ഈ ലൈനിൽ കൂടെയുള്ള കമ്പോണന്റ് നമുക്ക് ഓൾറെഡി അറിയാം. ഈ ആംഗിൾ അറിയാന്നുണ്ടെങ്കിൽ കഴിഞ്ഞു, ബിക്കോസ് ആ വെക്ടർ ടൈംസ് കോസ് തീറ്റ. ഓക്കെ, പക്ഷെ എനിക്ക് ആംഗിളിനെ പറ്റി അറിയത്തില്ല. അതായത് എനിക്ക് ഈ വെക്ടറിന്റെയും ആ ഇയുടെയും ടേംസിൽ എനിക്ക് അതിനെ എഴുതണം. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ എഴുതാന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും പറയാം, എനിക്ക് ഈ വെക്ടറിനെ, ഓക്കെ, എനിക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് എനിക്ക് ഈ കമ്പോണന്റ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യാം, ആൻഡ് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യാം.
റൈറ്റ്, എന്തായാലും ഒരു വെക്ടറിനെ. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം വെക്ടർ എ ഈക്വൽ ടു, റൈറ്റ്, വെക്ടർ എ ഈസ് ഈക്വൽ ടു സംതിങ് ഇൻറ്റു ഇ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇത്. ഓക്കെ, ബിക്കോസ് ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് ഇൻറ്റു അത് പ്ലസ് സംതിങ്, ഞാൻ സ്റ്റാർ എന്ന് എഴുതാം, ഈ പെർപെൻഡിക്കുലർ. ഓക്കെ, റൈറ്റ്. ഇനി ജസ്റ്റ് വെറുതെ ആലോചിച്ച് നോക്കുക, ഞാൻ വെക്ടർ എ ഡോട്ട് ഇ കണ്ടുപിടിച്ചാൽ എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഞാൻ ഈ ഓവറോൾ സാധനത്തിന് ഞാൻ ഇ കൊണ്ട് ഡോട്ട് ചെയ്യും. റൈറ്റ്, ഡോട്ട് ചെയ്യുമ്പോൾ അകത്തോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ ഈ പെർപെൻഡിക്കുലർ ഡോട്ട് ഇ, അവർക്കിടയിൽ ആംഗിൾ 90 ഡിഗ്രിയാണ്, സോ ഇട്ടാൻ പോകും. ഓക്കെ, ആൻഡ് ഈ സാധനം ഇവിടെ വരുമ്പോൾ ഈ ഡോട്ട് ഇ, ഓക്കെ, ഈ യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ ഈ ഡോട്ട് ഇ എന്ന് പറഞ്ഞാൽ 1 ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന നമ്പർ ഹാഷ് ആണ്. ഓക്കെ, ഹാഷ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഈ ഡയറക്ഷനിലെ കമ്പോണന്റ്. സോ എനിക്ക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഉള്ള റിസൾട്ട് കിട്ടി. അതായത് എൻ്റെ ഒരു വെക്ടർ ഉണ്ട്, എൻ്റെ ഒരു ആർബിട്രറി ലൈൻ ഉണ്ട്, ആ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ഉണ്ട്. എങ്കിൽ ആ വെക്ടറിന്റെ ആ ഡയറക്ഷനിലെ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എ ഡോട്ട് ആ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ്. എങ്കിൽ എനിക്ക് ഈ പ്രൊജക്ഷൻ, ഈ വെക്ടറിനെ, ആ വെക്ടറിനെ എനിക്ക് എങ്ങനെ എഴുതാം? എനിക്ക് എഴുതാം ആ വെക്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഹാഷ് ടൈംസ് ഇ ആണ്. അതായത് ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആ ഡയറക്ഷനിലുള്ള മാഗ്നിറ്റ്യൂഡ്, അതായത് ഹാഷ് ടൈംസ് യൂണിറ്റ് വെക്ടർ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാം ആക്ച്വലി ആ കമ്പോണന്റ് ഇൻ വെക്ടർ ഫോം എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ഇ. ഓക്കെ, ആക്ച്വലി ഈ റിസൾട്ട് എല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞത് ഈ ഫോമിന്റെ ഒക്കെ ഒരു ജനറലൈസേഷൻ ആണ്. അപ്പോൾ അടുത്ത ഐഡിയ ആണ് ക്രോസ് പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ പിന്നെയും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. സപ്പോസ് എൻ്റെ 2 വെക്ടേഴ്സ് ഉണ്ട്. ഈ 2 വെക്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജനറൽ വെക്ടർ എങ്ങനെയിരിക്കും? അതാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്തായാലും പറയാം, ഓക്കെ, എൻ്റെ ഒരു വെക്ടർ ഉണ്ട്, വെക്ടർ എ. റൈറ്റ്, ഇതാണ് വെക്ടർ എ. വെക്ടർ എയുടെ ഞാൻ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എനിക്ക് കുറച്ചുകൂടെ ബിഗർ വെക്ടേഴ്സ് കിട്ടും. വെക്ടറാണ്. വെക്ടർ ബിയുടെ കൂടെ ഞാൻ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എനിക്ക് ബിഗർ വെക്ടേഴ്സ് കിട്ടും. വെക്ടേഴ്സ് ആണ്. ഞാൻ വെക്ടർ എയും ബിയും ആഡ് ചെയ്യുന്നു, വെക്ടർ എയും ബിയും സബ്ട്രാക്ട് ചെയ്യുന്നു, ആൻഡ് വെക്ടർ എയുടെ കൂടെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വെക്ടർ ബിയുടെ കൂടെ മറ്റൊരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇൻ ജനറൽ ഈ ഫോമിലുള്ള വെക്ടേഴ്സ്, അതായത് സം ആൽഫ ടൈംസ് വെക്ടർ എ പ്ലസ് ബീറ്റ ടൈംസ് വെക്ടർ ബി. ഇതാണ് ആക്ച്വലി എനിക്ക് വെക്ടർ എയും വെക്ടർ ബിയും യൂസ് ചെയ്തുകൊണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ജനറൽ വെക്ടർ. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഈ വെക്ടർ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വെക്ടർ, അതായത് ഈ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത വേറെ ഏതെങ്കിലും വെക്ടർ എനിക്ക് ഈ 2 വെക്ടേഴ്സും യൂസ് ചെയ്തുകൊണ്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? റൈറ്റ്, പറ്റിയാൽ നമ്മൾ ഇംപ്രസ്ഡ് ആവും. ബിക്കോസ് നമുക്കറിയാം എല്ലാ വെക്ടേഴ്സിനും എനിക്ക് ഈ ഫോമിൽ കൺസ്ട്രക്ട് ചെയ്യാം. സോ ഈ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ ഏതെങ്കിലും ഒരു വെക്ടറിനെ നമുക്ക് ഈ 2 വെക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇംപ്രസ്ഡ് ആവണം. ഓക്കെ, റൈറ്റ്. അപ്പോൾ അതിന്റെ ആൻസർ ആണ് ആക്ച്വലി ഈ 2 വെക്ടേഴ്സിന്റെയും ക്രോസ് പ്രോഡക്റ്റ്. ഓക്കെ, റൈറ്റ്. ഞാൻ ഡോട്ട് പ്രോഡക്റ്റ് മോട്ടിവേറ്റ് ചെയ്തതുപോലെ അത്ര ഈസി അല്ല ആക്ച്വലി ക്രോസ് പ്രോഡക്റ്റ് മോട്ടിവേറ്റ് ചെയ്യാൻ. ഓക്കെ, പക്ഷേ ആക്ച്വലി നമുക്ക് കുറച്ചും കൂടെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള മോട്ടിവേഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും മനസ്സിലാവുന്നത്. ബിക്കോസ് അവിടെയാണ് നമ്മൾ റിയലി എന്താണ് വെക്ടർ, റിയലി എന്താണ് സ്കെയിലർ എന്ന് നമ്മൾ പ്രോപ്പർ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ അപ്പോൾ അത് കുറച്ചും കൂടെ നാച്ചുറൽ ആയിരിക്കും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഡിഫൈൻ ചെയ്യുവാണ്. റൈറ്റ്, ഇതിനകത്ത് ആക്ച്വലി അപ്പോഴൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, നമുക്ക് ഡിഫൈൻ ചെയ്തതിനു ശേഷം അതിനെപ്പറ്റി സംസാരിക്കാം. ഓക്കെ, എന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ട് ഇതാണ്. സപ്പോസ് എന്റെ 2 വെക്ടർ ഉണ്ട്, വെക്ടർ എ ആൻഡ് വെക്ടർ ബി. ആൻഡ് വെക്ടർ എനെയും വെക്ടർ ബിനെയും ഞാൻ കമ്പോണന്റ് ഫോമിൽ തന്നിട്ടുണ്ട്. ആ കമ്പോണന്റ് ഫോമിലുള്ള റെപ്രസെന്റേഷൻ ആണിത്. എങ്കിൽ ആ 2 വെക്ടേഴ്സിന്റെയും ക്രോസ് പ്രോഡക്റ്റ്, അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഈ ഒരു അഗ്ലി കോമ്പിനേഷൻ ആണ്. റൈറ്റ്, ഓക്കെ. ജസ്റ്റ് ഇവിടെ നോക്കുക, ഇത് എന്ത് കോംപ്ലിക്കേറ്റഡ് ഉള്ള സ്ട്രക്ചർ ആണ്. അതായത് എ വൈ ബി ഇസഡ് മൈനസ് എ ഇസഡ് ബി വൈ ഐ. ഓക്കെ, അതാണ് ഈ 2 വെക്ടറും യൂസ് ചെയ്ത് ഞാൻ ഉണ്ടാക്കുന്ന വെക്ടറിന്റെ എക്സ് കമ്പോണന്റ്. മൈനസ് എ എക്സ് ബി ഇസഡ് മൈനസ് ബി എക്സ് എ ഇസഡ്. ഇതാണ് ആ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന വെക്ടറിന്റെ വൈ കമ്പോണന്റ്. ഇതാണ് ആ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന വെക്ടറിന്റെ ഇസഡ് കമ്പോണന്റ്. ഓക്കെ, വളരെ കാണാൻ ഒട്ടും ഭംഗിയില്ലാത്ത ഒരു കോമ്പിനേഷൻ ആണ്. ഓക്കെ, റൈറ്റ്. ഓക്കെ, എങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, ഇതൊരു വെക്ടർ ആണെന്ന് നമുക്ക് എന്താ ഉറപ്പ്? അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഞാൻ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ എഴുതുന്നു, എന്നിട്ട് ഐ സം എന്ന് വെച്ചാൽ എന്തോ ഒരു ഫംഗ്ഷൻ ഞാൻ എഴുതുന്നു, ആൻഡ് ഐ എന്നിട്ട് വേറൊരു ഫംഗ്ഷൻ എഴുതുന്നു ജെ, എന്നിട്ട് വേറൊരു ഫംഗ്ഷൻ എഴുതുന്നു കെ. ആൻഡ് ഈ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ 2 വെക്ടേഴ്സിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. അതായത് എന്റെ 2 വെക്ടേഴ്സ് ഉണ്ട്. ഈ 2 വെക്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു സാധനം എഴുതിയിട്ട് ഐ, ആൻഡ് വേറെ എന്തെങ്കിലും ഒരു സാധനം എഴുതിയിട്ട് ജെ, ആൻഡ് വേറെ എന്തെങ്കിലും സാധനം എഴുതിയിട്ട് കെ എന്ന് എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ ഒരു വെക്ടർ എന്ന് വിളിക്കാൻ പറ്റുമോ? ആക്ച്വലി ഇല്ല. ഓക്കെ, അതെന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാവില്ല. ബിക്കോസ് ഈ പോയിന്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിത്തിങ് ഇൻ ദ ഫോം ഓഫ് സംതിങ് ടൈംസ് ഐ, സംതിങ് ടൈംസ് ജെ, സംതിങ് ടൈംസ് കെ, അതൊരു വെക്ടർ ആണെന്ന്.
റൈറ്റ്. ഓക്കെ, ആക്ച്വലി നമ്മൾ അടുത്ത വീഡിയോയിലാണ് ആക്ച്വലി റിയലി എന്താണ് വെക്ടർ എന്നും അതിന്റെ എന്ത് മാത്തമെറ്റിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഒരു വെക്ടറിനെ വെക്ടർ ആക്കുന്നതെന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ മനസ്സിലാവത്തുള്ളൂ. ഇപ്പൊ നമ്മൾ വെക്ടറിന്റെ വളരെ നൈവ് ആയിട്ടുള്ള ഡെഫിനേഷൻ, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, ഈ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതെല്ലാം ബിൽഡ് ചെയ്തേക്കുന്നത്. സോ ഈ പോയിന്റിൽ ആക്ച്വലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക ഇതൊരു വെക്ടർ ആണ്. റൈറ്റ്. ഓക്കെ, നമ്മുടെ നൈവ് ഡെഫിനേഷൻ അനുസരിച്ച് ഇതൊരു വെക്ടർ ആണ്, കാണാനും അങ്ങനെ ആയിരിക്കുന്നത്. പക്ഷെ ഞാൻ പിന്നെയും പറയുന്നു, രണ്ട് വെക്ടേഴ്സ് യൂസ് ചെയ്ത് എനിക്ക് തോന്നിയ രീതിയിൽ കോമ്പിനേഷൻസ് എഴുതിയിട്ട് IJK എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ആക്ച്വലി വെക്ടർ അല്ല, സ്ട്രിക്ട്ലി ഇൻ ദ സെൻസ് ഓഫ് മാത്തമാറ്റിക്സ് വെക്ടർ അല്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ മനസ്സിലാവത്തുള്ളൂ. സോ എന്തായാലും തൽക്കാലം ജസ്റ്റ് എന്നെ ട്രസ്റ്റ് ചെയ്യുക, ഇതൊരു വെക്ടർ ആണ്. ഓക്കെ, റൈറ്റ്. ആൻഡ് നമ്മൾ നോക്കുമ്പോൾ ഇത് വളരെ കാണാൻ ഭംഗിയില്ലാത്തൊരു കോമ്പിനേഷൻ ആണ്. ഓക്കെ, റൈറ്റ്. സോ ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക ഇതൊരു വെക്ടർ ആണ്. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്തായാലും മനസ്സിലായി ഈ വെക്ടർ ആക്ച്വലി നമ്മുടെ ഇനിഷ്യലി ഉണ്ടായിരുന്ന ഈ രണ്ട് വെക്ടർ യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന വെക്ടർ ആണ്. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ പോയിന്റ്. ആൻഡ് ഇത് ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റൈറ്റ്. സോ അത് ഓർത്തിരിക്കാൻ നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. ഓക്കെ, ആ എളുപ്പ വഴിയാണ് ബേസിക്കലി ഈ ഒബ്ജക്റ്റ്. നമ്മൾ ഇതിനെ വിളിക്കുന്ന ഡിറ്റർമിനന്റ് എന്നാണ്. ഓക്കെ, റൈറ്റ്. അപ്പൊ ചോദിക്കാം, ഈ ഒരു സ്ട്രക്ചറിൽ നിന്ന് എങ്ങനെ നമുക്ക് ഈ സ്ട്രക്ചർ ഉണ്ടാക്കാം? ഓക്കെ, പലർക്കും ഫെമിലിയർ ആയിരിക്കും, അറിയാത്തവർ ജസ്റ്റ് നോക്കുക. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, നമ്മൾ രണ്ട് വര വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് IJK എന്ന് എഴുതുക. റൈറ്റ്, നമ്മളെ യൂണിറ്റ് വെക്ടേഴ്സ് എഴുതുക. ആൻഡ് ഫസ്റ്റ് എനിക്ക് A ക്രോസ് B ആണ് വേണ്ടതെങ്കിൽ ഞാൻ ആദ്യം Aയുടെ കമ്പോണൻസ് വേണം എഴുതേണ്ടത്, അത് കഴിഞ്ഞിട്ട് Bയുടെ കമ്പോണന്റ് എഴുതണം. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക, ഞാൻ ഇതാ ചെയ്യേണ്ടത്. ഓക്കെ, ഓക്കെ, ഫസ്റ്റ് I എന്ന് എഴുതുക, ഒരു ലെങ്തി ബ്രാക്കറ്റ് ഇടുക. ഓക്കെ, റൈറ്റ്. ഇനി I ഉൾപ്പെടുന്ന റോയും കോളവും നെഗ്ലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതാണ് സ്ട്രക്ചർ. ഇതേ ഇൻറ്റു ഇത് മൈനസ് ഇതേ ഇൻറ്റു ഇത്. റൈറ്റ്. ഓക്കെ, അതായത് നമ്മുടെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വേണം ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ, അത് കഴിഞ്ഞ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്. എന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ AYBZ മൈനസ് BYAZ. ഓക്കെ, റൈറ്റ്. ഇനി എൻ്റെ അടുത്ത ടേം എന്ന് പറഞ്ഞാൽ J. ഓക്കെ, അതായത് ഈ ടേം J. ഓക്കെ, I വേണമെങ്കിൽ മാറ്റി ഇങ്ങോട്ട് എഴുതിക്കും. ഓക്കെ, അടുത്ത ടേം എന്ന് പറഞ്ഞാൽ J എങ്ങനെ എഴുതുന്നത്? അത് ഉൾപ്പെടുന്ന റോയും കോളവും നെഗ്ലക്ട് ചെയ്യുക. സെയിം സ്ട്രക്ചർ, ഇതേ ടൈംസ് ഇത്, അതായത് BZ AX മൈനസ് ഇത് AX BX AZ. ഓക്കെ, അടുത്ത ടേം. ഓക്കെ, ജസ്റ്റ് K എന്ന് എഴുതുക, ടേംസ് എന്താ നോക്കുക. റൈറ്റ്. K ഉൾപ്പെടുന്ന റോയും കോളവും നെഗ്ലക്ട് ചെയ്യുക. ആൻഡ് ഓക്കെ, ഇവിടെ ഒരു യൂണിറ്റ് വെക്ടർ ഉണ്ടായിരുന്നു, ഞാനിതെല്ലാം മറന്നുപോയി. ഓക്കെ, റൈറ്റ്. K ഉൾപ്പെടുന്ന റോയും കോളവും നെഗ്ലക്ട് ചെയ്യുക. ആൻഡ് ഇതേ ഇൻറ്റു ഇത് മൈനസ് ഇതേ ഇൻറ്റു ഇത്. റൈറ്റ്, എന്ന് വെച്ചാൽ BYAX മൈനസ് AYBX. റൈറ്റ്. സോ നമുക്ക് എക്സാക്ട്ലി നമുക്ക് ഈ ടേംസ് കിട്ടി. റൈറ്റ്, അതായത് നമുക്ക് ഈ ടേംസ് കിട്ടി. ഈ ടേമാണിത്, ആൻഡ് ഈ ടേമാണിത്, ആൻഡ് ഈ ടേമാണിത്. ഇനി അടുത്ത അറിയേണ്ട ഇവർക്കിടക്കുള്ള സൈൻ എന്താണ്? സൈൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ്, പ്ലസ് മൈനസ് പ്ലസ്, അതാണ് സൈൻ. ഓക്കെ, എന്ന് വെച്ചാൽ ആദ്യത്തെ ടേം പ്ലസ് ആണ്, സോ ഞാൻ സൈൻ ഇടുന്നില്ല. രണ്ടാമത്തത് മൈനസ്, മൂന്നാമത്തത് പ്ലസ്. ഓക്കെ, റൈറ്റ്. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഒരു കോംപ്ലിക്കേറ്റഡ് സാധനത്തിനെ ഓർത്തിരിക്കാനുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ്. ഇനി വേണമെങ്കിൽ ചോദിക്കാം, അതായത് അത്യാവശ്യം മാത്തമാറ്റിക്സ് അറിയാവുന്നവർക്ക് അറിയാം ഇത് ഡിറ്റർമിനന്റ് ആണ്, ഞാൻ ആക്ച്വലി ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്ന ഡിറ്റർമിനന്റ് ആണെന്ന്. റൈറ്റ്. യഥാർത്ഥത്തിൽ സ്ട്രിക്ട്ലി ഇൻ ദ സെൻസ് ഓഫ് മാത്തമാറ്റിക്സ് ഇതിനെ ഡിറ്റർമിനന്റ് ഒന്നും പറയാൻ പാടില്ല. ബിക്കോസ് നമുക്ക് മെട്രിക്സിനകത്തും ഡിറ്റർമിനൻസിനകത്തും ഞാൻ സാധനങ്ങൾ എഴുതുവാണെങ്കിൽ അതെല്ലാം ഒരേ നേച്ചറുള്ള ക്വാണ്ടിറ്റി ആയിരിക്കണം. ഇതാണെങ്കിൽ ഇതൊക്കെ വെക്ടേഴ്സ് ആണ്, ഇത് നമ്പേഴ്സ് ആണ്. ഓക്കെ, നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിലേഴ്സ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ആ വെക്ടേഴ്സിന്റെ കമ്പോണൻസ് ആണ്, ആ സെൻസിൽ അത് നമ്പേഴ്സ് ആണ്, ആൻഡ് ഇത് വെക്ടേഴ്സ് ആണ്. സോ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉള്ള സാധനങ്ങൾ ഡിറ്റർമിനകത്തോ മെട്രിക്സിനകത്തോ വരാൻ പാടില്ല. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഓർത്തിരിക്കാനുള്ള ഒരു എളുപ്പ വഴി മാത്രമാണ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് എന്തായാലും മനസ്സിലായി രണ്ട് വെക്ടേഴ്സ് തന്നാൽ ആ രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റിന്റെ ഡെഫിനേഷൻ എന്താണെന്ന്. ഞാൻ ഇങ്ങനെയാണ് ക്രോസ് പ്രോഡക്റ്റ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എങ്കിൽ നമുക്ക് ഈ വെക്ടറിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റി നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ജസ്റ്റ് വെറുതെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. A ക്രോസ് B കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ A ഡോട്ട് ചെയ്യുക, നമുക്ക് എക്സാക്ട്ലി കിട്ടുന്നത് 0 ആയിരിക്കും. ആൻഡ് A ക്രോസ് B കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ B ഡോട്ട് ചെയ്യുക, എക്സാക്ട്ലി കിട്ടുന്നത് 0 ആയിരിക്കും. എന്ന് വെച്ചാൽ എന്തുവാ, ഇതാണ് എൻ്റെ A ക്രോസ് B, ഇതിൻ്റെ കൂടെ A ഡോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ വെക്ടർ എനെ അതുമായിട്ട് ഡോട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ വെക്ടർ എയുടെ ഫസ്റ്റ് കമ്പോണന്റ് ഇൻറ്റു ഇത് പ്ലസ് വെക്ടർ ബിയുടെ ഫസ്റ്റ് കമ്പോണന്റ്, വെക്ടർ എയുടെ സെക്കൻഡ് കമ്പോണന്റ് ഇൻറ്റു ഇത്, ആൻഡ് വെക്ടർ എയുടെ തേർഡ് കമ്പോണന്റ് ഇൻറ്റു ഇത്, എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുക. നമുക്ക് കാണാൻ പറ്റും എല്ലാം പെയർ വൈസ് ക്യാൻസൽ ആവുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ A ക്രോസ് ബിനെ വെക്ടർ ബി ആയിട്ടും ഡോട്ട് ചെയ്യുക.
ഓക്കെ, അതായത് ഈ ടേം ഇൻറ്റു ബി എക്സ് പ്ലസ് ഈ ടേം ഇൻറ്റു ബി വൈ ആൻഡ് ഈ ടേം ഇൻറ്റു ബി സെഡ് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, ഈസിയാണ് വെരിഫൈ ചെയ്യാൻ. നമുക്ക് കാണാൻ പറ്റും എല്ലാ ടേംസും പെയർ വൈസ് ക്യാൻസൽ ആയി പോകും. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാണ്? എ ക്രോസ് ബി ഡോട്ട് എ ഈക്വൽ ടു 0. നമ്മൾ ഓൾറെഡി പറഞ്ഞു എൻ്റെ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, റൈറ്റ്? ആ രണ്ട് വെക്ടേഴ്സിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് 0 ആവണമെങ്കിൽ ആ രണ്ട് വെക്ടേഴ്സും പെർപെൻഡിക്കുലർ ആയിരിക്കണം. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എയും എ ക്രോസ് ബിയും പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ തന്നെ ബിയും എ ക്രോസ് ബിയും ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്. എന്ന് വെച്ചാൽ ബിയും എ ക്രോസ് ബിയും പെർപെൻഡിക്കുലർ ആണ്. എന്ന് വെച്ചാൽ നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടി, റൈറ്റ്? എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണ്. അതായത് ഇതാണ് എന്റെ എ ആൻഡ് ഇതാണ് എന്റെ ബി. ഓക്കെ, അല്ലെങ്കിൽ ഇതാണ് എന്റെ എ, ഇതാണ് എന്റെ ബി. ഓക്കെ, എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണ്. എക്കും ബിക്കും പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? നമുക്കറിയാം ഈ എയും ബിയും കൂടെ ചേർന്ന് ഒരു പ്ലെയിൻ ഫോം ചെയ്യും. ഈ പ്ലെയിൻ, ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എ ക്രോസ് ബി. എന്ന് വെച്ചാൽ എ ക്രോസ് ബി ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും. ഇതാണ് ബേസിക്കലി എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ, റൈറ്റ്? സോ നമ്മളിത് വെരിഫൈ ചെയ്തു. എങ്കിൽ അടുത്ത പോയിന്റ്, എ ക്രോസ് ബി എക്കും ബിക്കും പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എക്കും ബിക്കും പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനും എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണ്, ഈ ഡയറക്ഷൻ എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണ്. അതിലേത്? ഓക്കെ, അത് നമ്മുടെ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്, എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ന് ബിയിലോട്ട് നമ്മുടെ റൈറ്റ് ഹാൻഡിന്റെ, ഓക്കെ, നമ്മുടെ ഈ വളയ്ക്കാൻ പറ്റുന്ന വിരൽ ഇങ്ങനെ വൗണ്ട് ചെയ്യുക എന്ന് ബിയിലോട്ട്. തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണ്? അതാണ് എ ക്രോസ് ബി. അതായത് ഇപ്പൊ ഈ സ്ക്രീനിന്റെ കേസിലാണെങ്കിൽ ഞാൻ എന്ന് ബിയിലോട്ട് വിരൽ ഞാൻ വൗണ്ട് ചെയ്താൽ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എങ്ങോട്ടാന്ന് പറഞ്ഞാൽ സ്ക്രീനിന് പുറത്തോട്ടാണ്. എന്ന് വെച്ചാൽ എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ സ്ക്രീനിന് പുറത്തോട്ടാണ്, റൈറ്റ്? ആൻഡ് ബി ക്രോസ് എ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഞാൻ ബിന്ന് എയിലോട്ട് ഞാൻ വിരൽ വൗണ്ട് ചെയ്താൽ എന്റെ തമ്പ് ഇൻഡിക്കേറ്റ് ഡയറക്ഷൻ സ്ക്രീനിനകത്തോട്ടാണ്, റൈറ്റ്? എന്ന് വെച്ചാൽ ബി ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിനകത്തോട്ടാണ്. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി ഇതാണ് ആക്ച്വലി റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇത് ജസ്റ്റ് ഒരു കൺവെൻഷൻ ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ ആവാൻ കാരണം നമ്മുടെ ലോകത്ത് മോസ്റ്റ് ഓഫ് ആൾക്കാർ റൈറ്റ് ഹാൻഡഡ് ആണ്. സോ അതുകൊണ്ടാണ് ആക്ച്വലി ഡെഫിനേഷൻ വന്നതാണ് ഞാൻ കരുതുന്നത്, റൈറ്റ്? സോ അപ്പൊ ഇതാണ് ആക്ച്വലി എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ. എങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം മനസ്സിലായി. ഓക്കെ, എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഡിഫറെന്റ് ആണ്. ഒരു മൈനസ് സൈൻ്റെ വ്യത്യാസമുണ്ട്. അതായത് എ ക്രോസ് ബി ഈക്വൽ ടു മൈനസ് ഓഫ് ബി ക്രോസ് എ ആണ്. ഓക്കെ, ബിക്കോസ് ബി ക്രോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമ്മൾ വൗണ്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്കിപ്പോ ഓൾറെഡി നമുക്കറിയാം എൻ്റെ രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് എയും ബിയും അതിന്റെ കമ്പോണന്റ് ഫോമിൽ തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ക്രോസ് പ്രോഡക്റ്റ് എനിക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ അറിയാം. പെർഫെക്റ്റ്. എങ്ങനെ എനിക്കറിയേണ്ടത്? ഈ രണ്ട് വെക്ടേഴ്സും കമ്പോണന്റ് ഫോമിലല്ല തന്നിരിക്കുന്നത്, വെക്ടേഴ്സിന്റെ ഫോമില. അതായത് രണ്ട് ആരോസ് ആൻഡ് അവർക്കിടയ്ക്കുള്ള ആംഗിൾ ഉണ്ട്. ഓക്കെ, മറ്റേ ഡോട്ട് പ്രോഡക്റ്റ് പറഞ്ഞതുപോലെ ഇവിടെ ക്രോസ് പ്രോഡക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഓക്കെ, റൈറ്റ്. അത് മനസ്സിലാക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക, റൈറ്റ്? ഇവിടെ ജസ്റ്റ് വെറുതെ ഒന്ന് ആലോചിക്കുക. അതായത് എ ക്രോസ് ബിയുടെ ഡെഫിനേഷൻ ആണിത്. ഓക്കെ, റൈറ്റ്. ഇവിടെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കാണുന്ന ഒരു ടേം നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആണ്. ഏതാ? ഈ ടേം. ഇത് നമ്മൾ മുമ്പ് എവിടെ കണ്ടിട്ടുണ്ട്? അതായത് എ എക്സ് ബി വൈ മൈനസ് എ വൈ ബി എക്സ്. അത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് നമ്മൾ രണ്ട് വെക്ടേഴ്സ് എടുത്തിട്ട്, റൈറ്റ്, അതായത് നമ്മുടെ എക്സ് വൈ പ്ലെയിനിലെ രണ്ട് വെക്ടേഴ്സ് എടുത്തിട്ട് ആ രണ്ട് വെക്ടേഴ്സും ഫോം ചെയ്യുന്ന പാരലോഗ്രാഫിന്റെ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എനിക്ക് കിട്ടിയത് എക്സാക്ട്ലി ആ ടേം ആണ്. ഓക്കെ, സോ ഞാൻ ഐഡന്റിഫൈ ചെയ്തു ഈ ടേം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എക്സ് വൈ പ്ലെയിനിലുള്ള രണ്ട് വെക്ടേഴ്സ്. ഓക്കെ, സോ രണ്ട് വെക്ടേഴ്സ് എക്സ് വൈ പ്ലെയിനിലാണ് ഇരിക്കുന്നതെങ്കിൽ, ഓക്കെ, ആ വെക്ടേഴ്സ് ഫോം ചെയ്യുന്ന പാരലോഗ്രാഫിന്റെ ഏരിയ ആണ്. ക്ലിയർ? ഓക്കെ, പക്ഷെ ചോദിക്കാം, റൈറ്റ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പാർട്ട് മാത്രമല്ലേ ഉള്ളൂ, ബാക്കി ഇതിനൊക്കെ എന്താ മീനിങ്? റൈറ്റ്, അത് മനസ്സിലാക്കാൻ ജസ്റ്റ് വെറുതെ ഒന്ന് തിങ്ക് ചെയ്യുക. സപ്പോസ് എന്റെ ഈ രണ്ട് വെക്ടേഴ്സും, അതായത് ഇതാണ് എന്റെ എ, ഇതാണ് ബി, ഇത് രണ്ടും ആക്ച്വലി എക്സ് വൈ പ്ലെയിനിലല്ല. ഓക്കെ, എന്റെ കൺവെൻഷണൽ എക്സ് വൈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ്. ഇതാണ് എക്സ് വൈ, ഇതാണ് ഇസഡ്. ഈ രണ്ട് വെക്ടേഴ്സും ഇൻ ജനറൽ 3D വെക്ടേഴ്സാണ്, റൈറ്റ്? പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ ആണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അതിന്റെ മാഗ്നിറ്റ്യൂഡും അതിന്റെ ഡയറക്ഷനും, എന്ന് വെച്ചാൽ വെക്ടറിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഇൻഡിപെൻഡന്റ് അവർ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം ഏതാണെങ്കിലും ആ വെക്ടറിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും സെയിം ആയിരിക്കും. ക്ലിയർ? ബിക്കോസ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യലി ഒരു ആരോ ആണ്. എന്റെ കോർഡിനേറ്റ് സിസ്റ്റം ഏതാണെങ്കിലും ആ വെക്ടർ തന്നെ ആയിരിക്കും. വെക്ടറിന്റെ ഒരു പ്രോപ്പർട്ടീസും മാറത്തില്ല. ഞാനൊരു കാര്യം ചെയ്യുവാണ്, ഞാനിവിടെ വേറൊരു കോർഡിനേറ്റ് സിസ്റ്റം ഞാൻ കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, ആ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ കൺസിഡർ ചെയ്യുന്ന പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഈ എയും ബിയും ഒരു സിംഗിൾ പ്ലെയിനിലെ, നമുക്ക് അല്ലെങ്കിലും അറിയാം എയും ബിയും രണ്ട് വെക്ടേഴ്സ് ആണ്. ഈ രണ്ട് വെക്ടേഴ്സ് ഒരു പ്ലെയിൻ ഫോം ചെയ്യുന്നുണ്ട്.
റൈറ്റ്. എന്റെ പുതിയ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയും ബിയും ഫോം ചെയ്യുന്ന പ്ലെയിൻ ആയിരിക്കും എന്റെ പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ XY പ്ലെയിൻ. റൈറ്റ്. അതായത് ഈ എയും ബിയും ഫോം ചെയ്യുന്ന ഒരു പ്ലെയിൻ. ഓക്കെ, എയും ബിയും ഫോം ചെയ്യുന്ന പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സപ്പോസ് ഞാൻ ആ പ്ലെയിനെ ഇങ്ങനെ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇതാണ് എന്റെ പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ XY പ്ലെയിൻ. ഓക്കെ, റൈറ്റ്. സോ ഓക്കെ, നമുക്കത് വളരെ വേഗമായിട്ട് ഞാൻ വരച്ചു കഴിഞ്ഞാൽ മിക്കവാറും വരച്ച് കുളമാവാനേ സാധ്യതയുള്ളൂ. എന്തായാലും ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്റെ പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ XY പ്ലെയിൻ. ഓക്കെ, ഇസഡ് ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. എങ്കിലും ആലോചിച്ച് നോക്കുക, വിത്ത് റെസ്പെക്ട് ടു ദിസ് ന്യൂ കോർഡിനേറ്റ് സിസ്റ്റം ഈ രണ്ട് വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലെയിനിലെ രണ്ട് വെക്ടേഴ്സ് ആണ്. ഓക്കെ, എങ്കിൽ നമുക്കറിയാം ഞാൻ ഈ ന്യൂ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എന്റെ ഈ വെക്ടേഴ്സിന്റെ, അതായത് എന്റെ ഈ സെയിം വെക്ടേഴ്സിനെ ഞാൻ എക്സ്പ്രസ് ചെയ്താൽ എനിക്ക് ഡിഫറെന്റ് കമ്പോണൻസ് ആയിരിക്കും എന്തായാലും കിട്ടുന്നത്. ഓക്കെ, ആ കമ്പോണൻസിന് എന്തായാലും ഇസഡ് കമ്പോണന്റ് ഉണ്ടാവില്ല. ബിക്കോസ് എന്റെ പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ അതിന്റെ XY പ്ലെയിനിലുള്ള രണ്ട് വെക്ടേഴ്സ് ആണ് ഇത് രണ്ടും. എങ്കിൽ അതിന് പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇസഡ് കമ്പോണന്റ് തന്നെ ഉണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് കണ്ട സെയിം എക്സ്പ്രഷൻ, ഓക്കെ റൈറ്റ്, ഈ സെയിം എക്സ്പ്രഷൻ തന്നെ ആയിരിക്കും ക്രോസ് പ്രോഡക്റ്റ്. എന്തുകൊണ്ടാ? ബിക്കോസ് ഇസഡ് കമ്പോണന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സൂക്ഷിച്ച് നോക്കുക, നമുക്ക് കാണാൻ പറ്റും ഇത് കാണില്ല, ഇത് കാണില്ല. ഈ ടേം 0 ആയിരിക്കും ആൻഡ് ഈ ടേം 0 ആയിരിക്കും. സോ ഈ ടേം കാണില്ല. എങ്കിൽ ഇത് മാത്രമായിരിക്കും നമ്മുടെ ക്രോസ് പ്രോഡക്റ്റിന്റെ വാല്യൂ. റൈറ്റ്. എങ്കിൽ ഈ സാധനം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ആ രണ്ട് വെക്ടേഴ്സും ഫോം ചെയ്യുന്ന പാരലോഗ്രാഫിന്റെ ഏരിയയാണ്. റൈറ്റ്. എന്ന് വെച്ചാൽ നമ്മുടെ എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് ശ്രദ്ധിച്ചു നോക്കുക. എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എയും ബിയും ഫോം ചെയ്യുന്ന പാരലോഗ്രാഫിന്റെ ഏരിയയാണ്. എന്ന് വെച്ചാൽ എ ബി സൈൻ തീറ്റ. ഇനി ജസ്റ്റ് ആലോചിക്കുക, എ ക്രോസ് ബി ഒരു വെക്ടർ ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡും മറ്റ് ക്യാരക്ടറിസ്റ്റിക്സും ഒന്നും ഞാൻ എന്റെ കോർഡിനേറ്റ് സിസ്റ്റം മാറുന്നതനുസരിച്ച് മാറില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ എടുത്ത ഈ കൺവീനിയന്റ് കോർഡിനേറ്റ് സിസ്റ്റത്തിലെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണോ അത് തന്നെ ആയിരിക്കും എല്ലാ കോർഡിനേറ്റ് സിസ്റ്റത്തിലും. സോ എനിക്ക് സഡൻലി മനസ്സിലായി ഈ മുഴുവൻ സാധനത്തിന്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ബി ടൈംസ് ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ സൈൻ തീറ്റയാണ്. റൈറ്റ്. സോ ഞാൻ ഇമ്മീഡിയറ്റ്ലി മനസ്സിലാക്കി എ ക്രോസ് ബി എന്ന് പറയുന്നത് ബേസിക്കലി മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ടൈം സൈൻ തീറ്റയാണ്. അതാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ആൻഡ് അതിന്റെ ഡയറക്ഷൻ നമുക്ക് ഓൾറെഡി മനസ്സിലായത് എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണ്. സോ എൻ എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ആണ്. ഓക്കെ, സോ റൈറ്റ്. അപ്പോൾ നമ്മുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, എ ക്രോസ് ബി ഇനി കമ്പോണന്റ് ഫോമിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ അല്ലാതെയും പ്രൂവ് ചെയ്തു എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി സൈൻ തീറ്റയാണ്. ആൻഡ് അതിന്റെ ഡയറക്ഷൻ എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണ്. ആൻഡ് എ ക്രോസ് ബി ഈക്വൽ ടു എ ബി സൈൻ തീറ്റ എന്ന് നമ്മുടെ ഈ എക്സ്പ്രഷൻ അകത്തുനിന്ന് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി ടാസ്ക് ആണ്. എനിക്ക് ഒരിക്കലും 3 ഡയമെൻഷനകത്ത് വെക്ടേഴ്സിനെ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്ത് എ വൈന്റെയും ബി ഇസഡിന്റെയും എ ഇസഡിന്റെയും ബി വൈന്റെയും വാല്യൂസ് മറ്റേ ഡോട്ട് പ്രോഡക്റ്റ് ഇവാലുവേറ്റ് ചെയ്തതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആക്ച്വലി അവിടെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്ത് എനിക്ക് സോൾവ് ചെയ്യാം. പക്ഷെ ഞാനൊരു ക്ലവർ സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തത്. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്റെ കംപ്ലീറ്റ് കോർഡിനേറ്റ് സിസ്റ്റം മാറ്റി എന്റെ ന്യൂ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ആക്ച്വലി ഈ ടേം മാത്രമേ ഉള്ളൂ. റൈറ്റ്. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ടേം എന്ന് പറഞ്ഞാൽ ബേസിക്കലി അവിടുത്തെ പാരലോഗ്രാഫിന്റെ ഏരിയയാണ്. എങ്കിൽ ന്യൂ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണോ അത് തന്നെ ആയിരിക്കും ഓൾ കോർഡിനേറ്റ് സിസ്റ്റത്തിലും. ബിക്കോസ് അത് വെക്ടർ ആണ്, എന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കോർഡിനേറ്റ് സിസ്റ്റത്തിന് ഡിപെൻഡ് ചെയ്യത്തില്ല. സോ എന്റെ ന്യൂ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ കോർഡിനേറ്റ് സിസ്റ്റത്തിലും ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വെക്ടറും ഫോം ചെയ്യുന്ന പാരലോഗ്രാഫിന്റെ ഏരിയ ആയിരിക്കും. സോ ഞാൻ ഐഡന്റിഫൈ ചെയ്തു. ഇതാണ് എന്റെ ഒരു ലോജിക്കൽ ഫ്ലോ. ഓക്കെ, ക്ലിയർ. ഓക്കെ, എങ്കിൽ നമ്മുടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഉള്ള റിസൾട്ട്സ്. ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് ബി ക്രോസ് എ ആണ്. ഓക്കെ, റൈറ്റ്. രണ്ടാമത്തത് ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ റിസൾട്ട് ആണ്. സപ്പോസ് എൻ്റെ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, റൈറ്റ്. ഈ രണ്ട് വെക്ടേഴ്സിന്റെയും ഫോം ചെയ്യുന്ന പാരലോഗ്രാഫിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ആണ്. ഓക്കെ, അതാണ് ബേസിക്കലി റിസൾട്ട്. അടുത്തത്, സപ്പോസ് എൻ്റെ രണ്ട് വെക്ടേഴ്സ് ഉണ്ട് എയും ബിയും. ആ രണ്ട് വെക്ടേഴ്സും പാരലൽ ആണെങ്കിൽ നമുക്കറിയാം അവർക്കിടയ്ക്കുള്ള ആംഗിൾ 0 ഡിഗ്രി ആണ്. ആംഗിൾ 0 ആണെങ്കിൽ സൈൻ 0 ആണ്. സോ അവരുടെ ക്രോസ് പ്രോഡക്റ്റ് 0 ആണ്. അല്ലെങ്കിലും അത് വളരെ ഒബ്വിയസ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് പ്രോഡക്റ്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോം ചെയ്യുന്ന പാരലോഗ്രാഫിന്റെ ഏരിയ. രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ അത് ഫോം ചെയ്യുന്ന പാരലോഗ്രാഫിന്റെ ഏരിയ 0 ആണ്. സോ സെൻസിബിൾ. ആൻഡ് നമുക്ക് എഴുതാൻ പറ്റുന്ന അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയുള്ള റിസൾട്ട് ആണ് ഐ ക്രോസ് ജെ ഈക്വൽ ടു കെ. വൈ? ഓക്കെ, സിമ്പിൾ. ബിക്കോസ് ഇതാണ് എന്റെ ഐ, ഇതാണ് ജെ. റൈറ്റ്. ഐ ക്രോസ് ജെ എന്ന് പറഞ്ഞാൽ ഐ എന്ന് ജെയിലോട്ട് നമ്മൾ വിരൽ ബൗണ്ട് ചെയ്യുക, തമ്പ് ഇൻഡിക്കേറ്റ് ഡയറക്ഷൻ. ആക്ച്വലി അതാണ് കെയുടെ ഡെഫിനേഷൻ തന്നെ. ഓക്കെ, അതായത് നമ്മുടെ കെ യൂണിറ്റ് വെക്ടറിന്റെ ഡെഫിനേഷൻ തന്നെ ആക്ച്വലി ഐ ക്രോസ് ജെ എന്നാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഐ ക്രോസ് ജെ എന്ന് പറഞ്ഞാൽ കെ ആണ്.
ആൻഡ് ജെ ക്രോസ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഐ ആണ്, കെ ക്രോസ് ഐ എന്ന് പറഞ്ഞാൽ ജെ ആണ്. അതെ, ഇത് നമുക്ക് ഈസിലി ഓർത്തിരിക്കാൻ ആക്ച്വലി ഒരു വഴിയുണ്ട്. നമ്മളത് എങ്ങനെ എഴുതിയാൽ മതി, ഓക്കെ, അതായത് ഈ ഒരു സ്ട്രക്ചർ എഴുതിയാൽ മതി, അതായത് ഐ ജെ കെ, റൈറ്റ്. ഇനി ഇതിനെ സൈക്ലിക് ഓർഡറിൽ നമ്മൾ സംസാരിച്ചാൽ മതി, അതായത് ഐ ക്രോസ് ജെ കെ, അടുത്തത് ജെ ക്രോസ് കെ ഐ, അടുത്തത് കെ ക്രോസ് ഐ ജെ, റൈറ്റ്. നമ്മൾ സൈക്ലിക് ഓർഡറിൽ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടും പറഞ്ഞിട്ട് മൂന്നാമത്താണ് ആക്ച്വലി അതിന്റെ വാല്യൂ, റൈറ്റ്. ഞാൻ റിവേഴ്സ് ഓർഡറിൽ വരുവാണെങ്കിൽ നെഗറ്റീവ് സൈൻ്റെ വ്യത്യാസം വരും, ബിക്കോസ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് ബി ക്രോസ് എ ആണ്. അപ്പൊ ഇപ്പൊ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് എന്താണെന്നറിയാം, ക്രോസ് പ്രോഡക്റ്റ് എന്താണെന്നറിയാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവരുടെ പല കോമ്പിനേഷൻസ് ട്രൈ ചെയ്യുവാണ്. ഓക്കെ, അതെന്താ മീൻ ചെയ്യുന്നത്, അതിന്റെ സിംപ്ലിഫൈഡ് ഫോം എന്താണ്, നമുക്ക് ഇതൊക്കെ അറിയേണ്ടത്. ഓക്കെ, ഫസ്റ്റത്തെ ഒരു കോമ്പിനേഷൻ ആണ് ബേസിക്കലി ബോക്സ് പ്രോഡക്റ്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ബോക്സ് പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. നമ്മൾ അതിനെ വേറെ രീതിയിൽ വിളിക്കുന്ന സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്നാണ്. അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റിന്റെ ഡെഫിനിഷൻ 3 വെക്ടേഴ്സ് ആണ്, എ ബി സി. അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, എ ഡോട്ട് ബി ക്രോസ് സി, അതാണ് അതിന്റെ ഡെഫിനിഷൻ. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് ഇത് എന്താണെന്ന് നോക്കണം. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്ന പോലെ ഡോട്ടും ക്രോസും ഇടാൻ പറ്റത്തില്ല. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഇതുപോലൊരു കോമ്പിനേഷൻ എഴുതാൻ പറ്റത്തില്ല, അതായത് എ ക്രോസ് ബി ഡോട്ട് സി, ഇങ്ങനെ ഒരു സാധനം ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ബി ഡോട്ട് സി എന്ന് പറഞ്ഞ നമ്പർ, ആ നമ്പറിന് ഒരിക്കലും എനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് 2 വെക്ടേഴ്സേ ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡോട്ടും പ്രോഡക്റ്റ് ക്രോസും ഇടാൻ പറ്റത്തില്ല. ഞാൻ ജസ്റ്റ് കെയർഫുൾ ആവണം. ഇവിടെ നോക്കുകയാണെങ്കിൽ എനിക്കറിയാം ബി ക്രോസ് സി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു വെക്ടർ ആണ്, ആൻഡ് എയും ഒരു വെക്ടർ ആണ്. 2 വെക്ടർ എനിക്ക് ഡോട്ട് ചെയ്യാം, നോ പ്രോബ്ലം. സോ അതാണ് ആക്ച്വലി ഇവിടെ സംഭവിച്ചത്. സോ എനിക്ക് എല്ലാ കോമ്പിനേഷൻസ് എടുക്കാൻ പറ്റത്തില്ല, നമ്മുടെ ഈ റൂൾസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള കോമ്പിനേഷൻസ് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് നോക്കാം ഇതെന്താ മീൻ ചെയ്യുന്നത്. ഫസ്റ്റ് ബി ക്രോസ് സി. ഓക്കെ, ഞാനിപ്പോ ഈ ഡയഗ്രം നോക്കുക, ഇതാണ് ബി, ഇതാണ് സി, എങ്കിൽ എന്താ ബി ക്രോസ് സി? ഓക്കെ, ഇതാണ് നമ്മുടെ എ, റൈറ്റ്. ഞാൻ 3 ആർബിട്രറി ഡയറക്ഷനിലാണ് വരച്ചിരിക്കുന്നത്, റൈറ്റ്. എങ്കിൽ ബി ക്രോസ് സി എന്ന് പറഞ്ഞാൽ എന്തുവാ? ബി ക്രോസ് സി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, ഈ ബിയും സിയും ഫോം ചെയ്യുന്ന ഈ പാരലോഗ്രാഫിന്റെ ഏരിയ, അതായത് ഈ ഏരിയ. ഓക്കെ, പെർഫെക്റ്റ്. ഇനി അതിനെ ഞാൻ എ കൊണ്ട് ഡോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമുക്ക് എന്തായാലും അറിയാം ഇതിന്റെ 2 വെക്ടേഴ്സ് ഉണ്ട്, അതായത് എ ബി. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എ ബി കോസ് തീറ്റയാണ്. തീറ്റ എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ ആണ്. ഓക്കെ, എങ്കിൽ നമുക്കിവിടെ ആലോചിച്ച് നോക്കാം ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്. റൈറ്റ്, ഞാനിവിടെ ചെയ്യുന്നത് ബി ക്രോസ് സി അല്ലെങ്കിൽ എ ഡോട്ട് ബി ക്രോസ് സി എന്ന് വെച്ചാൽ അതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ക്രോസ് സി ടൈംസ് കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ബി ക്രോസ് സി ആൻഡ് എ എന്നായിരിക്കും വരുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് നോക്കാതെ എന്താണെന്ന്. റൈറ്റ്, ഓക്കെ. അപ്പൊ ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇതാണ് ബി, ഇതാണ് സി. സോ ബി ക്രോസ് സി എന്ന് പറഞ്ഞാൽ രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനാണ്. ഓക്കെ, രണ്ടിനും പെർപെൻഡിക്കുലർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാ? ഇതാണ് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മുടെ എ. സോ ഇതാണ് ബി ക്രോസ് സി, ഇതാണ് എ. സോ ഇതാണ് ആംഗിൾ തീറ്റ. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് ഈ ആംഗിൾ തീറ്റയാണെന്ന് മനസ്സിലായി. എങ്കിൽ നമുക്ക് അറിയേണ്ടത് എന്താണ് എ, ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ക്രോസ് സി ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കോസ് തീറ്റ. ഈ ആലോചിക്കുക എന്താണ് എ കോസ് തീറ്റ എന്ന്. ഞാൻ ഓൾറെഡി പറഞ്ഞു, തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഈ 2 വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറിനും നമ്മുടെ എക്ക് ഇടയ്ക്കുള്ള ആംഗിൾ ആണ് കോസ് തീറ്റ. സോ ഇതാണ് ബേസിക്കലി തീറ്റ. ഇനി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ വെക്ടറും അതായത് ബി സി പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറും, ഓക്കെ, ഞാനിപ്പോ ഈ എൻഡിൽ നിന്ന് നമ്മുടെ ബി സി പ്ലെയിനിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുവാണ്. സോ ഇത് രണ്ടും പാരലാണ്. ഓക്കെ, ബിക്കോസ് രണ്ടും ബി സി പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, എങ്കിൽ നമ്മുടെ ഈ എക്കും ഈ വെക്ടറിനും ഇടയ്ക്കുള്ള ആംഗിൾ എന്താണോ അതാണ് നമ്മുടെ കോസ് തീറ്റയ്ക്കകത്തുള്ള ആംഗിൾ. അത് തന്നെയായിരിക്കും നമ്മുടെ ഈ വെക്ടറിനും എക്കും ഇടയ്ക്ക് വരുന്ന ആംഗിൾ. ഓക്കെ, റൈറ്റ്. അതായത് ഈ ആംഗിൾ, അതായത് ഈ ആംഗിൾ. സോ നമ്മൾ വെരിഫൈ ചെയ്തു, നമ്മുടെ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി തീറ്റയാണ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നോക്കുക, ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഓക്കെ, ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നോക്കിയാൽ എനിക്ക് മനസ്സിലാവും, ഇതാണ് ഹൈപ്പോട്ടിന്യൂസ്, ഇത് അഡ്ജസന്റ് സൈഡാണ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഹൈപ്പോട്ടിന്യൂസ് ഇൻറ്റു കോസ് തീറ്റ. സോ എ കോസ് തീറ്റ എന്ന് പറയുന്നത് ബേസിക്കലി ഈ പെർപെൻഡിക്കുലർ ലെങ്ത് ആണ്. ഓക്കെ, സോ എനിക്ക് മനസ്സിലായി ഇത് എ കോസ് തീറ്റ എന്ന് വെച്ചാൽ നമ്മുടെ ഈ എക്സ്പ്രഷൻ ബോക്സ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ക്രോസ് സി ടൈംസ് പെർപെൻഡിക്കുലർ ലെങ്ത്. ഇനി ജസ്റ്റ് ജോമെട്രി ആലോചിച്ച് നോക്കുക, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ പാരലോഗ്രാഫിന്റെ ഏരിയ, പാരലോഗ്രാഫിന്റെ ഏരിയ ഇൻറ്റു പെർപെൻഡിക്കുലർ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോം ചെയ്യുന്ന ഈ പാരലോ പൈപ്പിന്റെ വോളിയം ആണ്. എന്ന് വെച്ചാൽ ഈ കിടക്കുന്നത് ബേസിക്കലി
നമ്മുടെ ബോക്സ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 3 വെക്ടേഴ്സും ഫോം ചെയ്യുന്ന ആ ഒരു പാരലോപൈപ്പറ്റ് ഫോമിന്റെ വോളിയം ആണ്. എന്ന് വെച്ചാൽ ഇത് ബേസിക്കലി വോളിയം ആണ്. ഓക്കെ, സോ നമുക്ക് ബോക്സ് പ്രോഡക്റ്റിന്റെ മീനിങ് എന്ന് മനസ്സിലായി. ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 2 വെക്ടറും ഫോം ചെയ്യുന്ന പാരലോഗ്രാഫിന്റെ ഏരിയ ആണ്. ബോക്സ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 വെക്ടറും ഫോം ചെയ്യുന്ന ആ ഒരു വോളിയം ആണ്. ഓക്കെ, ആ പാരലോപൈപ്പിന്റെ വോളിയം ആണ്. റൈറ്റ്, ഇനി എനിക്ക് ഈ ബോക്സ് പ്രോഡക്റ്റിന് ഈ കമ്പോണന്റ് ഫോമിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് എഴുതാം. റൈറ്റ്, അതാണ് ആക്ച്വലി റെപ്രസെന്റേഷൻ. ഇത് എന്തുകൊണ്ടാണ് ട്രൂ ആവുന്നത്? വളരെ സിമ്പിൾ ആണ്. റൈറ്റ്, അതായത് ജസ്റ്റ് ഈ എക്സ്പ്രഷൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ബിക്കോസ് ബി ക്രോസ് സി എന്ന് പറയുന്നത്, ഓക്കെ, ഇവിടെ ഇത് മറന്നു കളയുക. ഐയും ജെയും കെയും വരുമ്പോൾ ഇവിടെ എന്ത് കിട്ടുമോ അതാണ്. ഓക്കെ, റൈറ്റ്. ബി ക്രോസ് സിയുടെ കൂടെ എ ഡോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ബി ക്രോസ് ബിയുടെ ഫസ്റ്റ് കമ്പോണന്റിന്റെ കൂടെ എ എക്സ് വരിക, സെക്കൻഡ് കമ്പോണന്റിന്റെ കൂടെ എ വൈ വരിക, തേർഡ് കമ്പോണന്റിന്റെ കൂടെ എ ഇസഡ് വരിക. റൈറ്റ്, എന്ന് വെച്ചാൽ നമ്മുടെ ബി ക്രോസ് സി വെക്ടർ ഞാൻ എഴുതുമ്പോൾ അതിനകത്ത് ഐ കിടക്കുന്നതിന് പകരം എ എക്സ് കിടക്കുക. ഓക്കെ, ആൻഡ് ജെ കിടക്കുന്നതിന് പകരം എ വൈ കിടക്കുക, കെ കിടക്കുന്നതിന് പകരം എ ഇസഡ് കിടക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ഈ എ ക്രോസ് ബിയുടെ റെപ്രസെന്റേഷനകത്ത് ഐക്കും ജെയ്ക്കും കെയ്ക്കും പകരം എ എക്സും എ വൈയും എ ഇസഡും ഇട്ടാൽ മതി. സോ ഇതാണ് നമ്മുടെ ബോക്സ് പ്രോഡക്റ്റിന്റെ കമ്പോണന്റ് റെപ്രസെന്റേഷൻ. ഓക്കെ, സോ നമുക്കിപ്പോൾ എന്താണ് ബോക്സ് പ്രോഡക്റ്റ് എന്ന് മനസ്സിലായി, എനിക്ക് എന്റെ കമ്പോണന്റ് റെപ്രസെന്റേഷൻ മനസ്സിലായി. ഞാനിത് എന്തിനാ ചെയ്തേ? ബിക്കോസ് ഞാൻ ക്രോസ് പ്രോഡക്റ്റും ഡോട്ട് പ്രോഡക്റ്റും എന്താണെന്ന് ഓൾറെഡി പഠിച്ചു. ഞാൻ ഇനി അതിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി അടുത്തൊരു കോമ്പിനേഷൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. അടുത്ത കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് എ ക്രോസ് ബി ക്രോസ് സി. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടോ? ഉണ്ട്. ബിക്കോസ് ബി ക്രോസ് സി വെക്ടർ ആണ്, എ വെക്ടർ ആണ്. സോ എ ക്രോസ് ബി ക്രോസ് സി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ്. റൈറ്റ്, ബിക്കോസ് നമുക്ക് കിട്ടുന്ന ആൻസർ വെക്ടർ ആണ്, അതിന്റെ ഇവിടെ 3 എണ്ണം ഉണ്ട്. സോ വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ്. സോ എനിക്ക് അറിയേണ്ടത് എന്താണ്? എ ക്രോസ് ബി ക്രോസ് സി. എനിക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, റൈറ്റ്, നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, വൺ വേ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ എനെ എ എക്സ് ഐ എ വൈ ജെ എ ഇസഡ് കെ, ആൻഡ് വെക്ടർ ബിനെ ബി എക്സ് ഐ ബി വൈ ജെ ബി ഇസഡ് കെ, വെക്ടർ സിനെ സി എക്സ് ഐ സി വൈ ജെ സി ഇസഡ് കെ എന്ന് ഡയറക്റ്റ് ആയിട്ട് ഞാൻ എഴുതുക. എഴുതിയതിനു ശേഷം ഞാൻ ബി ക്രോസ് സി കണ്ടുപിടിക്കുക കമ്പോണന്റ് ഫോമിൽ. അതിനുശേഷം ഞാൻ കിട്ടുന്ന ആൻസറിനെ ഞാൻ എഗെയിൻ എ ക്രോസ് ആ ഒബ്ജക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ഒരുപാട് അൾജിബ്ര ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. റൈറ്റ്, അതൊരു വേ ആണ്, അതൊരു ബ്രൂട്ട് ഫോഴ്സ് വേ ആണ്. പക്ഷെ ഒട്ടും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേ അല്ല. ഓക്കെ, റൈറ്റ്, നമുക്ക് കുറച്ചുകൂടെ ക്ലവർ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ആക്ച്വലി ഞാനവിടെ വർക്ക് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ്. റൈറ്റ്, ബിക്കോസ് ഞാനൊരു പർട്ടിക്കുലർ കോർഡിനേറ്റ് സിസ്റ്റം എഴുതിയാൽ എനിക്ക് കമ്പോണൻസ് എഴുതാൻ പറ്റും. കമ്പോണൻസ് കോർഡിനേറ്റ് സിസ്റ്റത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ വെക്ടർ എന്ന് പറഞ്ഞാൽ ജനറൽ ഒബ്ജക്ട്സ് ആണ്. റൈറ്റ്, അതിനൊരു പ്രത്യേക കോർഡിനേറ്റ് സിസ്റ്റമായിട്ട് ബന്ധമൊന്നുമില്ല. ഓക്കെ, അത് അബ്സ്ട്രാക്ട് ഒബ്ജക്ട്സ് ആണ്, ജനറൽ ഒബ്ജക്റ്റ് ആണ്, ഇറസ്പെക്ടീവ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം ആണ് വെക്ടർ എന്ന് പറയുന്ന ഒബ്ജക്ട് എപ്പോഴും. സോ നമുക്ക് വെക്ടർ നൊട്ടേഷൻ വെച്ച് തന്നെ ഇത് കംപ്ലീറ്റ്ലി എഴുതാൻ പറ്റണം. ഓക്കെ, സോ നമുക്ക് ആലോചിക്കുക ഇതിനെങ്ങനെ എഴുതാമെന്ന്. റൈറ്റ്, ഓക്കെ, അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. ഞാനൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. എ ക്രോസ് ബി ക്രോസ് സി, എന്തായാലും ഈ ഒബ്ജക്റ്റ് എയ്ക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും ആൻഡ് ബി ക്രോസ് സിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. ബിക്കോസ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എയ്ക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണ്. സോ എ ക്രോസ് ബി ക്രോസ് സി എന്ന് പറഞ്ഞാൽ എയ്ക്കും പെർപെൻഡിക്കുലർ ആണ്, ബി ക്രോസ് സിക്കും പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, റൈറ്റ്, ഇനി ബി ക്രോസ് സിക്ക് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്തുവാ? അതായത് സപ്പോസ് ഇതാണ് ബി ആൻഡ് ഇതാണ് സി. ഓക്കെ, ഇതാണ് ബി, ഇതാണ് സി. എങ്കിൽ ബി ക്രോസ് സിക്ക് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ വെക്ടർ ബി സി പ്ലെയിനിലായിരിക്കും. ഓക്കെ, കാര്യം എങ്കിൽ മാത്രമേ അത് ബി ക്രോസ് സിക്ക് പെർപെൻഡിക്കുലർ ആകത്തുള്ളൂ. അതായത് ഈ ബിയും സിയും ഫോം ചെയ്യുന്ന ഈ പ്ലെയിനകത്തായിരിക്കും ബേസിക്കലി ഈ വെക്ടർ. അത് എയ്ക്ക് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? അതിന്റെ അർത്ഥം ആ വെക്ടറിന് എയുടെ ഡയറക്ഷനിൽ കമ്പോണന്റ് കാണത്തുമില്ല. റൈറ്റ്, ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, റൈറ്റ്, ഞാൻ എന്തായാലും എഴുതാൻ പോവാ. ഞാൻ എഴുതുന്നു എ ക്രോസ് ബി ക്രോസ് സി. ഓക്കെ, ഞാൻ എ ക്രോസ് ബി ക്രോസ് സിനെ ഞാൻ വെക്ടർ വി എന്ന് എഴുതുന്നു. ഓക്കെ, സോ എനിക്ക് എഴുതാം വെക്ടർ വി ഈക്വൽ ടു സംതിങ്. ഓക്കെ, സംതിങ് ടൈംസ് നമുക്ക് മനസ്സിലായി ബി ക്രോസ് സിക്ക് പെർപെൻഡിക്കുലർ, അതായത് ബി സി പ്ലെയിനിലാണെന്ന്. സോ അപ്പൊ എന്തായാലും എനിക്ക് എഴുതാം ഈ സാധനത്തിന് സംതിങ് ടൈംസ് ബി പ്ലസ് സംതിങ് ടൈംസ് സി പ്ലസ് സംതിങ് ടൈംസ് എ എന്ന് നമ്മൾ എഴുതും. ഓക്കെ, പക്ഷെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി റിയലൈസ് ചെയ്യും എയ്ക്കും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് എയുടെ ഡയറക്ഷനിൽ അതിന് കമ്പോണന്റ് ഉണ്ടാവില്ല. ബിക്കോസ് എയ്ക്കും പെർപെൻഡിക്കുലർ ആണല്ലോ. സോ എയുടെ ഡയറക്ഷനിൽ കമ്പോണന്റ് ഇല്ല. എന്ന് വെച്ചാൽ ഈ ടേം ഇല്ല. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെങ്കിലും ഈ ഒബ്ജക്റ്റ് എന്താണെങ്കിലും അത് ഈ സ്ട്രക്ചറിലായിരിക്കും. സംതിങ് ടൈംസ് വെക്ടർ ബി പ്ലസ് സംതിങ് ടൈംസ് വെക്ടർ സി. ഓക്കെ, റൈറ്റ്, ആൻഡ് എന്താണ് ഈ സംതിങ്? അത് നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ബിക്കോസ് നമ്മൾ വെക്ടർ പാർട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ അക്കോമഡേറ്റ് ചെയ്തു ആൻഡ് ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ജസ്റ്റ് നമ്പേഴ്സ് ആണ്. ഓക്കെ, സോ എനിക്ക് ഇനി അടുത്ത ഈ നമ്പേഴ്സ് എന്താണ് എന്ന് കണ്ടുപിടിക്കുകയാണ് എന്റെ അടുത്ത ഹെഡ് ഏക്ക്. അപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, നമുക്കൊന്ന് ആലോചിക്കാം.
ആ നമ്പേഴ്സ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ആ നമ്പേഴ്സ് ബേസിക്കലി ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഈ കിടക്കുന്ന വെക്ടേഴ്സിനെയാണ്. ഓക്കെ, സോ ആ വെക്ടേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സ്കെയിലേഴ്സ് ആണ് ഞാനിവിടെ എഴുതേണ്ടത്. ഓക്കെ, റൈറ്റ്. ഓക്കെ, വേണമെങ്കിൽ ഒരു ക്വസ്റ്റൻ ചോദിക്കാം, വെക്ടേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സ്കെയിലേഴ്സ് എന്തിനാണ് എഴുതുന്നത്? ബിക്കോസ് ഇത് ബേസിക്കലി കമ്പോണൻസ് അല്ലേ, റൈറ്റ്? ഓക്കെ, കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് കോർഡിനേറ്റ് സിസ്റ്റം മാറുന്നതനുസരിച്ച് മാറുമെന്നാണ്. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് പ്യൂർലി വെക്ടേഴ്സ് ആണ്, ബിയും സിയും. ഓക്കെ, റൈറ്റ്, അത് കോർഡിനേറ്റ് ഇൻഡിപെൻഡന്റ് ആണ്, ഇൻഡിപെൻഡന്റ് ഫ്രം എനി കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, അത് ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പറും ഇൻഡിപെൻഡന്റ് ഫ്രം അവർ കോർഡിനേറ്റ് സിസ്റ്റം ആയിരിക്കണം. ക്ലിയർ? ബിക്കോസ് ഈ ബിയും സിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർഡിനേറ്റ്സിനെയും കോർഡിനേറ്റ് സിസ്റ്റത്തെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അബ്സ്ട്രാക്ട് വെക്ടേഴ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പേഴ്സും ഓക്കെ ഇൻഡിപെൻഡന്റ് ഫ്രം അവർ ചോയ്സ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം ആയിരിക്കണം. എന്ന് വെച്ചാൽ ഈ കിടക്കുന്നത് ആക്ച്വൽ സ്കെയിലേഴ്സ് ആയിരിക്കണം, മറ്റേ കമ്പോണൻസ് അല്ല, കോർഡിനേറ്റ് സിസ്റ്റം മാറുന്നതനുസരിച്ച് വരുന്ന കമ്പോണൻസ് അല്ല. ഓക്കെ, റൈറ്റ്. സോ ഇത് പ്യുവർ നമ്പേഴ്സ് ആയിരിക്കണം, അതായത് ഇൻഡിപെൻഡന്റ് ഫ്രം കോർഡിനേറ്റ് സിസ്റ്റം ആയിട്ടുള്ള പ്യുവർ സ്കെയിലേഴ്സ് ആയിരിക്കണം. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ആ സ്കെയിലർ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് എനെയും ബിനെയും സിനെയും ആണ്. എങ്കിൽ നമുക്ക് ആലോചിച്ച് നോക്കാം, എയും ബിയും സിയും യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന സ്കെയിലേഴ്സ് ഏതൊക്കെയാണോ അതാണ് ആക്ച്വലി ഇവിടെ വരാൻ പോകുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കെയിലറാണ് എ ഡോട്ട് ബി ഡോട്ട് സി എന്നൊരു സാധനമില്ല. ബിക്കോസ് എ ഡോട്ട് ബി ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതൊരു സ്കെയിലറാണ്, അതിനെ പിന്നെ സി കൊണ്ട് ഡോട്ട് ചെയ്യാൻ പറ്റില്ല, റൈറ്റ്? ബിക്കോസ് ഡോട്ട് പ്രോഡക്റ്റ് വെക്ടേഴ്സിനിടയ്ക്ക് ഡിഫൈൻ ചെയ്തേക്കുന്നത്. എ ഡോട്ട് ബി ചെയ്യുമ്പോൾ അതൊരു സ്കെയിലറായി, ആൻഡ് സി ഒരു വെക്ടർ ആണ്, സോ ഒരു സ്കെയിലറിന്റെ വെക്ടർ കൊണ്ട് ഡോട്ട് ചെയ്യാൻ പറ്റില്ല, റൈറ്റ്? സോ എ ഡോട്ട് ബി ഡോട്ട് സി എന്നൊരു സാധനമൊന്നുമില്ല, റൈറ്റ്? എന്ന് വെച്ചാൽ എനിക്ക് രണ്ടെണ്ണത്തിന് മാത്രമേ അറ്റ് എ ടൈം എടുക്കാൻ പറ്റത്തുള്ളൂ. സോ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, ഞാനിപ്പോൾ ഇവിടെ എഴുതാനായിട്ട് എടുക്കുന്ന സാധനം എ ഡോട്ട് ബി ആണെന്ന് വെച്ചോ, എ ഡോട്ട് ബി, റൈറ്റ്? എങ്കിലൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഞാനിവിടെ എ ഡോട്ട് ബിയുടെ ഒരു ടേം ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, റൈറ്റ്, ഓക്കെ, ഈ ക്വാണ്ടിറ്റി ഓവറോൾ കണ്ടോ ബിനെ 2 ടൈംസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? സപ്പോസ് ഞാൻ എന്റെ വെക്ടർ ബി 2 ടൈംസ് ആക്കി കഴിഞ്ഞാൽ, വെക്ടർ ബിയുടെ ലെങ്ത് 2 ടൈംസ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓവറോൾ 2ന്റെ ഫാക്ടർ വരും, ഇവിടെ ഒരു ഓവറോൾ 2ന്റെ ഫാക്ടർ വരും, റൈറ്റ്? ഓക്കെ, റൈറ്റ്. എന്ന് വെച്ചാൽ ഓവറോൾ ഒരു 2ന്റെ ഫാക്ടർ പുറത്ത് വരുന്നില്ലായിരിക്കും. സപ്പോസ് ഈ സിയുടെ കമ്പോണന്റ് നെഗ്ലക്ട് ചെയ്യുക, ഓക്കെ, സിയുടെ കമ്പോണന്റ് ഇല്ലാന്ന് തന്നെ വെച്ചോ, റൈറ്റ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓവറോൾ 4ന്റെ ഫാക്ടർ ആയിരിക്കും പുറത്ത് വരുന്നത്. പക്ഷെ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കേ, ഞാൻ ബി 2 ടൈംസ് ആയി കഴിഞ്ഞാൽ ഓവറോൾ 2 ടൈംസേ വരാവൂ, റൈറ്റ്? ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന, അതായത് ഇതിനകത്തുള്ള ഓരോ ടേംസും ഓക്കെ ഇവിടെ വന്നേക്കുന്ന അതേ ടേം ഇവിടെ വരരുത്. ഓക്കെ, റൈറ്റ്. അതായത് ഇതിനകത്തുള്ള ഒരു ടേംസും മോർ ദാൻ ഫസ്റ്റ് ഓർഡർ ആയിരിക്കരുത്, ക്ലിയർ? അതായത് സെക്കൻഡ് ഓർഡർ, അതായത് സ്ക്വയർ ടേംസ്, ക്യൂബ് ടേംസ് അങ്ങനെ വരരുത്. ഓക്കെ, ബിക്കോസ് അങ്ങനത്തുള്ള നോൺ ലീനിയർ ടേംസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ പാരാമീറ്റേഴ്സിനെ ഡബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവറോൾ ഒരു ബിഗർ ഫാക്ടർ ആയിട്ടായിരിക്കും ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ഗ്രോ ചെയ്യുന്നത്. പക്ഷെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ജസ്റ്റ് എ ക്രോസ് ബി ക്രോസ് സി, ഞാൻ ബിനെ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓവറോൾ 2ന്റെ ഫാക്ടർ മാത്രമേ പുറത്ത് വരത്തുള്ളൂ. സോ ഇവിടെ വരുന്ന ടേംസ് എല്ലാം ലീനിയർ ആയിരിക്കണം ഓരോ വെക്ടേഴ്സിലും. ഓക്കെ, എങ്കിൽ നമുക്കിവിടെ ഒരേ ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ, ഇവിടെ വരാൻ പറ്റുന്ന ഒരേ ഒരു സാധനം എ ഡോട്ട് സി മാത്രമാണ്, റൈറ്റ്? ഓക്കെ, സോ അപ്പൊ നമുക്ക് എന്തായാലും എഴുതാം, ഇവിടെ വരാൻ സാധ്യതയുള്ള ടേം ബേസിക്കലി എ ഡോട്ട് സി ആണ്. ആൻഡ് അവിടെ നിർത്തണമെന്നില്ല, കൂടെ ഒരു നമ്പർ വരാം, സം നമ്പർ, ഞാൻ ആ നമ്പറിനെ ആൽഫ എന്ന് വിളിക്കാൻ പോവാണ്. ഓക്കെ, ആൻഡ് ഇവിടെയോ, ഇവിടെ വരുമ്പോൾ ഒരിക്കലും സിന്റെ ടേം വരരുത്, ബിക്കോസ് സിന്റെ ടേം വന്നാൽ മുമ്പത്തെ അതേ ഇഷ്യൂ വരും. സോ സി ഇല്ലാത്ത ടേം, സി ഇല്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡോട്ട് ബി, റൈറ്റ്? സോ എ ഡോട്ട് ബി. ഓക്കെ, ആൻഡ് എ ഡോട്ട് ബി എന്ന് മാത്രമല്ല, അതിന്റെ കൂടെ വേണമെങ്കിൽ ഒരു നമ്പർ വരാം. സോ എനിക്ക് എ ഡോട്ട് ബി വിത്ത് സം നമ്പർ ബീറ്റ. ഓക്കെ, പെർഫെക്റ്റ്, റൈറ്റ്? എങ്കിൽ എനിക്ക് ഇനി അടുത്ത് അറിയേണ്ടത് ഈ ആൽഫയും ബീറ്റയും ഞാൻ ഇനി കണ്ടെത്തണം, കാര്യം എങ്കിൽ മാത്രമേ എനിക്ക് ഇനി മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് അതിനൊരു ലോജിക്കൽ ആർഗ്യുമെന്റ് വേണം. ഓക്കെ, നമുക്ക് നോക്കാം, റൈറ്റ്? ഫസ്റ്റ് എനിക്ക് ഈ റിസൾട്ട് നോക്കിയാൽ തന്നെ എനിക്കറിയാം, ഞാൻ ബിനെയും സിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുന്നു വെച്ചോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ബി ക്രോസ് സി എന്ന് പറഞ്ഞാൽ ബേസിക്കലി സി ക്രോസ് ബി ആണ്. അതായത് ഞാൻ സിനെയും ബിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വരാൻ പോകുന്നത് ഓവറോൾ ഒരു നെഗറ്റീവ് സൈൻ്റെ വ്യത്യാസം വരും. ഓക്കെ, റൈറ്റ്? എങ്കിൽ എനിക്ക് എഴുതാം, ദാറ്റ് ഇംപ്ലൈസ്, അതായത് ദി സെയിം ഒബ്ജക്റ്റ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ്, ഓക്കെ, നെഗറ്റീവ് ഓഫ് ദിസ് ഒബ്ജക്റ്റ്, പക്ഷെ ഞാൻ ബിനെയും സിനെയും ഇന്റർചേഞ്ച് ചെയ്യും, ക്ലിയർ? ഓക്കെ, റൈറ്റ്. സോ അപ്പൊ എനിക്ക് മനസ്സിലാവും, ആൽഫ ബിനെയും സിനെയും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡോട്ട് ബി, ഓക്കെ, സി പ്ലസ് സെക്കൻഡ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ, ബിനെയും സിനെയും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എ ഡോട്ട് സി ബി.
ഓക്കെ, ഗുഡ്. ഞാൻ ആ മൈനസ് സൈനകത്ത് കയറ്റുന്നു. മൈനസ് സൈനകത്ത് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഈ ടേം നെഗറ്റീവ് ആവും ആൻഡ് ഈ ടേം നെഗറ്റീവ് ആവും. ഓക്കെ, റൈറ്റ്. ഇനി ജസ്റ്റ് തിങ്ക് ചെയ്യുക, ഈ ഒബ്ജക്റ്റ് തന്നെയാണ് ഈ ഒബ്ജക്റ്റ്, റൈറ്റ്? സോ ഫസ്റ്റത്തെ ടേം എന്തുവാണ്? ഓക്കെ, എ ഡോട്ട് ബി വെക്ടർ സി. ഓക്കെ, അതാണ് ആക്ച്വലി കിടക്കുന്നത്. സെക്കൻഡ് ടേം എന്തുവാ? എ ഡോട്ട് സി വെക്ടർ ബി, അതാണ് ഈ ടേം, റൈറ്റ്? എങ്കിൽ ഇത് രണ്ടും ട്രൂ ആവണമെന്നുണ്ടെങ്കിൽ ആൻഡ് ഈ ഇൻഡിവിജ്വൽ ടേംസ്, അതായത് ഈ ടേം തന്നെയാണ് ഇത് ആൻഡ് ഈ ടേം തന്നെയാണ് ഇത്, അങ്ങനെ വന്ന സ്ഥിതിക്ക് രണ്ടും സെയിം ആവണമെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോയിഫിഷ്യൻസ് സെയിം ആവണം. അതായത് ഓക്കെ, ഈ ബീറ്റ എന്ന് പറയുന്നത് എക്സാക്ട്ലി മൈനസ് ആൽഫ ആവണം. ബിക്കോസ് എങ്കിൽ മാത്രമേ എനിക്ക് ഈ രണ്ട് ടേംസും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ, റൈറ്റ്? സോ ബീറ്റ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി മൈനസ് ആൽഫ ആൻഡ് എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ആൽഫ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി മൈനസ് ബീറ്റ. ഓക്കെ, സോ എനിക്ക് പറയാം ഇത് രണ്ട് ഈക്വലന്റ് ആണ് ആൻഡ് ഇൻഡിവിജ്വൽ ടേംസ് സെയിം ആണ്. ഓക്കെ, ഇൻഡിവിജ്വൽ ടേംസ് സെയിം ആണെങ്കിൽ മാത്രമേ എനിക്ക് കറസ്പോണ്ടിങ്ങിനെ മാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, റൈറ്റ്? ഓക്കെ, എങ്കിൽ എനിക്ക് എഴുതാൻ ദാറ്റ് ഇംപ്ലൈസ് ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ആൽഫ. ഓക്കെ, സോ എനിക്ക് ബീറ്റ ആൽഫയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കിട്ടി. ഓക്കെ, എന്ന് വെച്ചാൽ എനിക്ക് ഇതിനുള്ള ബീറ്റേനെ ആൽഫയുടെ ടേമിലോ ആൽഫനെ ബീറ്റയുടെ ടേമിലോ എഴുതാം. ഓക്കെ, എങ്കിൽ എൻ്റെ ഫസ്റ്റത്തെ റിസൾട്ട്, അതായത് വെക്ടർ വിനെ എനിക്ക് എങ്ങനെ എഴുതാം? വെക്ടർ വി ഈസ് ഈക്വൽ ടു ഈ കിടക്കുന്ന ബീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് ആൽഫ, റൈറ്റ്? സോ ഇത് മൈനസ് ആൽഫ ആവും ആൻഡ് എനിക്ക് ആൽഫ കോമൺ എടുക്കാം പുറത്തോട്ട്. എങ്കിൽ ആൽഫ പുറത്തോട്ട് വരും, ബാക്കി എ ഡോട്ട് സി ബി മൈനസ് എ ഡോട്ട് ബി സി. ഓക്കെ, ക്ലിയർ. ഇനി ആൽഫയുടെ വാല്യൂ ഞാൻ എന്തെങ്കിലും ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, എന്റെ പരിപാടി കഴിഞ്ഞു. ഇതിനോട് ഒരു കാര്യം മനസ്സിലാക്കണം, ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. അതായത് എന്റെ എയും ബിയും സിയും എന്താണെങ്കിലും ആൽഫ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു നമ്പർ ആണ്. സോ ഇനി ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. എനിക്ക് ഓൾറെഡി ആൻസർ അറിയാവുന്ന ഏതെങ്കിലും രണ്ട് വെക്ടേഴ്സ് പ്ലഗ് ചെയ്യുക, ആൽഫയുടെ വാല്യൂ എന്താണെന്ന് സോൾവ് ചെയ്യുക. ബിക്കോസ് ആൽഫ ജസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, എന്റെ വെക്ടേഴ്സ് മാറ്റുന്നതനുസരിച്ച് ആൽഫ മാറത്തില്ല. ബിക്കോസ് ഞാൻ ഇവിടെ ഈ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ ഒരിടത്തും ഈ ആൽഫ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എ ബി സി എന്നൊന്നും ഞാൻ കൺസിഡർ ചെയ്തിട്ടില്ല. ആൽഫ ജസ്റ്റ് ഒരു നമ്പർ ആണ്. ഇറസ്പെക്ടീവ് ഓഫ് എ ബി സി ആൽഫ കോൺസ്റ്റന്റ് ആണ്. സോ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. എനിക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കോമ്പിനേഷൻ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇതാണ്, എ എന്ന് പറയുന്നത് ഐ ആൻഡ് ബി എന്ന് പറയുന്നതും ഐ തന്നെയാണ് ആൻഡ് സി എന്ന് പറയുന്നത് ജെ ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഓക്കെ, ഈ സൈഡ് ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഐ ക്രോസ് ബിയും ഐ ആണ്, ഐ ക്രോസ് ജെ. ഓക്കെ, ഐ ക്രോസ് ജെ എന്ന് പറഞ്ഞാൽ ബേസിക്കലി കെ ആണ്. സോ അപ്പൊ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്രോസ് കെ. നമുക്കറിയാം കെ ക്രോസ് ഐ ആണ് ജെ. സോ ഐ ക്രോസ് ജെ എന്ന് പറഞ്ഞാൽ ഐ ക്രോസ് കെ എന്ന് പറഞ്ഞാൽ അപ്പൊ മൈനസ് ജെ. സോ എന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മൈനസ് ജെ ആണ്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു ഓക്കെ എ ഡോട്ട് സി. ഓക്കെ, എ ഐ ആണ്, സി എന്ന് പറഞ്ഞാൽ ജെ ആണ്. സോ ഐ ഡോട്ട് ജെ എന്ന് പറഞ്ഞാൽ 0. സോ ഈ ടേം ഇല്ല. ആൻഡ് മൈനസ് എ ഡോട്ട് ബി, എയും ബിയും ഐ ആണ്. സോ അത് 1 ഇൻറ്റു സി, സി എന്ന് പറഞ്ഞാൽ ജെ. അപ്പൊ എനിക്ക് മനസ്സിലായി ദാറ്റ് ഇംപ്ലൈസ് മൈനസ് ജെ ഈസ് ഈക്വൽ ടു മൈനസ് ആൽഫ ജെ. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായി ദാറ്റ് ഇംപ്ലൈസ് ആൽഫ ഈസ് ഈക്വൽ ടു 1. സോ ഞാൻ ആൽഫ ഇവാലുവേറ്റ് ചെയ്തു. ഞാൻ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടി. അതായത് വി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എ ക്രോസ് ബി ക്രോസ് സി ആയിരുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു ഓക്കെ എ ഡോട്ട് സി ബി മൈനസ് എ ഡോട്ട് ബി സി. ഓക്കെ, സോ നമുക്ക് ബ്രാക്കറ്റ് ആവശ്യമില്ല, റൈറ്റ്? എനിക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ഉള്ള റിസൾട്ട് ആൻഡ് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട്. അപ്പോൾ അടുത്ത കേസാണ്, സപ്പോസ് എൻ്റെ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ട്, അതായത് എ ക്രോസ് ബി ഡോട്ട് സി ക്രോസ് ഡി. സോ ഇതിങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും, അത് നമുക്കറിയണ്ടേ. അപ്പൊ നമുക്ക് എന്തായാലും അറിയാം ഇതൊരു സ്കെയിലറാണ്. ബിക്കോസ് എ ക്രോസ് ബി ഡോട്ട് സി ക്രോസ് ഡി സ്കെയിലറാണ്. സോ അപ്പൊ എന്തായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി കോർഡിനേറ്റ് ഇൻഡിപെൻഡന്റ് ആണ്. എന്ന് വെച്ചാൽ എന്തായാലും എനിക്ക് എയും ബിയും സിയും ഡിയും ഓക്കെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പൈൻ ചെയ്ത് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കോർഡിനേറ്റ് ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റീസ്, അതായത് സ്കെയിലേഴ്സ്, ആ സ്കെയിലേഴ്സിന്റെ കോമ്പിനേഷൻ ആയിരിക്കും.
റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പരസ്പരം ഇവരെ ചേർത്ത് ഫോം ചെയ്യാൻ പറ്റുന്ന സ്കെയിലേഴ്സിന്റെ ഫംഗ്ഷൻ ആയിരിക്കും ഇത്. റൈറ്റ്. അപ്പൊ ഞാൻ ആലോചിക്കുവാണ് എനിക്ക് ഇവരെ പരസ്പരം കമ്പൈൻ ചെയ്ത് ഏതൊക്കെ സ്കെയിലേഴ്സ് എനിക്ക് കൺസ്ട്രക്ട് ചെയ്യാന്ന്. വളരെ സിമ്പിൾ. എനിക്ക് നോക്കിയേ, എനിക്ക് എ സി എന്ന് പറയുന്ന ഒരു എ ബി എന്ന് പറയുന്ന ഒരു സ്കെയിലർ കൺസ്ട്രക്ട് ചെയ്യാം, എ സി കൺസ്ട്രക്ട് ചെയ്യാം, എ ഡി കൺസ്ട്രക്ട് ചെയ്യാം, ബി സി കൺസ്ട്രക്ട് ചെയ്യാം, ബി ഡി കൺസ്ട്രക്ട് ചെയ്യാം. സോ ഇത്രയും പെയർ ഓഫ്, അതായത് എൻ്റെ ഒരു 6 പെയർസ് ആണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഈ 6 സ്കെയിലേഴ്സിന്റെ കോമ്പിനേഷൻ ആയിരിക്കും എന്തായാലും ഇതിന്റെ ആൻസർ. എന്നുവെച്ചാൽ ഈ 6 സ്കെയിലേഴ്സിന്റെ ഫംഗ്ഷൻ ആയിരിക്കും ഇതിന്റെ ആൻസർ. ഓക്കെ. സോ എങ്കിൽ നമുക്ക് നമ്മുടെ ഗസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഞാൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും സ്കെയിലേഴ്സിന്റെ ഫംഗ്ഷൻ ആയിരിക്കും ആൻഡ് ഈ സ്കെയിലേഴ്സിന്റെ ലീനിയർ ഫംഗ്ഷൻസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ എഴുതുന്ന സമയത്ത് എവിടെയെങ്കിലും ബി ഡോട്ട് ബി എന്നൊരു ടേം വരുവാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ബി ഡോട്ട് ബി എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് ഞാൻ ബി ട്വൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി ഡോട്ട് ബി 4 ടൈംസ് ആവും. വെച്ചാൽ ഒരു 4ന്റെ ഫാക്ടർ ആയിരിക്കും എക്സ്ട്രാ വരാൻ പോകുന്നത്. റൈറ്റ്. സോ പക്ഷേ നമ്മുടെ ഈ റിലേഷൻഷിപ്പിനകത്ത് ഞാനൊരു ബിന്റെ ഫാക്ടർ 2 ടൈംസ് ആയി കഴിഞ്ഞാൽ ഓവറോൾ 2ന്റെ ഫാക്ടറെ പിക്കപ്പ് ചെയ്യത്തുള്ളൂ. സോ ബി ഡോട്ട് ബി, സി ഡോട്ട് സി, എ ഡോട്ട് എ, ഡി ഡോട്ട് ഡി അങ്ങനത്തെ ടേംസ് ഒന്നും വരാൻ പാടില്ല നമ്മുടെ കോമ്പിനേഷനകത്ത്. ഇവരുടെ കോമ്പിനേഷൻസ് മാത്രമേ വരാവൂ. ഓക്കെ. റൈറ്റ്. അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, നമുക്ക് മോസ്റ്റ് ജനറൽ നമുക്ക് എഴുതാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന്. ഓക്കെ. റൈറ്റ്. ശരി, നമുക്ക് നോക്കാം. ഫസ്റ്റ് എനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ടേം എന്ന് പറഞ്ഞാൽ ഇതാണ്. നോക്കുക. ഓക്കെ, ഞാൻ എ ഡോട്ട് ബി എടുക്കുന്നു. എ ഡോട്ട് ബി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എ ഡോട്ട് ബിയുടെ കൂടെ എനിക്ക് വേറെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ആവും. റൈറ്റ്. ഓക്കെ. എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എ ഡോട്ട് ബി ടൈംസ് എ ഡോട്ട് സി ടൈംസ്, അത് പറ്റില്ല. ബിക്കോസ് ഞാൻ എ ഡോട്ട് ബി ടൈംസ് എ ഡോട്ട് സി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എയിലെ സെക്കൻഡ് ഓർഡറാണ്. റൈറ്റ്. ഓക്കെ. ബിക്കോസ് ഞാൻ ആ ടേം എടുത്തു കഴിഞ്ഞാൽ എ ട്വൈസ് ആയി കഴിഞ്ഞാൽ ആ ടേം ഓവറോൾ ഒരു 4ന്റെ ഫാക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യും. പക്ഷേ ഇവിടെ അത് വരത്തില്ല. ഇവിടെ എന്റെ ഫാക്ടർ 2 ആയി കഴിഞ്ഞാൽ ഓവറോൾ 2ന്റെ ഫാക്ടറേ വരത്തുള്ളൂ. സോ ഞാൻ ഈ പെയർ എടുക്കാൻ പറ്റില്ല. എ ഡോട്ട് ബി ടൈംസ് എ ഡോട്ട് ഡി അതും പറ്റില്ല. ഓക്കെ. എ ഡോട്ട് ബി ടൈംസ് എ ഡോട്ട് ബി ഡോട്ട് സി അതും പറ്റില്ല. ബിക്കോസ് ബിന്റെ ടൈം ക്വാഡ്രാറ്റിക് ആവും, അതും പറ്റില്ല. എ ഡോട്ട് ബി ടൈംസ് ബി ഡോട്ട് ഡിയും പറ്റത്തില്ല. എനിക്ക് എ ഡോട്ട് ബി ടൈംസ് സി ഡോട്ട് ഡിയെ പറ്റത്തുള്ളൂ. സോ എനിക്ക് ഫസ്റ്റ് വരാൻ പോകുന്ന ഒരു ടേം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ. എ ഡോട്ട് ബി ടൈംസ് മൾട്ടിപ്ലിക്കേഷൻ, ഓർഡറി മൾട്ടിപ്ലിക്കേഷൻ, സി ഡോട്ട് ഡി. ഓക്കെ. റൈറ്റ്. അതൊരു കോമ്പിനേഷൻ ആണ്. പ്ലസ് അടുത്ത വരാൻ പോകുന്ന ഒരു കോമ്പിനേഷൻ, സപ്പോസ് ഞാൻ എ ഡോട്ട് സി എടുക്കുകയാണെന്ന് വെച്ചോ. എ ഡോട്ട് സിയോടെ എ ഡോട്ട് ഡി വരാൻ പാടില്ല, ബിക്കോസ് ക്വാഡ്രാറ്റിക് ആവും. ആൻഡ് ബി ഡോട്ട് സി വരാൻ പാടില്ല, ബിക്കോസ് സിയിൽ അത് ക്വാഡ്രാറ്റിക് ആവും. ആൻഡ് ബി ഡോട്ട് ഡി വരാം. ഓക്കെ. സോ എ ഡോട്ട് സി ബി ഡോട്ട് ഡി അത് അടുത്തൊരു കോമ്പിനേഷൻ ആണ്. ഓക്കെ. സോ എ ഡോട്ട് സി ബി ഡോട്ട് ഡി. ഓക്കെ. റൈറ്റ്. അതൊരു കോമ്പിനേഷൻ ആണ്. ശരി, അടുത്ത കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ്. ഓക്കെ. റൈറ്റ്. ഞാനിപ്പോൾ എ ഡോട്ട് ഡി എടുക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ ബി ഡോട്ട് സി വരാം. ഓക്കെ. ബിക്കോസ് എ ബി സി ഡി ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. സോ അടുത്ത ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡോട്ട് ഡി ടൈംസ് ബി ഡോട്ട് സി. ഓക്കെ. റൈറ്റ്. ഇനി അടുത്ത ഞാനിപ്പോൾ ബി ഡോട്ട് സി എടുക്കുവാണെങ്കിൽ ഓക്കെ ബി ഡോട്ട് സിയുടെ കൂടെ നമുക്ക് വേറെ ഏത് പെയർ ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഡോട്ട് ഡി പറ്റത്തില്ല, ബി ഡോട്ട് സി ഡോട്ട് ഡി പറ്റത്തില്ല. ബിക്കോസ് ഞാനിപ്പോൾ ബി ഡോട്ട് സി എടുത്തു കഴിഞ്ഞാൽ ബി ഡോട്ട് ഡി എടുത്തു കഴിഞ്ഞാൽ ബി ക്വാഡ്രാറ്റിക് ആവും, സി ഡോട്ട് ഡി എടുത്തു കഴിഞ്ഞാൽ സി ക്വാഡ്രാറ്റിക് ആവും. മുകളിലൊന്നും പറ്റത്തില്ല, ബിക്കോസ് ആ കോമ്പിനേഷൻസ് നമ്മൾ ഓൾറെഡി ടേക്ക് കെയർ ചെയ്തു. റൈറ്റ്. ആൻഡ് ഞാൻ ഈ ബി ഡോട്ട് ഡി എടുത്തു കഴിഞ്ഞാൽ ബി ഡോട്ട് ഡിയുടെ കൂടെ നമുക്ക് സി ഡോട്ട് ഡി പറ്റത്തില്ല, ബിക്കോസ് ഡി ക്വാഡ്രാറ്റിക് ആവും. ആൻഡ് മുകളിലോട്ടുള്ളൊന്നും പറ്റത്തില്ല, ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബിക്കോസ് ബി ക്വാഡ്രാറ്റിക് ആവും ആൻഡ് ഡി ക്വാഡ്രാറ്റിക് ആവും എക്സെട്ര. നമ്മൾ ബി ഡോട്ട് ഡിയുടെ കൂടെ നമ്മളിപ്പോൾ എ ഡോട്ട് സി എടുക്കുവാണെങ്കിൽ നമ്മളത് ഓൾറെഡി അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇവിടെ. അതായത് ബി ഡോട്ട് ഡി എ ഡോട്ട് സി നമ്മളത് ഓൾറെഡി അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ബി ഡോട്ട് ഡിയുടെ കൂടെ എ ഡോട്ട് ബി എടുത്താൽ അത് ക്വാഡ്രാറ്റിക് ആവും. സോ നമ്മൾ ഇത്രയും സ്കെയിലേഴ്സ് വെച്ച് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന കോമ്പിനേഷൻ ഞാൻ എഴുതി. ഓക്കെ. റൈറ്റ്. ഇനി ആക്ച്വലി ഇതാവണോ ആൻസർ? ആവണമെന്നില്ല, ബിക്കോസ് ഇതിന്റെ കൂടെ സം മൾട്ടിപ്ലിക്കേറ്റീവ് കോൺസ്റ്റൻസ് വരാം, അതായത് ജസ്റ്റ് പ്യുവർ നമ്പേഴ്സ് ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്ത് വരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ജനറൽ ഇത് സം ആൽഫ ബീറ്റ ഗാമ. ഓക്കെ. സോ ഇനി ഞാൻ ആൽഫയുടെയും ബീറ്റയുടെയും ഗാമയുടെയും വാല്യൂ ഞാൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ പരിപാടി കഴിഞ്ഞു. സോ അടുത്ത ക്വസ്റ്റ്യൻ അതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാന്ന്. ഓക്കെ. റൈറ്റ്. സോ അതിന് നമ്മൾ മുമ്പത്തെ പോലെ തന്നെ ഇതിനകത്തുള്ള ചില സിമെട്രീസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. ഓക്കെ. റൈറ്റ്. നമുക്ക് എന്തായാലും അറിയാം. ഓക്കെ. റൈറ്റ്. നമ്മുടെ ഈ എക്സ്പ്രഷനിൽ ഞാൻ എൻ്റെ എയും ബിയും ഇന്റർചേഞ്ച് ചെയ്താൽ ഓവറോൾ ഒരു മൈനസ് സൈൻ പിക്കപ്പ് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സാധനത്തിനെ വെക്ടർ വി എന്ന് വിളിക്കാം. ഓക്കെ. വെക്ടർ വി അല്ല, ഓക്കെ വി. ഓക്കെ. വെക്ടർ അല്ല, അത് ജസ്റ്റ് ഒരു നമ്പറാണ് വി. സോ എനിക്ക് എഴുതാം വി ഇസ് ഇക്വൽ ടു
ഓക്കെ, ഞാൻ എയും ബിയും എക്സ്ചേഞ്ച് ചെയ്യുവാണ്. എയും ബിയും എക്സ്ചേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം ഈ ഓവറോൾ സാധനം ഒരു മൈനസ് സൈൻ പിക്കപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ ഞാൻ ഈ എക്സ്പ്രഷനകത്ത് എയും ബിയും ഇന്റർചേഞ്ച് ചെയ്തിട്ട് ഞാനൊരു മൈനസ് സൈൻ കൊടുത്താൽ മതി അതിനെ ബാലൻസ് ചെയ്യാൻ. സോ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ്, ഓക്കെ, മൈനസ് ആൽഫ, ഓക്കെ, ആൽഫ ടൈംസ് ബാക്കി കാര്യങ്ങൾ നമ്മൾ അതുപോലെ ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുക. എയും ബിയും ഇന്റർചേഞ്ച് ചെയ്യാനാണ്. എയും ബിയും ഇന്റർചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഓക്കെ, എയും ബിയും ഇന്റർചേഞ്ച് ചെയ്യുന്ന ഈ ടേം മാറില്ല, ബിക്കോസ് എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ ബി ഡോട്ട് എ തന്നെ. സോ ഫസ്റ്റ് ടേം അത് തന്നെ. അപ്പോൾ എ ഡോട്ട് ബി സി ഡോട്ട് ഡി. അടുത്ത ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ. ഞാൻ എയും ബിയും ഇന്റർചേഞ്ച് ചെയ്തു. സോ എ ഡോട്ട് സി എന്ന് പറയുന്ന ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബി ഡോട്ട് സി ആയിട്ട് മാറും. ഓക്കെ, ബി ഡോട്ട് ഡി എന്ന് പറയുന്ന ടേം എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ഡി ആയിട്ട് മാറും. ഓക്കെ, റൈറ്റ്. അടുത്ത ടേം പ്ലസ് ഗാമ. ഓക്കെ, റൈറ്റ്. ഓക്കെ, എ ഡോട്ട് ഡി എന്ന് പറയുന്നത് ബി ഡോട്ട് ഡി ആവും, ആൻഡ് ബി ഡോട്ട് സി എന്ന് പറയുന്നത് എ ഡോട്ട് സി ആവും. ഓക്കെ, പെർഫെക്റ്റ്, റൈറ്റ്. സോ നമ്മളൊരു എക്സ്പ്രഷൻ എഴുതി, റൈറ്റ്. നമുക്ക് ഇനിയും ചെയ്യാം. ഓക്കെ, ഇവിടെ ഒന്ന് ആലോചിച്ചു. ഓക്കെ, ഞാൻ ഇനി സിയും ഡിയും ഇന്റർചേഞ്ച് ചെയ്യുവാണെന്ന് വെച്ചോ. സിയും ഡിയും ഇന്റർചേഞ്ച് ചെയ്താലും ഓവറോൾ ഒരു മൈനസ് സൈൻ വരും. ഓക്കെ, റൈറ്റ്. അപ്പൊ ഞാൻ ജസ്റ്റ് വെറുതെ തിങ്ക് ചെയ്യുക, ഞാൻ ഈ എക്സ്പ്രഷനകത്ത് ഞാൻ സിയും ഡിയും ഇനി ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബലത്തിൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ ഒരു പ്രാവശ്യം എയും ബിയും ഇന്റർചേഞ്ച് ചെയ്തു ആൻഡ് സിയും ഡിയും ഞാൻ ഇന്റർചേഞ്ച് ചെയ്തു. എന്ന് വെച്ചാൽ ഒരു മൈനസ് സൈൻ പിക്കപ്പ് ചെയ്യും, ഒരു മൈനസ് സൈൻ പിക്കപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ ഓവറോൾ ഒരു മൈനസും ഇല്ലാതാവും. എന്ന് വെച്ചാൽ ഞാൻ ഈ കിടക്കുന്ന എക്സ്പ്രഷൻ, ബിക്കോസ് ഇത് ഓൾറെഡി എയും ബിയും ഇന്റർചേഞ്ച് ചെയ്തതാണ്, ഞാൻ അതിനകത്ത് സിയും ഡിയും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മൈനസ് സൈൻ ഇല്ലാതെ എഴുതാം. ഓക്കെ, റൈറ്റ്. സോ എനിക്ക് എഴുതാം ഒരു ഇക്വേഷൻ കൂടെ എഴുതാം. എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് വി ഈസ് ഈക്വൽ ടു, എനിക്ക് ആ മൈനസ് സൈൻ എഴുതാതെ ഈ എക്സ്പ്രഷനകത്ത് സിനെയും ഡിനെയും ഇന്റർചേഞ്ച് ചെയ്യാം. ഓക്കെ, സിനെയും ഡിനെയും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എഴുതാം ആൽഫ എ ഡോട്ട് ബി സി ഡോട്ട് ഡി. സി ഡോട്ട് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അത് ഡി ഡോട്ട് സി ആയിട്ട് മാറും. പക്ഷേ സി ഡോട്ട് ഡിയും ഡി ഡോട്ട് സിയും സെയിം ആണ്. സോ അത് ഞാൻ സി ഡോട്ട് ഡി എന്ന് എഴുതിയാൽ മതി. പ്ലസ് ബീറ്റ. ഓക്കെ, ഞാൻ സിനെയും ഡിനെ ഇന്റർചേഞ്ച് ചെയ്യുന്നു. സോ എന്റെ ബി ഡോട്ട് സി ബി ഡോട്ട് ഡി ആവും, ആൻഡ് എന്റെ എ ഡോട്ട് ഡി എ ഡോട്ട് സി ആവും. ഓക്കെ, പ്ലസ് ഗാമ ബി ഡോട്ട് ഡി. ബി ഡോട്ട് ഡി എന്ന് പറയുന്നത് ബി ഡോട്ട് സി ആവും, ആൻഡ് എ ഡോട്ട് സി എന്ന് പറയുന്നത് എ ഡോട്ട് ഡി ആവും. ഓക്കെ, ഗുഡ്. സോ നമുക്ക് ആക്ച്വലി ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. ഓക്കെ, റൈറ്റ്. സോ എനിക്ക് റിലേഷൻഷിപ്സ് കിട്ടി. ഓക്കെ, ഇനി ഞാൻ വെറുതെ തിങ്ക് ചെയ്യുവാണ് ഇതിന്റെ മീനിങ് എന്താണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ മൈനസ് സൈൻ നമുക്ക് അകത്തോട്ട് കയറ്റാം. ഓക്കെ, ഈ മൈനസ് സൈൻ അകത്തോട്ട് ഇവിടെ മൈനസ് ആവും, ഇത് മൈനസ് ആവും, ഇത് മൈനസ് ആവും. ഓക്കെ, ഇനി നമ്മൾ ഈ രണ്ട് എക്സ്പ്രഷൻസും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്ത് എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ടേം എ ഡോട്ട് ബി സി ഡോട്ട് ഡി അത് തന്നെയാണ് ഇവിടെ. ഓക്കെ, ഇത് രണ്ടും വി ആണെന്ന് ഓർമ്മ വേണം. ഓക്കെ, സോ ഈ ടേം തന്നെയാണ് ഈ ടേം. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത ടേം ബി ഡോട്ട് സി എ ഡോട്ട് ഡി. റൈറ്റ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതേ ടേം കൂടെ കാണാൻ പറ്റും, ബി ഡോട്ട് സി എ ഡോട്ട് ഡി. റൈറ്റ്, പക്ഷേ ഇവിടുത്തെ കോയിഫിഷ്യന്റ് ബീറ്റയാണ്, ഇവിടുത്തെ കോയിഫിഷ്യന്റ് ഗാമയാണ്. ആൻഡ് ഇവിടുത്തെ ടേം ബി ഡോട്ട് ഡി എ ഡോട്ട് സി ആ ടേം ആണിത്, പക്ഷെ കോയിഫിഷ്യന്റ് ഇതാണ്. എങ്കിലും ആലോചിച്ച് നോക്കേ, ഈ രണ്ട് സാധനവും ഇക്വലന്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ടേംസ് എല്ലാം സെയിം ആണ്. റൈറ്റ്, ഇൻഡിവിജ്വൽ ടേംസ് സെയിം ആണ്. എന്നിട്ട് ഈ ഇക്വേഷൻസ് അൾജിബ്ര ഇക്വേഷൻസ് സെയിം ആവണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് കോയിഫിഷ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എഗ്രി ചെയ്താലേ പറ്റത്തുള്ളൂ. എങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ്, ഓക്കെ, റൈറ്റ്, എനിക്ക് എഴുതാം. ഓക്കെ, ഈ ടേം ആണല്ലോ ബേസിക്കലി ഈ ടേം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ബീറ്റ ഈക്വൽ ടു ഗാമ. സോ മൈനസ് ബീറ്റ ഈക്വൽ ടു ഗാമ. ആൻഡ് അടുത്തത് റൈറ്റ്, ആൻഡ് ഈ ടേം ആണ് എസെൻഷ്യലി ഇത് എന്ന് വെച്ചാൽ മൈനസ് ഗാമ ഈക്വൽ ടു ബീറ്റ. അതിനാണ് ഈ റിലേഷൻ. ഷോ സെപ്പറേറ്റ് എഴുതണ്ട. റൈറ്റ്, ആൻഡ് എ ഡോട്ട് ബി അതായത് ഈ ടേം തന്നെയാണിത് എന്ന് വെച്ചാൽ എൻ്റെ മൈനസ് ആൽഫ ഈക്വൽ ടു ആൽഫ. മൈനസ് ആൽഫ ഈക്വൽ ടു ആൽഫ. മൈനസ് ആൽഫ ഈക്വൽ ടു ആൽഫ ആവണമെങ്കിൽ ആൽഫ 0 ആയാലേ പറ്റത്തുള്ളൂ. സോ നമുക്ക് മനസ്സിലായി ആൽഫ ഈക്വൽ ടു 0. റൈറ്റ്, സോ നമ്മൾ ഒരുപാട് റെഡ്യൂസ് ചെയ്തു. സോ എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം ഇല്ല, നമുക്ക് മനസ്സിലായി. ഇത് എഴുതുന്ന സമയത്ത് ഈ ടേം ഇനി ഇല്ല, ബിക്കോസ് ആൽഫ 0 ആണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, സോ നമുക്ക് ബാക്കി മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, എന്ന് വെച്ചാൽ എനിക്ക് എഴുതാം മൈനസ് ബീറ്റ ഈസ് ഈക്വൽ ടു ഗാമ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വി. ഓക്കെ, സോ എനിക്ക് ഇനി ഈ ടേം എഴുതണ്ട. ഓക്കെ, റൈറ്റ്, എനിക്ക് എഴുതാം ഇതിനകത്ത് ദാറ്റ് ഇംപ്ലൈസ് വി ഈസ് ഈക്വൽ ടു, ഓക്കെ, എനിക്ക് എഴുതാം ഇതിനകത്ത് ദാറ്റ് ഇംപ്ലൈസ് ഓർ
ഓക്കെ ഗാമ ഈസ് ഈക്വൽ ടു മൈനസ് ബീറ്റ. സോ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്, ഞാൻ ഈ എക്സ്പ്രഷൻ ചൂസ് ചെയ്യുവാണ് ആൻഡ് ഞാൻ ഇതിനകത്ത് ഈ ഗാമയ്ക്ക് പകരം മൈനസ് ബീറ്റ എന്ന് എഴുതും. ഓക്കെ റൈറ്റ്. സോ എനിക്ക് എഴുതാം ഗാമയ്ക്ക് പകരം മൈനസ് ബീറ്റ എന്ന് കൊടുത്താൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ബീറ്റ എനിക്ക് ഓവറോൾ കോമൺ പുറത്തെടുക്കാം, ബാക്കി ബി ഡോട്ട് ഡി എ ഡോട്ട് സി. ഓക്കെ റൈറ്റ്. ആൻഡ് ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി മൈനസ് ബീറ്റയാണ്. ഓക്കെ സോ അവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. ബി ഡോട്ട് സി എ ഡോട്ട് ഡി. ഓക്കെ ഇനി ഞാൻ എന്തെങ്കിലും ചെയ്ത് ആ ബിയുടെ വാല്യൂ കൂടെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീറ്റയുടെ വാല്യൂ വാല്യൂ എന്റെ പരിപാടി കഴിഞ്ഞു. സോ എക്സാമ്പിൾസ് യൂസ് ചെയ്യുക. ഓക്കെ റൈറ്റ്. എക്സാമ്പിൾസ്, കാര്യം ബീറ്റ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്യുവർ നമ്പർ ആണ്. ഓക്കെ ഇറസ്പെക്റ്റീവ് ഓഫ് അവർ വെക്ടർ അത് ഒരു ഫിക്സഡ് നമ്പർ ആണ്. സോ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്, ഞാൻ ഐക്ക് എ. ഓക്കെ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്, ഞാൻ എ ഈക്വൽ ടു ഐ, ബി ഈക്വൽ ടു ജെ ആൻഡ് സി ഈക്വൽ ടു അഗെയിൻ ഐ, ബി ഡി ഈസ് ഈക്വൽ, അതായത് ഇത് ഐ ആണ് ആൻഡ് ഇത് ജെ ആണ് ആൻഡ് ഇത് ഐ ആണ് ഇത് ജെ ആണ്. നമുക്ക് നോക്കാം അതെന്ത് വർക്ക് ആവുമെന്ന്. ഓക്കെ അപ്പൊ ഞാൻ എ ഈക്വൽ ടു ഐ, ബി ഈക്വൽ ടു ജെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം എന്ന് പറഞ്ഞാൽ ഐ ക്രോസ് ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓവറോൾ സാധനം കെ ആണ്. ഓക്കെ റൈറ്റ്. ഇതും ഐ ക്രോസ് ജെ, സോ ഇത് കെ. ഓക്കെ ആൻഡ് കെ ഡോട്ട് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി 1 ആണ്. ഓക്കെ സോ ഞാൻ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1 ആയിരിക്കണം. സോ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് 1 ഈക്വൽ ടു ബീറ്റ. ഓക്കെ എന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? ഓക്കെ എ ഈക്വൽ ടു ഐ, ബി ഈസ് ഈക്വൽ ടു ജെ, സി ഈക്വൽ ടു ഐ ആൻഡ് ഡി ഈസ് ഈക്വൽ ടു ജെ. ഇതാണ് എന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ. സോ ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബി ഡോട്ട് ഡി എന്ന് പറയുമ്പോൾ ജെ ഡോട്ട് ജെ, റൈറ്റ്. സോ ഈ ടേം 1 ആണ്. ആൻഡ് എ ഡോട്ട് സി എന്ന് പറയുമ്പോൾ റൈറ്റ്, അപ്പൊ ഈ ഓവറോൾ ടേം 1 ആണ്. ഓക്കെ അപ്പൊ ഇത് 1 into 1, സോ 1 മൈനസ് അടുത്തത് ബി ഡോട്ട് സി എന്ന് പറഞ്ഞാൽ ഈ ടേം ആൻഡ് ബി എന്ന് പറഞ്ഞാൽ ജെ ആണ് ആൻഡ് സി എന്ന് പറഞ്ഞാൽ ഐ ആണ്. സോ പെർപെൻഡിക്കുലർ 0 ആൻഡ് എ ഡോട്ട് ഡി അത് 0 ആണെങ്കിൽ പിന്നെ അടുത്ത നോക്കണ്ട, സോ 0. സോ എനിക്ക് മനസ്സിലായി ബീറ്റ ഈക്വൽ ടു 1 ആണ്. എങ്കിൽ നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? വി ഈസ് ഈക്വൽ ടു ബീറ്റ 1 ആണ്. സോ ബി ഡോട്ട് ഡി എ ഡോട്ട് സി മൈനസ് ബി ഡോട്ട് സി എ ഡോട്ട് ഡി. ഇതാണ് ബേസിക്കലി നമ്മുടെ ഈ കിടക്കുന്ന ലെങ്തി പ്രോഡക്റ്റിന്റെ, അതായത് എ ക്രോസ് ബി ഡോട്ട് സി ക്രോസ് ഡി. അതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ബി ഡോട്ട് ഡി ടൈംസ് എ ഡോട്ട് സി മൈനസ് ബി ഡോട്ട് സി ടൈംസ് എ ഡോട്ട് ഡി. റൈറ്റ്. ഓക്കെ അതായത് നമുക്ക് വേണമെങ്കിൽ ഇത് കമ്പോണൻസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വളരെ ലെങ്തി അഗ്ലി കാൽക്കുലേഷൻസ് ചെയ്ത് നമുക്ക് ആക്ച്വലി ഇത് ഒബ്റ്റെയിൻ ചെയ്യാം. പക്ഷെ അതിനേക്കാളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേ ആയത്. ബിക്കോസ് ഇതിന്റെ ബ്യൂട്ടി പാർട്ട് എന്ന് പറഞ്ഞാൽ ഇത് സിമ്പിൾ ആണ്. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ്ലി വർക്ക്ഔട്ട് ചെയ്യുന്നത് വെക്ടേഴ്സിന്റെ നോഷൻ വെച്ചിട്ട്, അതായത് നമ്മൾ കോർഡിനേറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് വെക്ടർ എന്ന് പറയുന്ന അബ്സ്ട്രാക്ട് നോഷൻ, അതായത് ആരോസ്, റൈറ്റ്. ആ ഒരു അബ്സ്ട്രാക്ട് ഐഡിയ മാത്രമാണ് നമ്മൾ ത്രൂ ഔട്ട് ഈ കാൽക്കുലേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. റൈറ്റ്.